Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ആകെ 6 യൂണിറ്റുകളിലായി 19 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഓരോ ചാപ്റ്ററുകളുടെയും വളരെ വിശദമായിട്ടുള്ള സമ്മറികളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒന്നാം യൂണിറ്റിലെ ഒന്നാം ചാപ്റ്ററായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയുടെ സമ്മറി മനസ്സിലാക്കാം. His First Flight is a short story written by Liam O'Flaherty. Liam O'Flaherty എഴുതിയിട്ടുള്ള ഒരു ചെറുകഥയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. ഇത് ഒരു കുട്ടിക്കടൽക്കാക്കയുടെ കഥയാണ്. ദാറ്റ് ഈസ് ദ യങ് സീഗൾ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു യങ് സീഗൾ, ഒരു കുട്ടിക്കടൽക്കാക്കയാണ്. When the story begins, the young seagull was alone on a ledge. ഈ ഒരു കഥ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഒരു കുട്ടിക്കടൽക്കാക്ക ഒരു പാറയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. He had 2 brothers and 1 sister. അവന് 2 സഹോദരങ്ങളും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. But they had already flown away with his parents. എന്നാൽ അവൻ്റെ സഹോദരങ്ങളും ഒരു സഹോദരിയും നേരത്തെ തന്നെ അവരുടെ രക്ഷിതാക്കളുടെ കൂടെ പറന്നുപോയിട്ടുണ്ടായിരുന്നു. The young seagull was afraid to fly. ഈ ഒരു കുട്ടിക്കടൽക്കാക്കയ്ക്ക് പറക്കാൻ പേടിയായിരുന്നു. When he tried to fly, he saw the wide sea below the ledge. അവന് പറക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അവൻ എന്താണ് കണ്ടത്? അവൻ്റെ താഴെയുള്ള വിശാലമായിട്ടുള്ള ഒരു കടൽ കാണുകയാണ്. That time he thought his wings would never support him. അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു കടൽ താഴെ കണ്ട സമയത്ത് അവന് ചിന്തിക്കുകയാണ്, അവൻ ചാടിക്കഴിഞ്ഞാൽ അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവന് തോന്നുകയാണ്. ദാറ്റ് ഈസ് ഹിസ് പ്രോബ്ലം വാസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അവൻ്റെ പ്രശ്നം എന്തായിരുന്നു? ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിൻ്റെ കുറവായിരുന്നു. ഹിസ് പ്രോബ്ലം വാസ് ഫിയർ. അവൻ്റെ പ്രശ്നം എന്തായിരുന്നു? പേടിയായിരുന്നു. ഫിയർ ടു ഫ്ലൈ, പറക്കാൻ പേടിയായിരുന്നു. ആക്ച്വലി ഹിസ് പാരൻസ് ഹാഡ് ട്രൈഡ് ടു മേക്ക് ഹിം ഫ്ലൈ. അവൻ്റെ രക്ഷിതാക്കൾ നേരത്തെ തന്നെ അവനെ പറപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവനെ പറപ്പിക്കുന്നതിന് വേണ്ടി അവൻ്റെ രക്ഷിതാക്കൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ദേ ഹാഡ് കോൾഡ് ഹിം. അവർ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്കോൾഡഡ് ഹിം, അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈവൻ ത്രട്ടൺ ഹിം ദാറ്റ് ലെറ്റ് ഹിം സ്റ്റാർ അൺലെസ് ഹി ഫ്ലൈ. ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ടില്ല എങ്കിൽ അവനെ പട്ടിണിക്കിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ രക്ഷിതാക്കൾ. ബട്ട് ഹി കുഡ് നോട്ട് ഫ്ലൈ. പക്ഷെ അവന് പറക്കാൻ സാധിച്ചില്ല. കാരണം എന്താണ്? ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. അവന് പറക്കാൻ പേടിയായിരുന്നു. Then standing on the ledge, he watched the activities of his parents. അങ്ങനെ ആ ഒരു പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് അവൻ്റെ രക്ഷിതാക്കൾ നോക്കുകയാണ്. അവൻ്റെ രക്ഷിതാക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് അവൻ നോക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ രക്ഷിതാക്കളെ നോക്കിയ സമയത്ത് അവരെന്ത് ചെയ്യുകയാണ്? They were teaching his siblings the art of flight. ഇവൻ്റെ രക്ഷിതാക്കൾ ഇവൻ്റെ സിബ്ലിങ്സ്, ഇവൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള 2 സഹോദരങ്ങളെയും ഒരു സഹോദരിയെയും പറക്കൽ എന്ന കല, ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കൽ എന്ന കലയെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. Then the young seagull felt hungry. ഇങ്ങനെ ഈ ഒരു കുട്ടിക്കടൽക്കാക്കക്ക് വിശപ്പ് തോന്നുകയാണ്. Because he hadn't eaten anything since last night. ഇവന് വിശപ്പ് തോന്നാൻ കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം മുതൽ ഇവൻ ഒന്നും ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. Then he searched for food. അങ്ങനെ വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഇവൻ ഭക്ഷണത്തിന് വേണ്ടി തിരയുകയാണ്. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി തിരയുന്ന സമയത്ത് അവൻ എന്താണ് കിട്ടുന്നത്? He got a dried piece of mackerel's tail and a dried piece of eggshell from his nest. അങ്ങനെ ഇവൻ ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞ സമയത്ത് അയലയുടെ ഉണങ്ങിയ ഒരു വാലിൻ്റെ കഷ്ണവും അതുപോലെ തന്നെ ഉണങ്ങിയ മുട്ടത്തോടിൻ്റെ കഷ്ണവും ലഭിക്കുകയാണ്. ഒരു മുട്ടത്തോടിൻ്റെ കഷ്ണം എവിടെ നിന്നാണ് അവന് ലഭിക്കുന്നത്? എഗ്ഷെൽ ഫ്രം ഹിസ് നെസ്റ്റ്. അവൻ്റെ കൂട്ടിൽ നിന്ന് തന്നെയാണ് ആ ഒരു മുട്ടത്തോടുകൾ അവന് കിട്ടുന്നത്. ദെൻ ഹി എയ്റ്റ് ബോത്ത്. അങ്ങനെ ആ 2 ഭക്ഷണവും അവൻ ഭക്ഷിക്കുകയാണ്. അതായത് അയലയുടെ ഉണങ്ങിയ വാലിൻ്റെ കഷ്ണവും അതുപോലെ തന്നെ അവൻ്റെ കൂട്ടിൽ നിന്ന് കിട്ടിയ മുട്ടത്തോടുകളും അവൻ ഭക്ഷിക്കുകയാണ്. ആൻഡ് ഈറ്റിംഗ് ദ എഗ്ഷെൽ ഫ്രം ഹിസ് നെസ്റ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് പാർട്ട് ഓഫ് ഹിം. അവൻ്റെ കൂട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള ആ ഒരു മുട്ടത്തോടുകൾ കഴിക്കുന്നത് അവൻ്റെ തന്നെ സ്വയം ഭാഗം ഭക്ഷിക്കുന്നത് പോലെയായിരുന്നു. കാരണം എന്താണ്? ബിക്കോസ് വൺസ് ദ എഗ്ഷെൽ വാസ് പാർട്ട് ഓഫ് ഹിം. ആ ഒരു മുട്ടത്തോടുകൾ ഒരിക്കൽ അവൻ്റെ തന്നെ സ്വയം ഭാഗമായിരുന്നു. ആക്ച്വലി ഹി ഹാഡ് ഡ്രീം ടു ഫ്ലൈ. യഥാർത്ഥത്തിൽ അവന് പറക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ഹി ഹാഡ് നോ കോൺഫിഡൻസ്. പക്ഷേ അവൻ എന്തില്ലായിരുന്നു? ആത്മവിശ്വാസം ഇല്ലായിരുന്നു. ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. അവന് പറക്കാൻ പേടിയായിരുന്നു. Then he tried to take the notice of his parents. അങ്ങനെ അവൻ്റെ രക്ഷിതാക്കളുടെ ശ്രദ്ധ ഇങ്ങോട്ട് ലഭിക്കുന്നതിന് വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? He stood on one leg. അവൻ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. He closed eyes. അവൻ കണ്ണുകൾ അടക്കുകയാണ്. Then he acted like sleeping and tired. അവൻ ഉറങ്ങിയ പോലെയും അതുപോലെ തന്നെ ടയേർഡ്, ക്ഷീണിച്ച പോലെയും അഭിനയിക്കുകയാണ്. എന്തിനു വേണ്ടി? അവൻ്റെ രക്ഷിതാക്കൾ അവനെ നോക്കുന്നതിന് വേണ്ടി. This time only his mother was looking at him. ഈ ഒരു സമയത്ത് അവൻ്റെ അമ്മ മാത്രമായിരുന്നു അവനെ നോക്കിയിരുന്നത്.
ദെൻ ഹിസ് മദർ അണ്ടർസ്റ്റുഡ് ദ പാത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദ യങ് സീഗൾ. അങ്ങനെ ഈ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ അമ്മ അവൻ്റെ പരിതാപകരമായിട്ടുള്ള ആ ഒരു പറക്കാൻ കഴിയാത്തതും വിശപ്പുമായിട്ടുള്ള ആ ഒരു അവസ്ഥ മനസ്സിലാക്കുകയാണ്. ദെൻ ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് അൺലെസ് ഷീ ഇൻ്റർഫിയർഡ് ഹി വുഡ് നോട്ട് ഏബിൾ ടു ഫ്ലൈ. അങ്ങനെ അമ്മ പക്ഷിക്ക് മനസ്സിലാകുകയാണ് ആ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ പ്രശ്നത്തിൽ അമ്മ പക്ഷി ഇടപെട്ടിട്ടില്ല എങ്കിൽ അവന് പറക്കാൻ, അതായത് കുട്ടിക്കടൽക്കാക്കയ്ക്ക് പറക്കാൻ സാധിക്കില്ല എന്ന് അമ്മ പക്ഷിക്ക് മനസ്സിലാവുകയാണ്. ദെൻ ദ മദർ സീഗൾ ഡിസൈഡഡ് ടു പ്ലേ എ ട്രിക്ക് ടു മേക്ക് ഹിം ഫ്ലൈ. അങ്ങനെ അമ്മ പക്ഷി ആ ഒരു കുട്ടിക്കടൽക്കാക്കയെ പറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക്, ഒരു സൂത്രം കളിക്കാൻ വേണ്ടി അമ്മ പക്ഷി തീരുമാനിക്കുകയാണ്. ഒരു സൂത്രം ചെയ്യാൻ വേണ്ടി അമ്മ പക്ഷി തീരുമാനിക്കുകയാണ്. എന്ത് സൂത്രമാണ് ആ ഒരു അമ്മ പക്ഷി കുട്ടിക്കടൽക്കാക്കയെ പറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത്? ഷി ടുക്ക് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് ഫ്ലൂ ടുവാർഡ്സ് ഹിം. അമ്മ പക്ഷി എന്ത് ചെയ്യാണ്? ഒരു മത്സ്യത്തിൻ്റെ കഷ്ണം എടുക്കുകയും അതുമായിട്ട് അവൻ്റെ അടുത്തേക്ക് പറക്കുകയും ചെയ്യുകയാണ്. വി നോ ദ യങ് സീഗൾ വാസ് ഓൺ ദ ലെഡ്ജ്. നമുക്കറിയാം ഈ ഒരു സമയത്തെല്ലാം ഈ ഒരു കുട്ടിക്കടൽക്കാക്ക എവിടെയാണ്? ആ ഒരു പാറയുടെ മുകളിൽ ഒറ്റക്ക് നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു അമ്മ പക്ഷി ഒരു മത്സ്യത്തിൻ്റെ കഷ്ണവുമായിട്ട് അവൻ്റെ അടുത്തേക്ക് പറക്കുന്നു വരുന്ന സമയത്ത് വാട്ട് വാസ് ദ ഫീലിംഗ് ഓഫ് ദ യങ് സീഗൾ? യങ് സീഗളിൻ്റെ ഫീലിംഗ് എന്തായിരുന്നു? ദ യങ് സീഗൾ വാസ് വെരി ഹാപ്പി ടു സീ ഇറ്റ്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് യങ് സീഗളിന് വളരെയധികം സന്തോഷം തോന്നുകയാണ്. ബട്ട് വെൻ ദ മദർ ബേർഡ് റീച്ച്ഡ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഷീ സ്റ്റോപ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അങ്ങനെ ആ ഒരു മത്സ്യത്തിൻ്റെ കഷ്ണവുമായിട്ട് പറന്നു വരുന്ന അമ്മ എന്ത് ചെയ്യാണ്? അവൻ്റെ തൊട്ടടുത്തെത്തിയ സമയത്ത് അവൻ്റെ തൊട്ടു മുമ്പിൽ നിൽക്കുകയാണ്. ആൻഡ് വി നോ ആക്ച്വലി ദ യങ് സീഗൾ വാസ് വെരി ഹംഗ്രി. നമുക്കറിയാം ആ ഒരു കുട്ടിക്കടൽക്കാക്കയെ സംബന്ധിച്ചിടത്തോളം വെരി ഹംഗ്രി, വളരെയധികം വിശപ്പായിരുന്നു, അങ്ങേയറ്റത്തെ വിശപ്പായിരുന്നു. ആൻഡ് ദെൻ മാഡൻ ബൈ ഹങ്കർ ഹി ഡൈഡ് ഫോർ ദ ഫിഷ്. അങ്ങനെ ആ ഒരു മത്സ്യം കണ്ട സമയത്ത് ഭ്രാന്തായൊരു അവസ്ഥയിൽ, അതായത് വിശപ്പിനാൽ ഭ്രാന്തായൊരു അവസ്ഥയിൽ അവൻ എന്ത് ചെയ്യാണ്? കുട്ടിക്കടൽക്കാക്ക എന്ത് ചെയ്യാണ്? ഹി ഡൈഡ് ഫോർ ദ ഫിഷ്. ആ ഒരു മത്സ്യം അമ്മയുടെ അടുത്തുള്ള ആ ഒരു മത്സ്യത്തിൻ്റെ കഷ്ണം കിട്ടാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് ആ ഒരു എയറിലേക്ക് ചാടുകയാണ്. ഹി ജംപ്ഡ് ടു ഗെറ്റ് ദ ഫിഷ് ആൻഡ് ഫെൽ ഡൗൺ വാൾസ്. അങ്ങനെ ആ ഒരു അമ്മയുടെ അടുത്തുള്ള ഒരു മത്സ്യത്തിൻ്റെ കഷ്ണം കിട്ടുന്നതിന് വേണ്ടി അവൻ ചാടുകയാണ്. അങ്ങനെ താഴോട്ട് വീഴുകയാണ്. ദെൻ ഹി ട്രൈ ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. അങ്ങനെ ആ ഒരു താഴോട്ട് വീഴുന്ന സമയത്ത്, കടലിലേക്ക് വീഴുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ ചിറകുകൾ അടിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഹി കുഡ് ഏബിൾ ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ് ആൻഡ് ഹി കുഡ് ഏബിൾ ടു ഫ്ലൈ. അങ്ങനെ അവൻ്റെ ചിറകുകൾ അടിക്കാൻ അവന് സാധിക്കുകയും അവന് പറക്കാൻ സാധിക്കുകയുമാണ്. ദാറ്റ് ഈസ് ഹി സ്റ്റാർട്ടഡ് ടു ഫ്ലൈ. അവൻ പറക്കാൻ തുടങ്ങി. ഹി ലേൺ ടു ഫ്ലൈ. അതുപോലെ തന്നെ അവൻ പറക്കാൻ പഠിക്കുകയും ചെയ്തു. ദിസ് ടൈം ഹിസ് പാരൻസ് ആൻഡ് ഹിസ് സിബ്ലിങ്സ് വെർ വെരി ഹാപ്പി. അങ്ങനെ ഒരു കുട്ടിക്കടൽക്കാക്ക പറക്കുന്നത് കണ്ട സമയത്ത് അവൻ്റെ രക്ഷിതാക്കളും അവൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള 2 സഹോദരങ്ങളും ഒരു സഹോദരിയും വളരെയധികം സന്തോഷിക്കുകയാണ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ദ യങ് സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇതാണ് ആ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ ആദ്യത്തെ പറക്കലിൻ്റെ കഥ. In this story, the writer shows the role of parents in helping their children. His first flight എന്ന ഈ ഒരു കഥയിലൂടെ കഥാകൃത്ത് നമുക്ക് കാണിച്ചു തരുന്നത് കുട്ടികളെ സഹായിക്കുന്നതിലെ രക്ഷിതാക്കളുടെ പങ്കിനെയാണ് കഥാകൃത്ത് ഈ ഒരു കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ദ യങ് സീഗൾ സക്സീഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് മദർ. ഈ ഒരു കുട്ടിക്കടൽക്കാക്ക വിജയിക്കുന്നത് അവൻ്റെ അമ്മയുടെ സഹായത്തോടു കൂടെയാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഏറെ ചോദിക്കാൻ സാധ്യതയുള്ളത് റോൾ ഓഫ് പാരൻസ് ഇൻ ഹെൽപ്പിംഗ് ദെയർ ചിൽഡ്രൻ എന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും. അതായത് രക്ഷിതാക്കളുടെ പങ്ക്, അതായത് കുട്ടികളെ സഹായിക്കുന്നതിൽ രക്ഷിതാക്കളുടെ പങ്കിനെ കുറിച്ചായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. ദെൻ വാട്ട് ഈസ് ദ തീം ഓഫ് ദിസ് സ്റ്റോറി? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഈ ഒരു കഥയുടെ തീം, ആശയം എന്താണ്? ആശയമായിട്ട് നമുക്ക് പറയാം കോൺഫിഡൻസ്, കറേജ്. കോൺഫിഡൻസ് മീൻസ് ആത്മവിശ്വാസം, കറേജ് മീൻസ് ധൈര്യം. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് 1ാം യൂണിറ്റിലെ 2ാം ചാപ്റ്ററായ ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ ഈസ് എ സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഐ വിൽ ഫ്ലൈ എന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രസംഗമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് എ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഹി വാസ് എ ഫേമസ് സയൻറ്റിസ്റ്റ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനുമായിരുന്നു. Then in the beginning of this speech, Dr. APJ Abdul Kalam says, ignited mind of the youth is the most powerful resource on the earth. ഐ വിൽ ഫ്ലൈ എന്ന ഈ ഒരു സ്പീച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മോട് പറയുന്നത് ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത്, യുവാക്കളുടെ ജ്വലിക്കുന്ന മനസ്സാണ്, ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്, ഭൂമിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വിഭവം എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ ഒരു സ്പീച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മോട് പറയുന്നുണ്ട്. Then in this speech, Dr. Kalam shares his experience. അങ്ങനെ ഈ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം നമ്മോട് പങ്കുവെക്കുകയാണ്.
അദ്ദേഹം ഈ ഒരു പ്രസംഗത്തിലൂടെ നമ്മോട് പങ്കുവെക്കുന്ന ആ ഒരു അനുഭവം, അദ്ദേഹത്തിനുണ്ടായ ആ ഒരു അനുഭവം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹി വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനാഗുറേറ്റ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് പോയി. ദ നെയിം ഓഫ് ദ പ്രോഗ്രാം വാസ് ശാസ്ത്രയാൻ. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരെന്തായിരുന്നു? ശാസ്ത്രയാൻ എന്നായിരുന്നു. ആൻഡ് ദർ വെർ 5,000 സ്റ്റുഡൻസ് ആൻഡ് ദർ ഫാമിലി മെമ്പേഴ്സ് ആസ് ഓഡിയൻസ്. അങ്ങനെ അദ്ദേഹം പങ്കെടുത്ത ശാസ്ത്രയാൻ എന്ന ഒരു പ്രോഗ്രാമിൽ ഏകദേശം 5,000-ഓളം വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും അവിടെ ഓഡിയൻസ് ആയിട്ട് ഉണ്ടായിരുന്നു. ഹിസ് സ്പീച്ച് വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിലെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പ്രസംഗത്തിൻ്റെ ടോപ്പിക് എന്തായിരുന്നു? സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ശാസ്ത്രം ഒരു രാഷ്ട്രത്തെ ശാക്തീകരിക്കുന്നു എന്നതായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു പ്രോഗ്രാമിലെ പ്രസംഗത്തിൻ്റെ ടോപ്പിക്. Then after his inaugural address, many students raised their hands to ask questions. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ധാരാളം ഓഡിയൻസ്, നമുക്കറിയാം ധാരാളം ഓഡിയൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ധാരാളം വിദ്യാർത്ഥികൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കൈകൾ ഉയർത്തുകയാണ്. Then due to the limited availability of time, he selected 12 students to ask questions. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വിദ്യാർത്ഥികൾ കൈകൾ ഉയർത്തിയ സമയത്ത് സമയത്തിൻ്റെ കുറവ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ വെച്ച് 12 കുട്ടികൾ അദ്ദേഹം സെലക്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ. ദെൻ എ വില്ലേജ് ബോയ് ആസ്ക്ഡ് ഹിം എ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു 12 കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചതിൽ വെച്ചിട്ട് ഒരു ആൺകുട്ടിയും അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ഒരു ആൺകുട്ടി ചോദിച്ച ആ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ദെൻ ഹിയർ ഇൻ ദിസ് സ്പീച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം ഷെയർസ് ദാറ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ബോയ് ആൻഡ് ഹിസ് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു പ്രസംഗത്തിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മോട് ഷെയർ ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ആ ഒരു ആൺകുട്ടി ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ മറുപടിയുമാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മോട് ഷെയർ ചെയ്യുന്നത്. The problem of the boy was fear and lack of confidence. ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദ്യം ചോദിച്ചിട്ടുള്ള ആ ഒരു കുട്ടിയുടെ പ്രശ്നം എന്തായിരുന്നു? ഫിയർ, പേടിയായിരുന്നു. ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിൻ്റെ കുറവുമായിരുന്നു. ആൻഡ് ഹിസ് ഡ്രീം വാസ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ആ ഒരു ആൺകുട്ടിയുടെ ആഗ്രഹം എന്തായിരുന്നു? ഒരു മറൈൻ എഞ്ചിനീയർ ആകാനായിരുന്നു. ഹി ലൈക്ക് ടു ട്രാവൽ ഇൻ ഷിപ്പ്. കപ്പലുകളിൽ യാത്ര ചെയ്യാനും അവന് ഇഷ്ടമായിരുന്നു. ആൻഡ് ഹി വാണ്ടഡ് ടു ബിക്കം ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അങ്ങനെ ആ ഒരു കുട്ടിയുടെ മറ്റൊരു ആഗ്രഹമാണ് എന്ത്? ഷിപ്പിലെ ക്യാപ്റ്റൻ ആവുക എന്നുള്ളതും അവൻ്റെ ആഗ്രഹമായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് ഷുവർ ദാറ്റ് കുഡ് ഹി അച്ചീവ് ഹിസ് ഡ്രീംസ്. ഇങ്ങനെയുള്ള വലിയ സ്വപ്നങ്ങൾ ഉണ്ട് എങ്കിലും ആ ഒരു സ്വപ്നങ്ങളെല്ലാം അവന് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവന് സംശയമായിരുന്നു. ഹിസ് ക്വസ്റ്റ്യൻ ടു ഡോക്ടർ കലാം വാസ് ഹൗ കുഡ് ഹി അച്ചീവ് ഹിസ് ഡ്രീംസ്. ആ ഒരു ആൺകുട്ടിയുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ചോദ്യം എന്തായിരുന്നു? ഈ ഒരു സ്വപ്നങ്ങളെല്ലാം അവന് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അവൻ്റെ ചോദ്യം. അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ ഒരു ആൺകുട്ടി ഡോക്ടർ കലാമിനോട് ചോദിച്ച സമയത്ത് ദ ഓഡിയൻസ് വാസ് ലുക്കിംഗ് അറ്റ് ഡോക്ടർ കലാം ടു ഹിയർ ഹിസ് ആൻസർ. ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ഓഡിയൻസും ഡോക്ടർ കലാമിനെ നോക്കുകയായിരുന്നു. അദ്ദേഹം എന്തായിരിക്കും ആ ഒരു ആൺകുട്ടിക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടെ എല്ലാ ഓഡിയൻസും ഡോക്ടർ കലാമിനെ നോക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ആൺകുട്ടിയുടെ ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലക്ക് ഡോക്ടർ കലാം റിസൈറ്റഡ് എ ബ്യൂട്ടിഫുൾ പോയം ആസ് ആൻ ആൻസർ ടു ഹിസ് ക്വസ്റ്റ്യൻ. ഡോക്ടർ കലാം ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിത പാരായണം ചെയ്യുകയാണ്. ദ ടൈറ്റിൽ ഓഫ് ദ പോം വാസ് ഐ വിൽ ഫ്ലൈ. ഡോക്ടർ APJ അബ്ദുൽ കലാം റിസൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കവിതയുടെ ടൈറ്റിൽ എന്തായിരുന്നു? ഐ വിൽ ഫ്ലൈ എന്നായിരുന്നു. ദ തീം ഓഫ് ദ പോം വാസ് കോൺഫിഡൻസ്. ഐ വിൽ ഫ്ലൈ എന്ന ആ ഒരു കവിതയുടെ തീം, ആശയം എന്തായിരുന്നു? കോൺഫിഡൻസ്, ആത്മവിശ്വാസമായിരുന്നു. Then through this poem, Dr. Kalam provides confidence to the boy and the audience to achieve their dream. അങ്ങനെ ഈ ഒരു കവിതയിലൂടെ, ഐ വിൽ ഫ്ലൈ എന്ന ഈ ഒരു കവിതയിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ആ ഒരു ആൺകുട്ടിക്കും അതുപോലെ തന്നെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ഓഡിയൻസിനും എന്ത് നൽകിയാണ്? കോൺഫിഡൻസ്, ആത്മവിശ്വാസം നൽകിയാണ്. ഓക്കെ, ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഡോക്ടർ കലാം ഈ ഒരു സ്പീച്ചിലൂടെ നമ്മോട് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു ഗ്രാമത്തിലുള്ള ഒരു ആൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് ഈ ഒരു സ്പീച്ചിലൂടെ ഡോക്ടർ കലാം നമ്മോട് ഷെയർ ചെയ്യുന്നത്. Then at the end of this speech, he says us to become unique in our life. അങ്ങനെ ഈ ഒരു പ്രസംഗത്തിൻ്റെ അവസാനത്തിലൂടെ ഡോക്ടർ കലാം നമ്മോട് പറയുകയാണ് ടു ബിക്കം യുണീക്ക് ആവാൻ, അതായത് അതുല്യരാകാൻ നമ്മോട് പറയുകയാണ്. ഹി സേസ് ടു ബിക്കം യുണീക്ക്, ഡോണ്ട് ഫോളോ അതേഴ്സ്. അദ്ദേഹം നമ്മോട് പറയുകയാണ് നാം യുണീക്കാകണം, അതുല്യരാകണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരെ ഫോളോ ചെയ്യരുത് എന്നുള്ളതും നാം നമ്മുടേതായ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നും അദ്ദേഹം നമ്മോട് ഉപദേശിക്കുകയാണ്.
He says we should work hard till we achieve our goal. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ നാം ഹാർഡ് വർക്ക് ചെയ്യണം എന്നും ഡോക്ടർ കലാം നമ്മോട് ഉപദേശിക്കുകയാണ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഐ വിൽ ഫ്ലൈ എന്ന സ്പീച്ചിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. Quest for a theory of everything. It's a profile of സ്റ്റീഫൻ ഹോക്കിംഗ്. ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലാണ്. എന്താണ് പ്രൊഫൈൽ എന്നത്? പ്രൊഫൈൽ എന്നാൽ ജീവചരിത്രം അല്ലേ, അതായത് ഒരാളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുന്നതാണ് ജീവചരിത്രം, അതായത് പ്രൊഫൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഇതെന്താണ് നമ്മളിവിടെ പഠിക്കുന്നത്? സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലാണ്. അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊഫൈലിലൂടെ നാം പഠിക്കുന്നത്. ഹു വാസ് സ്റ്റീഫൻ ഹോക്കിംഗ്? ആരായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്? ഹി വാസ് എ വേൾഡ് ഫേമസ് സയൻറ്റിസ്റ്റ്. ലോക പ്രശസ്തനായിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ആര്? സ്റ്റീഫൻ ഹോക്കിംഗ്. ലോകത്ത് അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. ഹി വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ദെൻ ഹിസ് പാരൻസ് വെർ നോട്ട് വെൽത്തി. അദ്ദേഹത്തിൻ്റെ കുടുംബം, അതായത് അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ വലിയ സമ്പന്നരൊന്നും ആയിരുന്നില്ല. വെൽത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പന്നർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അത്ര സമ്പന്നരൊന്നും ആയിരുന്നില്ല, അത്ര റിച്ചൊന്നും ആയിരുന്നില്ല. ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. അവർ സമ്പന്നരല്ലായിരുന്നു എങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. അതായത് അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ രക്ഷിതാക്കൾ അത്ര സമ്പന്നരല്ലായിരുന്നു എങ്കിലും അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം നന്നായിട്ട് അറിയാമായിരുന്നു. ദേ ഡിസൈഡഡ് ടു സെൻഡ് ഹിം ടു എ ഗുഡ് സ്കൂൾ. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ, കുട്ടിയായിരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അവർ നല്ലൊരു സ്കൂളിലേക്ക് അയക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ദ നെയിം ഓഫ് ദ സ്കൂൾ ഈസ് വെസ്റ്റ് മിനിസ്റ്റർ. ആ സ്കൂളിലെ പേരെന്താണ്? വെസ്റ്റ് മിനിസ്റ്റർ എന്നാണ്. വെസ്റ്റ് മിനിസ്റ്റർ എന്നത് ഇറ്റ്സ് എ ഫേമസ് സ്കൂൾ ഇൻ ലണ്ടൻ. ലണ്ടനിലെ വളരെ പ്രശസ്തമായ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ് വെസ്റ്റ് മിനിസ്റ്റർ എന്നത്. ഓക്കെ, ആ ഒരു സ്കൂളിലേക്ക് അയക്കാനാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാരൻസ് അവനെ ആ ഒരു സ്കൂളിലേക്ക് അയക്കാനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഫേമസ് സ്കൂൾ ഇൻ ലണ്ടൻ. ലണ്ടനിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളാണ് വെസ്റ്റ് മിനിസ്റ്റർ എന്നത്. ബട്ട് ഹി കുഡിൻറ്റ് റൈറ്റ് ദ എൻട്രൻസ് എക്സാം ടു ദാറ്റ് സ്കൂൾ. പക്ഷേ ആ ഒരു സ്കൂളിലേക്ക് പ്രവേശനത്തിനുള്ള എൻട്രൻസ് എക്സാം എഴുതാൻ അവന് സ്റ്റീഫൻ ഹോക്കിങ്ങിന് സാധിച്ചില്ല. കാരണം എന്താണ്? ഹി വാസ് ഇൽ അറ്റ് ദ ടൈം ഓഫ് ദാറ്റ് എക്സാം. ആ ഒരു എക്സാമിൻ്റെ, ആ ഒരു പരീക്ഷയുടെ സമയത്ത് അവന് ഇല്ലെന്ന അസുഖം. അപ്പോൾ അവന് അസുഖമായതുകൊണ്ട് തന്നെ വെസ്റ്റ് മിനിസ്റ്റർ എന്ന ആ ഫേമസ് ആയിട്ടുള്ള സ്കൂളിലേക്കുള്ള എൻട്രൻസ് എക്സാം എഴുതാൻ അവന് സാധിച്ചില്ല. സോ ഹി അറ്റൻഡഡ് ഇൻ അനദർ സ്കൂൾ. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്കൂളിലാണ് അവന് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ഹിസ് ഡ്രീം വാസ് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഒരു ശാസ്ത്രജ്ഞനാവാനായിരുന്നു അവൻ്റെ ആഗ്രഹം. ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മാത്സ് ആൻഡ് ഫിസിക്സ്. കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ മാത്സിലും അതുപോലെ തന്നെ ഫിസിക്സിലും വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു അവന് പഠിക്കാൻ. ദെൻ ഹി സ്റ്റഡീഡ് വെൽ. അവൻ നന്നായിട്ട് പഠിച്ചു. ദെൻ ഹി കംപ്ലീറ്റഡ് ഹിസ് ഗ്രാജുവേഷൻ ഫ്രം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അങ്ങനെ അദ്ദേഹം പഠിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ, അതായത് ബിരുദം, ഡിഗ്രി പൂർത്തിയാക്കിയത് എവിടെ വെച്ചാണ്? ഓക്സ്ഫോർഡിൽ വെച്ചാണ്. ഓക്കെ, ലോക പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് എന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ, ബിരുദം പൂർത്തിയാക്കിയത് എവിടെ വെച്ചാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്. ആൻഡ് ഹി കംപ്ലീറ്റഡ് ഹിസ് PhD ഫ്രം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ PhD, അതായത് ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ആക്കിയത് എവിടെ വെച്ചിട്ടാണ്? കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്. അപ്പോൾ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്നതും ലോകപ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ അതായത് അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചു, അതുപോലെ തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹം പഠിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കി, അതുപോലെ തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റും പൂർത്തിയാക്കി. ഹി ഫേസ്ഡ് മെനി പ്രോബ്ലംസ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് സ്റ്റഡി. അദ്ദേഹം പഠിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ പഠന സമയങ്ങളിലൊക്കെ അദ്ദേഹം ധാരാളം പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. എന്തൊക്കെയായിരുന്നു ആ ഒരു പ്രയാസങ്ങൾ? നമുക്കൊന്ന് നോക്കാം. ഹി ഹാഡ് ഫാളൻ മെനി ടൈംസ് വിത്തൗട്ട് എനി റീസൺ. അദ്ദേഹം പല തവണ
ഫാളൻ വീണിട്ടുണ്ടായിരുന്നു വിത്തൗട്ട് എനി റീസൺ, ഒരു കാരണമില്ലാതെ. അദ്ദേഹം അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കാരണമില്ലാതെ തട്ടി തടയാതെ തന്നെ പെട്ടെന്ന് ഒരു കാരണമില്ലാതെ അദ്ദേഹം പെട്ടെന്ന് വീഴുമായിരുന്നു. അതുപോലെ തന്നെ ഹി ഹാഡ് ഫെൽറ്റ് ഡിഫിക്കൽട്ട് ടു ടൈ ഹിസ് ഷൂസ്. അദ്ദേഹത്തിൻ്റെ ഷൂവിൻ്റെ ടൈ കെട്ടാൻ പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് വളരെയധികം ശാരീരികമായ വളരെ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു പഠിക്കണ സമയത്ത്. അതുപോലെ തന്നെ ഹി ഹാഡ് ഫെൽറ്റ് ഡിഫിക്കൽട്ട് ടു ടോക്ക്. പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ പല സമയത്തും സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചിരുന്നു ഈ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ. ഹി ബിക്കെയിം എ പേഷ്യൻറ്റ്. അങ്ങനെ അദ്ദേഹം എന്താണ്, അതൊക്കെ രോഗത്തിൻ്റെ ലക്ഷണമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു രോഗിയായി മാറി. ഓക്കെ, ഹി ബിക്കെയിം എ പേഷ്യൻറ്റ്, അദ്ദേഹം ഒരു രോഗിയായി മാറി. ദ ഡിസീസ് വാസ് സീരിയസ്. അദ്ദേഹത്തിൻ്റെ അസുഖം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നു. ഇറ്റ് അഫക്റ്റഡ് ഹിസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം ബാധിച്ചത് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ, തലച്ചോറിനെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡിയുമായിരുന്നു. അതായത് നമ്മുടെ നട്ടിലിനെയും തലച്ചോറിനെയൊക്കെ ബാധിപ്പിക്കുന്ന ആ ഒരു സുഷുമ്നാ നാഡിയെയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം അദ്ദേഹത്തെ ബാധിച്ചത്. അതായത് അദ്ദേഹത്തിനുണ്ടായിരുന്ന അസുഖം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നു. ദ നെയിം ഓഫ് ദ ഡിസീസ് ഈസ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിസ്. ഓക്കെ, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു അസുഖത്തിൻ്റെ പേര്. അപ്പോൾ ഇതൊരു മാരകമായിട്ടുള്ളൊരു അസുഖമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ബ്രെയിനെയും അതുപോലെ തന്നെ സുഷുമ്നാ നാഡിയെയൊക്കെ ബാധിച്ച ഒരു മാരകമായിട്ടുള്ളൊരു അസുഖമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ഷോക്കിംഗ് ന്യൂസ് ഫോർ ഹോക്കിംഗ്. പഠിക്കുന്ന സമയത്ത് തന്നെ ഈ അസുഖം ഉണ്ടായത് സ്റ്റീഫൻ ഹോക്കിങ്ങിന് വളരെയധികം ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ഹി വാസ് ഡിപ്രസ്ഡ്. അദ്ദേഹം ആകെ ഡിപ്രസ്ഡായി. ദെൻ അദ്ദേഹത്തിന് ആകെ വിഷമായി, അല്ലെങ്കിൽ മാനസികമായി അദ്ദേഹം വളരെയധികം തളർന്നു ഈ ഒരു അസുഖം ഉണ്ടായ സമയത്ത്. ഹി ഡിഡൻറ്റ് നോ വാട്ട് ടു ഡു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ആ ഒരു അസുഖമുള്ള സമയത്ത് എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ദെൻ ഹി ഫേസ്ഡ് ദ സിറ്റുവേഷൻ പോസിറ്റീവ്ലി. പക്ഷേ അദ്ദേഹം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ, ഈ ഒരു സിറ്റുവേഷനൊക്കെ എന്ത് ചെയ്തു, പോസിറ്റീവായിട്ട് നേരിട്ടു. ദെൻ ആ ഒരു സമയത്ത് തന്നെ ഹി മാരീഡ് ജെയിൻ വൈൽഡ്. ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഹിസ് വൈഫ് സപ്പോർട്ടഡ് ഹിം ടു കണ്ടിന്യൂ ഹിസ് സ്റ്റഡീസ്. അങ്ങനെ അദ്ദേഹം വിവാഹമൊക്കെ കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനെ സഹായിച്ചു ടു കണ്ടിന്യൂ ഹിസ് സ്റ്റഡീസ്. പഠനങ്ങളൊക്കെ തുടരാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിട്ടുള്ള ജെയിൻ വൈൽഡ് അദ്ദേഹത്തെ നന്നായിട്ട് സഹായിച്ചു. ഷീ ഗേവ് ഹിം കോൺഫിഡൻസ്. അവൾ അദ്ദേഹത്തിന് എന്ത് നൽകി, ആത്മവിശ്വാസം നൽകി. ഓക്കെ, അങ്ങനെ ഭാര്യയുടെ സഹായത്തോടു കൂടി അദ്ദേഹം വീണ്ടും പഠനം കണ്ടിന്യൂ ചെയ്തു, തുടർന്നു. വാൾട്ട് വോൾട്ടോസ്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ, സെൻഡ് ഹിം എ പ്രോഗ്രാം ഇക്വലൈസർ. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ ഒരു കമ്പനി, വാൾട്ട് വോൾട്ടോസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കാലിഫോർണിയയിലെ ഒരു കമ്പനി എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഒരു ഇക്വലൈസർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഓക്കെ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അദ്ദേഹത്തിന് കൊടുത്തു. ഇറ്റ് ഹെൽപ്ഡ് ഹിം ടു സിലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ. ഓക്കെ, ഈ ഒരു ഇക്വലൈസർ എന്ന് പറയുന്ന ഈ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം സ്ക്രീനിൽ ടച്ച് ചെയ്ത് വാക്കുകളൊക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. ദെൻ ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ് എ ബുക്ക് അബൌട്ട് ദ യൂണിവേഴ്സ്. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ ഈ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ തുടങ്ങി. ഓക്കെ, അതായത് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ഈ ഒരു ഇക്വലൈസർ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ തുടങ്ങി. Equalizer helps him to select words from the screen. ഈ equalizer എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം, കമ്പ്യൂട്ടർ പ്രോഗ്രാം അദ്ദേഹത്തിന് എന്താണ്, ഇതിനൊക്കെ സഹായം നൽകി. അങ്ങനെ ഹി കംപ്ലീറ്റഡ് എ ബുക്ക്. അങ്ങനെ അദ്ദേഹം ഒരു പുസ്തകം പൂർത്തിയാക്കി. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് എഴുതുന്ന ഒരു പുസ്തകം അദ്ദേഹം പൂർത്തിയാക്കി. ദ നെയിം ഓഫ് ഹിസ് ബുക്ക് ഈസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നത്. അങ്ങനെ ഹി ബിക്കെയിം എ വേൾഡ് ഫേമസ് സയൻറ്റിസ്റ്റ്. അങ്ങനെ അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായി, ധാരാളം കണ്ടുപിടുത്തങ്ങളെ കണ്ടുപിടിച്ച് അങ്ങനെ ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായി മാറി. ഹി അച്ചീവ്ഡ് ഹിസ് ഡ്രീം. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്തായിരുന്നു, ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരു ശാസ്ത്രജ്ഞനാകുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഓവർകം ചെയ്ത് അദ്ദേഹം ഒരു വലിയൊരു ശാസ്ത്രജ്ഞനായി മാറി.
ദെൻ ഹി ഈസ് എ റോൾ മോഡൽ ടു ഓൾ പീപ്പിൾ. ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരു റോൾ മോഡലാണ് അദ്ദേഹം. കാരണം എന്താണ്, എല്ലാ സാഹചര്യങ്ങളെയും ബുദ്ധിമുട്ടായ സാഹചര്യങ്ങൾ അദ്ദേഹം പോസിറ്റീവായി നേരിട്ടു. കാരണം എന്താ, ഹി ഫേസ്ഡ് ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ് വിത്ത് പോസിറ്റീവ് മൈൻഡ്. അദ്ദേഹം നേരിട്ട എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള മനസ്സോടുകൂടി എല്ലാത്തിനെയും നേരിട്ടു. ഹി ഓവർകെയിം ഹിസ് പ്രോബ്ലംസ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം ഓവർകം ചെയ്തു, തരണം ചെയ്തു. ത്രൂ ഹിസ് ലൈഫ് ഹി പ്രൂവ്ഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു, ലോകത്തിന് മുമ്പായിട്ട് തെളിയിച്ചു എന്ത്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അസാധ്യമായിട്ടുള്ളത് ഒന്നും ലോകത്തില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. എങ്ങനെയാണ് അദ്ദേഹം തെളിയിച്ചത്? ഹി ഓവർകെയിം ഓൾ ഹിസ് ഡിസേബിലിറ്റീസ് ആൻഡ് അച്ചീവ്ഡ് ഹിസ് ഡ്രീം. അദ്ദേഹത്തിൻ്റെ എല്ലാ പോരായ്മകളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ അദ്ദേഹം ഓവർകം ചെയ്തു, നേരിട്ടു, തരണം ചെയ്തു. ആൻഡ് അച്ചീവ്ഡ് ഹിസ് ഡ്രീം. അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹം അച്ചീവ് ചെയ്തു, നേടിയെടുത്തു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്തായിരുന്നു? ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. ലോക പ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റ് ആവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ അദ്ദേഹം ഓവർകം ചെയ്ത് അങ്ങനെ അദ്ദേഹം ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായി മാറി. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഫൈലിലൂടെ പറയുന്നത്. അതായത് ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു പ്രൊഫൈൽ പറയുന്നത്. ഇതിലെന്താണ് പറയുന്നത്? അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പല അസുഖങ്ങളും അദ്ദേഹം നേരിട്ടു എങ്കിലും അതിനൊക്കെ അദ്ദേഹം പോസിറ്റീവ് മൈൻഡോട് കൂടി അദ്ദേഹം നേരിട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു സ്വപ്നമായിരുന്നു ടു ബിക്കം എ ഫേമസ് സയൻറ്റിസ്റ്റ്, ലോക പ്രശസ്തനായൊരു ശാസ്ത്രജ്ഞനാവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് അദ്ദേഹം എന്ത് ചെയ്തു? അച്ചീവ് ചെയ്തു. എങ്ങനെ? ഹി ഓവർകെയിം ഓൾ ഹിസ് ഡിസേബിലിറ്റീസ് ആൻഡ് പ്രോബ്ലംസ്. എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ അദ്ദേഹം ഓവർകം ചെയ്ത് അദ്ദേഹം ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായി മാറി. ആൻഡ് ഹി ബിക്കെയിം എ യുണീക്ക് മാൻ ഇൻ ദ വേൾഡ്. ലോകത്തിലൊരു യുണീക്കായിട്ടുള്ള അതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനായി മാറി. ഓക്കെ, ഇതിന് മുമ്പുള്ള പാഠത്തിൽ പറയുന്നുണ്ട്, ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മോട് പറയുന്നുണ്ട് ഇതൊരു യുണീക്കാവാൻ, അതുല്യനാകാൻ. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാമെന്ത്, സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തിലെ ഒരു യുണീക്കായിട്ടുള്ള മനുഷ്യനാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ ഒരു പ്രൊഫൈലിലൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ഒന്നാം യൂണിറ്റിലെ 4ാം ചാപ്റ്ററായ ഈഫ് എന്ന കവിതയുടെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ഈഫ് എങ്കിൽ. ഈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. റുഡിയാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ഈഫ്. ഇറ്റ്സ് എ ഡിഡാക്റ്റിക് പോം. ഇതൊരു ഉപദേശം നൽകുന്ന, ഒരു സന്ദേശം നൽകുന്ന ഒരു കവിതയാണ്. Then the theme of the poem is qualities of greatness or traits of a perfect man. ഈഫ് എന്ന ഈ ഒരു കവിതയുടെ ആശയമായിട്ട് വരുന്നത് ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ്, മഹത്വത്തിൻ്റെ ഗുണങ്ങളാണ്. അതല്ലെങ്കിൽ ട്രേറ്റ്സ് ഓഫ് എ പെർഫെക്റ്റ് മാൻ, എല്ലാം തികഞ്ഞ നല്ല ഒരു മനുഷ്യൻ്റെ ട്രേറ്റ്സ്, ഗുണങ്ങളാണ് ഈ ഒരു കവിതയുടെ ആശയമായിട്ട് വരുന്നത്. ഈ ഒരു കവിതയിലൂടെ കവി നമ്മോട് പറയുന്ന നല്ല മനുഷ്യൻ്റെ അതല്ലെങ്കിൽ ഗ്രേറ്റ്നെസ്, മഹത്വത്തിൻ്റെ ചില ഗുണങ്ങളാണ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, പേഷ്യൻസ്, ക്ഷമ, ഓണസ്റ്റി, സത്യസന്ധത, കറേജ്, ധൈര്യം, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, ഗുഡ് ബിഹേവിയർ, നല്ല പെരുമാറ്റം. ഓക്കെ, തുടങ്ങിയ ഗുണങ്ങളാണ് നല്ല മനുഷ്യൻ്റെതായിട്ട് ഈ ഒരു കവിതയിലൂടെ നമ്മോട് കവി പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. ഹിയർ ഇൻ ദിസ് പോം എ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ഓൺ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. ഈ ഒരു കവിതയിലൂടെ ഒരു അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ് എങ്ങനെ നല്ല ഒരു മനുഷ്യനാകാം എന്നതിനെക്കുറിച്ച്. അതായത് എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം എന്നതിനെക്കുറിച്ച് ഒരു അച്ഛൻ മകനെ ഉപദേശിക്കുന്നതാണ് ഈ ഒരു കവിതയിലൂടെ വിശദീകരിക്കുന്നത്. ദാറ്റ് ഈസ് ദ സ്പീക്കർ ഓഫ് ദിസ് പോം ഈസ് എ ഫാദർ. ഈ ഒരു കവിതയിലൂടെ സംസാരിക്കുന്നത് ഒരു അച്ഛനാണ്, അതായത് അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ്. ദ ഫാദർ അഡ്വൈസസ് ഹി സൺ ഓൺ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ് എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യണം എന്നുള്ളതും എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യരുത് എന്നതിനെക്കുറിച്ച് അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ്. Then at the end of this poem, the father says to his son that if he follows his advice, he will become a perfect man. അങ്ങനെ ഈ ഒരു കവിതയിലൂടെ അച്ഛൻ മകന് ധാരാളം ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവസാനമായിട്ട് അച്ഛൻ പറയുകയാണ്, അച്ഛൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം മകൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ, മകൻ ചെയ്യുകയാണെങ്കിൽ അവൻ നല്ല ഒരു മനുഷ്യനാകും എന്ന് അച്ഛൻ മകനോട് പറയുകയാണ്. Then the message of this poem is to become a successful man, one should have some good qualities. ഈഫ് എന്ന ഈ ഒരു കവിതയുടെ സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് നല്ല ഒരു മനുഷ്യനാകണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ചില നല്ല ഗുണങ്ങൾ ഉണ്ടാകണം എന്നാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ നല്ല മനുഷ്യൻ്റേതായിട്ട് പറയുന്നത്? കോൺഫിഡൻസ്, ആത്മവിശ്വാസം, പേഷ്യൻസ്, ക്ഷമ, ഓണസ്റ്റി, സത്യസന്ധത, കറേജ്, ധൈര്യം,
ഹാർഡ് വർക്ക് കഠിനാധ്വാനം, ഗുഡ് ബിഹേവിയർ നല്ല പെരുമാറ്റം. ഇത്രയും നല്ല ഗുണങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ നല്ല മനുഷ്യൻ്റേതായിട്ട് കവി പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈഫ് എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഒന്നാം യൂണിറ്റിലെ 3 ചാപ്റ്ററുകളാണ്, അതായത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ദെൻ ഐ വിൽ ഫ്ലൈ, ദെൻ ഈഫ് എന്നീ 3 ചാപ്റ്ററുകളുടെ സമ്മറിയാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 3 ചാപ്റ്ററുകളിലും പൊതുവായിട്ട് വരുന്ന തീം, ആശയം എന്നത് സക്സസ് ആണ്, അതായത് വിജയത്തെക്കുറിച്ചാണ് ഈ ഒരു 3 ചാപ്റ്ററുകളിലും നമ്മോട് പറയുന്നത്. ദെൻ ഇനി നമുക്ക് 2ാം യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. 2ാം യൂണിറ്റിലെ 1ാം ചാപ്റ്ററായ ആൻഡ് ദെൻ ഗാന്ധി കെയിം, പിന്നീട് ഗാന്ധിജി വന്നു. And then Gandhi came is a part from Jawaharlal Nehru's book The Discovery of India. ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഏതാനും ചില ഭാഗങ്ങളാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നാം പഠിക്കുന്നത്. നെഹ്റു റൈറ്റ്സ് അബൌട്ട് ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധി ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള യഥാസമയത്തുള്ള കടന്നുവരവിനെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു ഈ ഒരു പുസ്തകത്തിലൂടെ എഴുതുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ജവഹർലാൽ നെഹ്റു നമ്മോട് പറയുന്നത്? നെഹ്റു ടെൽസ് അബൌട്ട് ദ അൺസർട്ടൻ കണ്ടീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. ഈ ഒരു എസ്സേയുടെ തുടക്കത്തിലൂടെ ജവഹർലാൽ നെഹ്റു പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തുള്ള ഒരു അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ്, വളരെ പരിതാപകരമായിട്ടുള്ള ഇന്ത്യക്കാരുടെ അവസ്ഥയെക്കുറിച്ചാണ്. ദെൻ ഹി ടെൽസ് അബൌട്ട് ഗാന്ധീസ് ടൈംലി അറൈവൽ ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിജിയുടെ യഥാസമയത്തുള്ള വരവിനെക്കുറിച്ചാണ്. Then he tells about Gandhi's teachings and methods for acquiring freedom. പിന്നീട് അദ്ദേഹം പറയുന്നത് ഗാന്ധിസ് ടീച്ചിങ്സ് ആൻഡ് മെത്തേഡ്സ്, ഗാന്ധിജിയുടെ പഠന രീതികളെക്കുറിച്ചാണ്, നമ്മെ പഠിപ്പിക്കുന്ന രീതികളെക്കുറിച്ചാണ്. ഫോർ അക്വയറിങ് ഫ്രീഡം, സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ പഠിപ്പിച്ച രീതികളെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം നമ്മോട് പറയുന്നത്. Then he also tells about Gandhi's dream on India. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ട് ജവഹർലാൽ നെഹ്റു പറയുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ചാണ്, അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ സ്വപ്നത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിലായിട്ട് ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദീസ് ആർ ദ കണ്ടൻറ് ഓഫ് ദിസ് ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻ്റായിട്ട് വരുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തുള്ള ഇന്ത്യയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയും പിന്നീട് ഗാന്ധിജിയുടെ യഥാസമയത്തുള്ള ഇന്ത്യയിലേക്കുള്ള വരവിനെക്കുറിച്ചും, ദെൻ പിന്നീട് ഗാന്ധിജിയുടെ ടീച്ചിങ്സിനെ കുറിച്ചും, അതായത് സ്വതന്ത്രത്തെക്കുറിച്ച് എങ്ങനെയാണ് ഗാന്ധിജി ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളിൽ ഒരു അവബോധം ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ചും, അവസാനമായിട്ട് ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിയുടെ സ്വപ്നങ്ങളുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്ത്യൻസ് വെയർ ഫേസിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുകയായിരുന്നു. The problems were poverty, unemployment, starvation, etc. എന്തൊക്കെയായിരുന്നു ഇന്ത്യക്കാർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ? പോവർട്ടി, ദാരിദ്ര്യം; അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ; സ്റ്റാർവേഷൻ, പട്ടിണി. ആൻഡ് ഇന്ത്യൻസ് വെയർ ഹോപ്പ്ലെസ് ആൻഡ് ഹെൽപ്ലെസ്. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഹോപ്പ്ലെസ്, പ്രതീക്ഷയില്ലാത്തവരായിരുന്നു; ഹെൽപ്ലെസ്, നിസ്സഹായരായിരുന്നു. ദിസ് വാസ് ദ അൺസർട്ടൻ കണ്ടീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. ഇതായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തുള്ള ഇന്ത്യയുടെ ഒരു അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥ. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ആ ഒരു സമയത്താണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ഹി എമേർജ്ഡ് ഫ്രം ദ മില്യൺസ് ഓഫ് പീപ്പിൾ. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് ലക്ഷക്കണക്കിനായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ വെച്ചായിരുന്നു. അതായത് ഗാന്ധി വാസ് എൻ ഓർഡിനറി മാൻ. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ദെൻ നെഹ്റു സെയ്സ് ഗാന്ധിസ് അറൈവൽ ടു ഇന്ത്യൻ പൊളിറ്റിക്സ് വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള യഥാസമയത്തുള്ള കടന്നുവരവിനെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറയുന്നത് അതൊരു ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്, ഇരുട്ടിനെ ഇല്ലാതാക്കിയ ഒരു പ്രകാശകിരണം പോലെയായിരുന്നു ഗാന്ധിജിയുടെ കടന്നുവരവ് എന്നാണ്. ഗാന്ധി വാണ്ടഡ് ടു അവോയ്ഡ് പോവർട്ടി ആൻഡ് മിസറി ഫ്രം ദ ലൈഫ്സ് ഓഫ് മില്യൺസ് ഓഫ് ഇന്ത്യൻസ്. ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിൽ നിന്നും അതുപോലെ തന്നെ മിസറി, ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കാനായിരുന്നു ഗാന്ധിജി ശ്രമിച്ചത്. The main problem of Indians under British rule was fear of everything. ഗാന്ധിജി പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് പേടിയായിരുന്നു. ഫിയർ ഓഫ് എവറിത്തിങ്, എല്ലാത്തിനെയും ഇന്ത്യക്കാർക്ക് പേടിയായിരുന്നു.
ഫിയർ ഓഫ് ദ ആർമി, ഫിയർ ഓഫ് ദ പോലീസ്, ഫിയർ ഓഫ് ദ ലോ, ലാൻഡ് ലോഡ് എറ്റ്സെട്ര. അതായത് ആർമിയെ പേടിയായിരുന്നു, പട്ടാളത്തെ പേടിയായിരുന്നു, പോലീസിനെ പേടിയായിരുന്നു, നിയമങ്ങളെ പേടിയായിരുന്നു, ലാൻഡ് ലോഡ് ജന്മികളെയും പേടിയായിരുന്നു. അതായത് ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം പേടിയായിരുന്നു, ഫിയർ ആയിരുന്നു. ദെൻ ദ എസെൻസ് ഓഫ് ഗാന്ധിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. എന്നാൽ ഗാന്ധിജി നമുക്ക് പറഞ്ഞു തന്നത് എന്തിനെക്കുറിച്ചായിരുന്നു? ഫിയർലെസ്നെസ്, പേടിയില്ലായ്മയെക്കുറിച്ചും, ആൻഡ് ട്രൂത്ത്, സത്യത്തെക്കുറിച്ചുമായിരുന്നു ഗാന്ധിജി നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഗാന്ധിജിയുടെ പ്രസംഗങ്ങളുടെ കാതലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഫിയർലെസ്നെസ്, പേടിയില്ലായ്മ, അതുപോലെ തന്നെ ട്രൂത്ത്, സത്യവുമായിരുന്നു. ഹിസ് ടീച്ചിങ്സ് വെയർ സൈക്കോളജിക്കൽ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം മനഃശാസ്ത്രപരമായിരുന്നു. ആൻഡ് ഹിസ് ടീച്ചിങ്സ് ചേഞ്ച് ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ, അങ്ങനെ ഗാന്ധിയുടെ ഉപദേശങ്ങൾ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സ് മാറ്റുകയാണ്. ആൻഡ് ഹിസ് സ്പീച്ചസ് റിമൂവ് ദ ഫിയർ ഓഫ് ദ പീപ്പിൾ, അങ്ങനെ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ പേടിയെ ഇല്ലാതാക്കുകയാണ്. ഗാന്ധി റേസ്ഡ് ഹി സ്ട്രോങ് വോയിസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ശബ്ദമുയർത്തി. അതായത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിച്ചു. ദെൻ ഹി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ, അദ്ദേഹം ലക്ഷക്കണക്കിനായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ സ്വാധീനിക്കുകയും ചെയ്തു. ഹിസ് സ്പീച്ചസ് വെയർ ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഷയിലായിരുന്നു. ആൻഡ് ഹി വാസ് എ സിംബൽ ഓഫ് ട്രൂത്ത്, അദ്ദേഹം സത്യത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. ഹിസ് വേർഡ്സ് വെയർ ഹിസ് ആക്ഷൻസ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്, അദ്ദേഹം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് ആഹ്വാനം ചെയ്തത് 2 കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. അതായത് 2 കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനായിരുന്നു ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് ഗാന്ധി ആഹ്വാനം ചെയ്തത്. ഫസ്റ്റ് വാസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, ആദ്യം തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിരുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു? ഫോർ ദി ഫ്രീഡം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനാണ് അദ്ദേഹം ആദ്യം തന്നെ ആഹ്വാനം ചെയ്തത്, അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ദെൻ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് പ്രവർത്തിക്കാനായിട്ട് പറഞ്ഞത് അദ്ദേഹം രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് വാസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ സോഷ്യൽ ഈവിൾസ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ദുരാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു. ഇറ്റ് വാസ് ടു ദ നാഷണൽ യൂണിറ്റി, അതെന്തിനു വേണ്ടിയായിരുന്നു? രാജ്യത്തിൻ്റെ ഒരുമയ്ക്ക് വേണ്ടിയായിരുന്നു, ഐക്യത്തിനു വേണ്ടിയായിരുന്നു. ഇവിടെ സോഷ്യൽ ഈവിൾസ്, അതായത് സാമൂഹിക ദുരാചാരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഈവിൾസ് ഇൻക്ലൂഡ് മൈനോറിറ്റി പ്രോബ്ലംസ്, ക്ലാസ് പ്രോബ്ലംസ് ആൻഡ് അൺടച്ചബിലിറ്റി. മൈനോറിറ്റി പ്രോബ്ലംസ്, ന്യൂനപക്ഷ പ്രശ്നങ്ങൾ, ദെൻ ക്ലാസ് പ്രോബ്ലംസ്, ജാതി പ്രശ്നങ്ങൾ, ദെൻ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹിക ദുരാചാരങ്ങളാണ് ഇവിടെ സോഷ്യൽ ഈവിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാന്ധിസ് പ്രസൻസ് മെയ്ഡ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ഇന്ത്യൻ പീപ്പിൾ, ഗാന്ധിജിയുടെ ആ ഒരു സാമീപ്യം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളിൽ വലിയ മാറ്റമുണ്ടാക്കി. ആൻഡ് ഗാന്ധി വാസ് മൗൾഡിങ് എ ന്യൂ ഇന്ത്യ ബേസ്ഡ് ഓൺ ഹിസ് വിഷസ്, ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ഇന്ത്യയെ പടുത്തുയർത്താൻ ശ്രമിക്കുകയായിരുന്നു. അതായത് ഹി ഹാഡ് എ ഗുഡ് ഡ്രീം ഓൺ ഇന്ത്യ, ഇന്ത്യയെക്കുറിച്ച് നല്ല ഒരു സ്വപ്നം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഇൻ ഹിസ് ഡ്രീം ഇന്ത്യ ഓൾ പീപ്പിൾ ആർ സെയിം, ഗാന്ധിയുടെ സ്വപ്നത്തിലെ ഇന്ത്യയിൽ എല്ലാ ആളുകളും തുല്യരാണ്. അതായത് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, പാവപ്പെട്ടവരെന്നോ പണക്കാരോ എന്നൊരു വ്യത്യാസമില്ലാത്ത ഒരു ഇന്ത്യയായിരുന്നു. ദെൻ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്, ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ഡിഫറൻസ് ഇല്ലാത്ത, വ്യത്യാസമില്ലാത്ത ഒരു ഇന്ത്യയായിരുന്നു ഗാന്ധിയുടെ ഇന്ത്യ. ആൻഡ് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ, മെൻ ആൻഡ് വിമൻ ഹാവ് ദ സെയിം റൈറ്റ്സ്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്ന ഇന്ത്യ. ആൻഡ് ഹി വാസ് എഗെയിൻസ്റ്റ് ദ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിരുന്നു ഗാന്ധിജി. ഇൻ ഹിസ് ഡ്രീം ഇന്ത്യ ദർ ആർ നോ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, മദ്യമോ മയക്കുമരുന്നോ ഇല്ലാത്ത ഒരു സ്വപ്ന ഇന്ത്യയായിരുന്നു ഗാന്ധിയുടെ ഇന്ത്യ. ആൻഡ് ദർ ഈസ് നോ അൺടച്ചബിലിറ്റി ഇൻ ഹിസ് ഡ്രീം ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലെ ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മയില്ലായിരുന്നു. ദിസ് വാസ് ദ ഇന്ത്യ ഇൻ ഹിസ് ഡ്രീം, ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയായിരുന്നു ഗാന്ധിയുടെ സ്വപ്നത്തിലെ ഇന്ത്യ. ഹി ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻ വിതിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്, എല്ലാ മതങ്ങളെയും അദ്ദേഹം സത്യത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. ആൻഡ് ഹി സേയ്സ് ഇന്ത്യൻ കൾച്ചർ ഈസ് എ മിക്സ്ചർ ഓഫ് ഓൾ റിലീജിയൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സംസ്കാരം എന്നത് എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടതാണ്. ഇനി ഗാന്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് എ മാൻ ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ഹി വാസ് ട്രൂ ടു ഹിസ് വേർഡ്സ്, ഹിസ് ലൈഫ് ഈസ് ഹിസ് മെസ്സേജ്, ആൻഡ് ഹി സ്പോക്ക് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, ഹി ഹെൽപ്ഡ് ഇന്ത്യ ടു ഗെറ്റ് ഫ്രീഡം. ഹി ഫോട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഹി റോട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതി. ദെൻ ഹി ആക്റ്റഡ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചു. ആൻഡ് പീപ്പിൾ ലവ്ഡ് ഹിം.
ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ വാട്ട് ഈസ് ദ തീം ഓഫ് ദിസ് ചാപ്റ്റർ? ഈ ഒരു ചാപ്റ്ററിൻ്റെ തീം എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് ഡീഡ്സ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ തീമായിട്ട് ആശയമായിട്ട് വരുന്നത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് രണ്ടാം യൂണിറ്റിലെ രണ്ടാം ചാപ്റ്ററായ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയുടെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. പ്രഭാത് കുമാർ മുഖോപാധ്യായ് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ദ മെയിൻ തീം ഓഫ് ദിസ് സ്റ്റോറി ഈസ് ലവ് ഓഫ് എ ഗേൾ ഫോർ ഹെർ ഡെഡ് ബ്രദർ ആൻഡ് ഹെർ മദർ. ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് വരുന്നത് സ്നേഹമാണ്. ഒരു പെൺകുട്ടിയുടെ സ്നേഹമാണ്. ആരോടുള്ള സ്നേഹമാണ്? അവളുടെ മരണപ്പെട്ട സഹോദരനോടും അതുപോലെ തന്നെ അവളുടെ അമ്മയോടുള്ള സ്നേഹമാണ് ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് വരുന്നത്. There are 4 characters in this story. ഈ ഒരു കഥയിൽ ആകെ 4 കഥാപാത്രങ്ങളാണുള്ളത്. The characters in this story are Mr. Gupta, Maggie, Mrs. Clifford and Frank. ഇത്രയും 4 പേരാണ് ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങൾ. ഇനി ഈ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും നിർബന്ധമായിട്ടും നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. മിസ്റ്റർ ഗുപ്ത, ഹീ ഈസ് ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി. ഈ ഒരു കഥയുടെ ആഖ്യാതാവാണ് അദ്ദേഹം. അതായത് ഈ ഒരു കഥ വിവരിക്കുന്നത് അദ്ദേഹമാണ്. ഹീ ഈസ് എൻ ഇന്ത്യൻ. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. ആൻഡ് ഹി ലിവ്സ് ഇൻ ലണ്ടൻ ഫോർ ഹിസ് സിവിൽ സർവീസ് സ്റ്റഡി പേർപ്പസ്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ലണ്ടനിലാണ്. അദ്ദേഹം പഠനാവശ്യത്തിനു വേണ്ടി ഇപ്പോൾ ലണ്ടനിലാണ് താമസിക്കുന്നത്. ദ നെക്സ്റ്റ് ക്യാരക്ടർ മാഗി. മാഗി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മാഗി. ഹെർ ഫുൾ നെയിം ഈസ് അലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അവളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേര് അലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ്. ഷീ ഈസ് എ പുവർ ഇംഗ്ലീഷ് ഗേൾ. അവളൊരു പാവപ്പെട്ട ഇംഗ്ലീഷ് പെൺകുട്ടിയാണ്. ഷീ ഈസ് 13 or 14 years old. 13-14 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. ദ സ്റ്റോറി ഷോസ് ദ ലൈഫ് ഓഫ് ദിസ് യങ് ഗേൾ. ഈ ഒരു കഥ കാണിക്കുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെയാണ്. ഷീ വർക്ക്സ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ ഷോപ്പ്. ഒരു ഷോപ്പിൽ ടൈപ്പിസ്റ്റ് ആയിട്ടാണ് മാഗി ജോലി ചെയ്യുന്നത്. ആൻഡ് ഷീ ഡസൻ ലൈക്ക് ഹെർ ജോബ്. അവൾക്ക് ആ ടൈപ്പിസ്റ്റ് എന്ന ഒരു ജോലി അവൾക്ക് ഇഷ്ടമില്ല. ഷീ ലൈക്സ് ടു ബിക്കം എ സെക്രട്ടറി. അവളുടെ ആഗ്രഹം എന്താണ്? ഒരു സെക്രട്ടറി ആവാനാണ് അവളുടെ ആഗ്രഹം. ആൻഡ് ഷീ ലിവ്സ് വിത്ത് ഹെർ മദർ മിസ്സിസ് ക്ലിഫോർഡ്. അവളുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡിൻ്റെ കൂടെയാണ് മാഗി താമസിക്കുന്നത്. ആൻഡ് ഷീ ലവ്സ് ഹെർ മദർ ആൻഡ് ഹെർ ബ്രദർ ഫ്രാങ്ക് വെരി മച്ച്. അവൾ അവളുടെ അമ്മയെയും അതുപോലെ തന്നെ അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് ക്യാരക്ടർ മിസ്സിസ് ക്ലിഫോർഡ്. മിസ്സിസ് ക്ലിഫോർഡ് ഈസ് മാഗീസ് മദർ. മാഗിയുടെ അമ്മയാണ് മിസ്സിസ് ക്ലിഫോർഡ്. ഷീ ഈസ് എ വിഡോ. അവളൊരു വിധവയാണ്. ഷീ മേക്സ് കേക്ക്സ് ഫോർ ഹെർ ലൈവ്ലിഹുഡ്. അവളുടെ ഉപജീവനത്തിനു വേണ്ടി പണം സമ്പാദിക്കാൻ അവൾ കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് സൂപ്പർസ്റ്റിഷ്യസ്. വലിയ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് മിസ്സിസ് ക്ലിഫോർഡ്. ദ നെക്സ്റ്റ് ക്യാരക്ടർ ഫ്രാങ്ക്. ഫ്രാങ്ക് ഈസ് മാഗീസ് ബ്രദർ. ഫ്രാങ്ക് മാഗിയുടെ സഹോദരനാണ്. ഹി വാസ് എ സോൾജിയർ. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. ആൻഡ് ഹി വാസ് ഇൻ ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിലായിരുന്നു. ഹി വാസ് കിൽഡ് ഇൻ എ ഫൈറ്റിംഗ്. ഒരു പോരാട്ടത്തിൽ, ഒരു യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ബറീഡ് ഇൻ ഇന്ത്യ. അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലായിരുന്നു. ഓക്കെ, ഇത്രയും 4 കഥാപാത്രങ്ങളാണ് ഈ ഒരു കഥയിലുള്ളത്. അതായത് മിസ്റ്റർ ഗുപ്ത, മാഗി, മിസ്സിസ് ക്ലിഫോർഡ് ആൻഡ് ഫ്രാങ്ക്. ആൻഡ് ദ സ്റ്റോറി ഈസ് മൂവ്ഡ് ഫോർവേഡ് ത്രൂ ദ ഡയലോഗ്സ് എമംഗ് ദ 3 മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി. മിസ്റ്റർ ഗുപ്ത, മാഗി ആൻഡ് ഹെർ മദർ മിസ്സിസ് ക്ലിഫോർഡ്. മിസ്റ്റർ ഗുപ്ത, മാഗി, മാഗിയുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡ് എന്നിവരുടെ സംഭാഷണത്തിലൂടെയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ ലണ്ടൻ. ഈ ഒരു കഥ സംഭവിക്കുന്നത് ലണ്ടനിലാണ്. മിസ്റ്റർ ഗുപ്ത മീറ്റ്സ് എ പൂർ ഇംഗ്ലീഷ് ഗേൾ ഫ്രം എ റെസ്റ്റോറൻറ്റ്. ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മിസ്റ്റർ ഗുപ്ത ഒരു പാവപ്പെട്ട ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. ഹെർ നെയിം ഈസ് മാഗി. അവളുടെ പേരാണ് മാഗി. Actually, Maggie was trying to find out an Indian to clarify her doubts on India. മാഗി ഇന്ത്യയെക്കുറിച്ചുള്ള അവളുടെ സംശയങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടാനുള്ള ശ്രമത്തിലായിരുന്നു. ഇന്ത്യയെക്കുറിച്ച് അവൾ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഹെർ ബ്രദർ വാസ് ഇൻ ഇന്ത്യ. അവളുടെ സഹോദരൻ ഇന്ത്യയിലായിരുന്നു. ഹി വാസ് എ സോൾജിയർ. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. ആൻഡ് ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. Maggie's mother thought that India was a dangerous country full of tigers, snakes and beavers. മാഗിയുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡിൻ്റെ ചിന്തയിൽ ഇന്ത്യ വളരെ അപകടകരമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് ഇന്ത്യ മുഴുവൻ കടുവകളും പാമ്പുകളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള അസുഖങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നായിരുന്നു മാഗിയുടെ അമ്മ വിശ്വസിച്ചിരുന്നത്.
അതുകൊണ്ട് തന്നെ മാഗീസ് മദർ വാസ് സെർച്ചിങ് ഫോർ എൻ ഇന്ത്യൻ ടു ക്ലാരിഫൈ ഹെർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. മാഗിയുടെ അമ്മ ഇന്ത്യയെക്കുറിച്ചുള്ള അവളുടെ സംശയങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളെ കാണാനുള്ള ആഗ്രഹത്തിലായിരുന്നു. Then Maggie invites Mr. Gupta to her house and he accepts her invitation. അങ്ങനെ മിസ്റ്റർ ഗുപ്തയെ മാഗി അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ആ ഒരു ക്ഷണം സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിലെത്തിയ സമയത്ത് when Maggie's mother inquired about India, Mr. Gupta describes India to her. അങ്ങനെ മാഗിയുടെ അമ്മ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. നമുക്കറിയാം മാഗിയുടെ അമ്മയുടെ മനസ്സിലെ ഇന്ത്യ എങ്ങനെയുള്ള ഇന്ത്യയാണ്. ഇന്ത്യ മുഴുവൻ കടുവകളും പാമ്പുകളും അതുപോലെ തന്നെ ഡിഫറൻ്റായിട്ട് വ്യത്യസ്തമായ തരത്തിലുള്ള അസുഖങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതായിരുന്നു മാഗിയുടെ അമ്മയുടെ മനസ്സിലുള്ള ഇന്ത്യ. ഓക്കെ, അതിന് മറുപടിയായിട്ട് മിസ്റ്റർ ഗുപ്ത പറയുന്ന ആൻസറാണ് He says, India is a beautiful country and safe to live. Snakes and tigers are in jungles. മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് ഇന്ത്യയെക്കുറിച്ച് വിവരിക്കുകയാണ്. ഇന്ത്യ വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതും അതുപോലെ തന്നെ ജീവിക്കാൻ വളരെ സേഫായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നും ദെൻ പാമ്പുകളും കടുവകളും കാടുകളിലാണ് എന്നും മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് ഇന്ത്യയെക്കുറിച്ച് വിവരിക്കുകയാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള ഈ ഒരു വിവരണം കേട്ട സമയത്ത് മാഗി ആൻഡ് മിസ്സിസ് ക്ലിഫോർഡ് വെയർ വെരി ഗ്ലാഡ് ടു ഹിയർ ദിസ് ഹാപ്പി ന്യൂസ്. ഈ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത, അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ഈ ഒരു വാർത്ത കേട്ട സമയത്ത് മാഗിയും മാഗിയുടെ അമ്മയും വളരെ സന്തോഷിക്കുകയാണ്. അങ്ങനെ മാഗിയുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡും മിസ്റ്റർ ഗുപ്തയും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ മാഗിയുടെ അമ്മ അവളുടെ മകനായിട്ടുള്ള ഫ്രാങ്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. മാഗീസ് മദർ ടെൽസ് ഹിം അബൌട്ട് ഹെർ സൺ ഫ്രാങ്ക്. He was a soldier and he was in Punjab and there was no news from him for a long time. കുറേ കാലമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് അവളുടെ മകനായിട്ടുള്ള ഫ്രാങ്കിൽ നിന്ന് ഒരു വിവരവും ഇല്ല എന്ന് മിസ്റ്റർ ഗുപ്തയോട് മാഗിയുടെ അമ്മ പറയുകയാണ്. ഫ്രാങ്ക് ഹാഡ് സെൻഡ് ദം എ ക്രിസ്റ്റൽ റിംഗ് ഫ്രം ഇന്ത്യ. ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് അവർക്കൊരു പളുങ്കു രൂപത്തിലുള്ള ഒരു മോതിരം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേ ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് എ മാജിക് റിംഗ്. അവർ വിശ്വസിച്ചിരുന്നത് അതൊരു മാജിക് റിംഗ്, അതായത് ഒരു മാന്ത്രിക മോതിരമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. മാഗിയും മാഗിയുടെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡും വിശ്വസിച്ചിരുന്നത്. അങ്ങനെ അവർ വിശ്വസിക്കാൻ കാരണം എന്താണ്? ഫ്രാങ്ക് ഹാഡ് റിട്ടൺ ദാറ്റ് ദ റിംഗ് വാസ് ഗിവൺ ടു ഹിം ബൈ എ യോഗി. ഫ്രാങ്ക് അവർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റിംഗ് ഇന്ത്യയിൽ വെച്ച് അദ്ദേഹത്തിന് കൊടുത്തത് ഒരു യോഗിയാണ് എന്നുള്ളതും. ദ യോഗി ഹാഡ് ടോൾഡ് ദാറ്റ് ദ റിംഗ് വാസ് എ മാജിക്കൽ വൺ. ആ ഒരു യോഗി ആ ഒരു മോതിരം ഫ്രാങ്കിന് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് അതൊരു മാന്ത്രിക മോതിരമാണ് എന്നും ആ ഒരു യോഗി ഫ്രാങ്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാഗിയും മിസ്സിസ് ക്ലിഫോർഡും ഇതൊരു മാന്ത്രിക മോതിരമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആ ഒരു മോതിരത്തിൽ അവർ വിശ്വസിച്ചിരുന്ന മാന്ത്രിക ശക്തി എന്തായിരുന്നു? ഈ സംബഡി ലുക്ഡ് ഇൻ ടു ദ റിംഗ് തിങ്കിങ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് ഈവൻ ഫാർ അവേ ഹി കുഡ് സീ ദ പേഴ്സൺ ആൻഡ് വാട്ട് ഹി വാസ് ഡൂയിങ്. വിദൂരത്തുള്ള ആരെങ്കിലും മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിദൂരത്തുള്ള ആളെ കാണാൻ സാധിക്കും എന്നുള്ളതും അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കാണാനും ആ ഒരു റിങ്ങിലൂടെ സാധിക്കും എന്നുള്ളതായിരുന്നു അവർ വിശ്വസിച്ചിരുന്ന ആ ഒരു അന്ധവിശ്വാസം. ആ ഒരു മോതിരത്തെക്കുറിച്ച് അവർ വിശ്വസിച്ചിരുന്ന ഒരു അന്ധവിശ്വാസം. ഈവൻ ദോ ഇറ്റ് വാസ് എ സൂപ്പർസ്റ്റിഷ്യൻ ദേ ബിലീവ്ഡ് ഇറ്റ്. അതൊരു അന്ധവിശ്വാസമായിരുന്നു എങ്കിൽ കൂടെ അവരത് വിശ്വസിച്ചിരുന്നു. അതായത് മാഗിയും മാഗിയുടെ അമ്മയും ആ ഒരു അന്ധവിശ്വാസം വിശ്വസിച്ചിരുന്നു. ആൻഡ് ദേ ഹാവ് കോൺസെൻട്രേറ്റഡ് അപ്പോൺ ദ റിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ ടു സീ ഫ്രാങ്ക്. അവർ ഫ്രാങ്കിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു റിങ്ങിൽ പലതവണ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഫ്രാങ്കിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ഫ്രാങ്ക് ഇന്ത്യയിലാണ്, അദ്ദേഹം പട്ടാളക്കാരനാണ്, അദ്ദേഹത്തിൽ നിന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. അപ്പോൾ ഫ്രാങ്കിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് മാഗിയും മാഗിയുടെ അമ്മയും പല തവണ ആ ഒരു റിങ്ങിൽ നോക്കിയിരുന്നെങ്കിലും അവർക്ക് ഫ്രാങ്കിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദേ ബിലീവ് ഇഫ് ആൻ ഇന്ത്യൻ ലുക്ക്ഡ് ഇൻ ടു ദ റിംഗ് തിങ്കിങ് ഓഫ് ഫ്രാങ്ക് ഹി ക്യാൻ സീ ഫ്രാങ്ക് ആൻഡ് വാട്ട് ഹീ ഈസ് ഡൂയിങ്. അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ ഈ ഒരു റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാങ്കിനെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രാങ്കിനെ കാണാൻ സാധിക്കും എന്നുള്ളതും ഫ്രാങ്ക് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. മാഗിയും മിസ്സിസ് ക്ലിഫോർഡും വിശ്വസിച്ചിരുന്നു. ആൻഡ് മിസ്റ്റർ ഗുപ്ത ഓൾസോ കുഡിൻ സീ എനിത്തിങ് ഇൻ ദ റിംഗ് വെൻ ഹി ട്രൈഡ് അക്കോർഡിംഗ് ടു ദെയർ റിക്വസ്റ്റ്. അങ്ങനെ മാഗിയുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡിൻ്റെയും അപേക്ഷ പരിഗണിച്ചുകൊണ്ട് മിസ്റ്റർ ഗുപ്ത ആ ഒരു റിങ്ങിൽ നോക്കിയെങ്കിലും അദ്ദേഹത്തിനും ഒന്നും കാണാൻ സാധിച്ചില്ല. നമുക്കറിയാം ആക്ച്വലി ദർ വാസ് നോ ന്യൂസ് ഫ്രം ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. ഇന്ത്യയിൽ പട്ടാളക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഫ്രാങ്കിൽ നിന്ന് ഒരു വിവരവും കുറേ കാലമായിട്ട് ഒരു വിവരവും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. The only news that they get from India was Frank was fighting in the Punjab. ഇന്ത്യയിൽ നിന്ന് അവർക്ക് ലഭിച്ച ഫ്രാങ്കിനെ കുറിച്ചുള്ള കിട്ടിയിട്ടുള്ള ആകെ ഒരു വിവരം എന്ന് പറയുന്നത് ഫ്രാങ്ക് ഇപ്പോൾ പഞ്ചാബിൽ ഒരു യുദ്ധത്തിലാണ്, ഒരു പോരാട്ടത്തിലാണ് എന്നുള്ള വിവരം മാത്രമാണ് ഫ്രാങ്കിനെ കുറിച്ച് അവർക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ആഫ്റ്റർ റിസീവിംഗ് ദിസ് ന്യൂസ് മിസ്സിസ് ക്ലിഫോർഡ് ബിക്കെയിം എ പേഷ്യൻറ്റ്. ഫ്രാങ്ക് ഇന്ത്യയിൽ ഒരു യുദ്ധത്തിലാണ്, ഒരു പോരാട്ടത്തിലാണ് എന്ന് കേട്ട സമയത്ത് ഫ്രാങ്കിൻ്റെ അമ്മയായിട്ടുള്ള മിസ്സിസ് ക്ലിഫോർഡ് ഒരു രോഗിയായി മാറുകയാണ്.
And her condition became more serious because of her thoughts about her son Frank. ഫ്രാങ്കിന് അവളുടെ മകനായിട്ടുള്ള ഫ്രാങ്കിനെ കുറിച്ചുള്ള ചിന്തകളാൽ അവളുടെ അസുഖം കൂടുതൽ സീരിയസ് ആവുകയാണ്. So Maggie writes to Mr. Gupta about this situation and invites him to her house. അമ്മയുടെ അസുഖം വളരെ സീരിയസ് ആയതുകൊണ്ട് തന്നെ മാഗി മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു കത്ത് അയക്കുകയും അദ്ദേഹത്തെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മിസ്റ്റർ ഗുപ്ത അവളുടെ മാഗിയുടെ വീട്ടിലെത്തിയ സമയത്ത് ഷീ റിക്വസ്റ്റ് ഹിം ടു ഗേസ് ഇൻ ടു ദ റിംഗ് ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് ഈസ് അലൈവ് ആൻഡ് വെൽ ഈവൻ ഇഫ് ഹി ഡിഡ് നോട്ട് സീ എനിത്തിങ് ഇൻ ദ റിംഗ്. അങ്ങനെ മാഗിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിലെത്തിയ സമയത്ത് മാഗി അദ്ദേഹത്തോട് റിക്വസ്റ്റ് നടത്തുകയാണ്. അതായത് എന്താണ് മാഗി നടത്തുന്ന റിക്വസ്റ്റ്? അദ്ദേഹം ആ ഒരു റിങ്ങിൽ നോക്കണം എന്നുള്ളതും ആ ഒരു റിങ്ങിൽ നോക്കിക്കൊണ്ട് അമ്മയോട് പറയണം ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും ഫ്രാങ്കിനെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട് എന്നും ആ ഒരു റിങ്ങിൽ അദ്ദേഹം ഒന്നും കണ്ടിട്ടില്ല എങ്കിലും അമ്മയോട് ഈ ഒരു കാര്യം, അതായത് ഫ്രാങ്കിനെ അദ്ദേഹം ആ ഒരു റിങ്ങിൽ കാണുന്നുണ്ട് എന്നുള്ളതും ഫ്രാങ്ക് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും ഫ്രാങ്കിന് ഒരു കുഴപ്പമില്ല എന്നും മാഗിയുടെ അമ്മയോട് പറയാനും വേണ്ടി മാഗി മിസ്റ്റർ ഗുപ്തയോട് പറയുകയാണ്. And Mr. Gupta did accordingly, and this made Mrs. Clifford recover from illness. അങ്ങനെ മാഗി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്റ്റർ ഗുപ്ത ആ ഒരു റിങ്ങിൽ നോക്കിക്കൊണ്ട് അവളുടെ അമ്മയോട് പറയുകയാണ് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യവും ഫ്രാങ്കിനെ അദ്ദേഹത്തിന് ആ ഒരു റിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മാഗിയുടെ അമ്മയുടെ അസുഖം ഭേദമാവുകയാണ്. ബട്ട് ലേറ്റർ മിസ്റ്റർ ഗുപ്ത വാസ് അഷൈംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡ്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഗുപ്തക്ക് മാഗിയുടെ അമ്മയെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു നാണക്കേട് തോന്നുകയാണ്. കാരണം എന്താണ്? Because Frank had been dead some days before when he told her he was alive and well. ആക്ച്വലി മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് ആ ഒരു മോതിരത്തിൽ നോക്കിക്കൊണ്ട് അദ്ദേഹം ഫ്രാങ്കിനെ കാണുന്നുണ്ട് എന്നുള്ളതും ഫ്രാങ്കിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അദ്ദേഹം വളരെ സേഫാണ് എന്ന് പറഞ്ഞതിന് മുമ്പേ തന്നെ ഇന്ത്യയിൽ വെച്ച് ഫ്രാങ്ക് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. Since Mr. Gupta had told Mrs. Clifford a lie, he was ashamed to face her. മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് ഒരു കളവ് പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ മടി തോന്നുകയാണ്. മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് പറഞ്ഞ കളവെന്താണ്? അദ്ദേഹം ആ ഒരു റിങ്ങിൽ നോക്കിക്കൊണ്ട് അമ്മയോട് പറയുകയാണ് അദ്ദേഹം ഫ്രാങ്കിനെ ആ ഒരു മോതിരത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹം ഇന്ത്യയിൽ വളരെ സേഫാണ് എന്നുള്ളതും ഈ ഒരു കാര്യമെല്ലാം ആ ഒരു മോതിരത്തിൽ കാണുന്നുണ്ട് എന്നുള്ള കാര്യമായിരുന്നു മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയോട് പറഞ്ഞിട്ടുള്ള കളവ്. എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം ആ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാഗിയുടെ അമ്മയുടെ അസുഖം ഭേദമാകുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. When Mr. Gupta returns to India, Maggie visits him. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് മാഗി അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. മാഗി ഗീവ്സ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത ടു ബൈ ഫ്ലവേഴ്സ് ടു പ്ലേസ് ദം ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ്. അങ്ങനെ മാഗി അദ്ദേഹത്തിന് മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു ഷില്ലിംഗ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? പൂക്കൾ വാങ്ങുന്നതിന് വേണ്ടി. എന്തിനാണ് ആ ഒരു പൂക്കൾ വാങ്ങുന്നത്? അവരുടെ സഹോദരൻ്റെ ശവകുടീരത്തിൽ വെക്കുന്നതിന് വേണ്ടി. നമുക്കറിയാം മാഗിയുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ ശവമടക്കിയിട്ടുള്ളത് ഇന്ത്യയിലാണ്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇന്ത്യയിലാണ്. ഓക്കെ, അവിടെ പൂക്കൾ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാഗി ഒരു ഷില്ലിംഗ് മിസ്റ്റർ ഗുപ്തയ്ക്ക് കൊടുക്കുന്നത്. At first, Mr. Gupta thinks to give back the shilling to Maggie. Because Maggie is a poor girl, he knows to earn a shilling, he had to do a lot of work. She earned that shilling with so much hard work. അങ്ങനെ മാഗിയുടെ സഹോദരൻ്റെ ശവകുടീരത്തിൽ വെക്കുന്നതിന് വേണ്ടി പൂക്കൾ വാങ്ങാൻ വേണ്ടി മാഗി ഒരു ഷില്ലിംഗ് മിസ്റ്റർ ഗുപ്തക്ക് കൊടുത്ത സമയത്ത് ആദ്യം തന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് അത് അവൾക്ക് തിരിച്ചു കൊടുക്കാനാണ്. ആ ഒരു ഷില്ലിംഗ് അവൾക്ക് തിരിച്ചു കൊടുക്കാനാണ്. കാരണം എന്താണ്? അവൾ അത്രത്തോളം ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ ഒരു പണം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഗുപ്ത ആ ഒരു പണം തിരികെ കൊടുക്കാൻ ചിന്തിക്കുകയാണ്. But he feels it will deprive the girl of the joy of sacrifice she was making for her dead brother. എന്നാൽ പിന്നീട് മിസ്റ്റർ ഗുപ്ത ചിന്തിക്കുകയാണ് അദ്ദേഹം ആ ഒരു പണം തിരികെ നൽകി കഴിഞ്ഞാൽ മാഗിക്ക് അതുകൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷം ഇല്ലാതാകും. അതായത് അവളുടെ മരണപ്പെട്ടു പോയ സഹോദരന് വേണ്ടി അവൾ ചെയ്യുന്ന ആ ഒരു ത്യാഗം കൊണ്ട് അവൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അതില്ലാതാകും എന്ന് മിസ്റ്റർ ഗുപ്തക്ക് മനസ്സിലാവുകയാണ്. സോ മിസ്റ്റർ ഗുപ്ത ഡിസൈഡഡ് ടു റിസീവ് ദ ഷില്ലിംഗ് ഫ്രം മാഗി ടു മേക്ക് ഹെർ ഹാപ്പി. അങ്ങനെ അവളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ ഗുപ്ത മാഗി കൊടുത്ത ആ ഒരു ഷില്ലിംഗ് വാങ്ങുകയാണ്. And Mr. Gupta gives promise to Maggie that he will visit the grave of her brother Frank in India and place flowers on his grave. അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് മുമ്പായിട്ട് മിസ്റ്റർ ഗുപ്ത മാഗിക്ക് ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനം നൽകുകയാണ്. എന്താണ് നൽകുന്ന വാഗ്ദാനം? അദ്ദേഹം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ വെക്കും എന്നുള്ള കാര്യം മിസ്റ്റർ ഗുപ്ത മാഗിയോട് പ്രോമിസ് ചെയ്യുകയാണ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഈസ് എ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. Then what is the theme of this story? The main theme of the story is love of a girl for her dead brother and her mother.
ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് ലവ്, സ്നേഹമാണ്. ഒരു പെൺകുട്ടിയുടെ സ്നേഹമാണ് അവളുടെ മരണപ്പെട്ട സഹോദരനോടും അവളുടെ അമ്മയോടുമുള്ള അടങ്ങാത്ത അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ സ്നേഹമാണ് ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട ആശയം. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് 2ാം യൂണിറ്റിൽ നിന്നുള്ള 3ാം ചാപ്റ്ററായ ഡെത്ത് ദ ലെവലർ എന്ന കവിതയുടെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷേർലി. ഡെത്ത് ദ ലെവലർ, മരണം സമമാക്കുന്നയാൾ. ഡെത്ത് ദ ലെവലർ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ദി ഫേമസ് പോയറ്റ് ജെയിംസ് ഷേർലി. പ്രശസ്ത കവിയായിട്ടുള്ള ജെയിംസ് ഷേർലി എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ഡെത്ത് ദ ലെവലർ. As the title of the poem suggests, death is the main theme of the poem. ഈ ഒരു ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഈ ഒരു കവിതയുടെ പ്രധാനപ്പെട്ട ആശയം എന്നത് മരണം തന്നെയാണ്. ഡെത്ത് ലെവൽസ് ഓൾ ദ പീപ്പിൾ. മരണം എല്ലാവരെയും സമന്മാരാക്കുന്നു. ബോത്ത് റിച്ച് ആൻഡ് പുവർ. പണക്കാരനെയും പാവപ്പെട്ടവനെയും. ഹൈ ആൻഡ് ലോ. ഉയർന്നവനെയും താഴ്ന്നവനെയും. കിങ് ആൻഡ് ഓർഡിനറി. രാജാവിനെയും സാധാരണക്കാരനെയും. വിന്നർ ആൻഡ് ലൂസർ. വിജയിച്ചയാളെയും പരാജയപ്പെട്ടയാളെയും. സ്കോളർ ആൻഡ് ഇലിറ്ററേറ്റ്. പണ്ഡിതനെയും നിരക്ഷരനെയും. മെൻ ആൻഡ് വിമിൻ. പുരുഷനെയും സ്ത്രീയെയും തുടങ്ങി എല്ലാവരെയും സമന്മാരാക്കുന്ന ഒന്നാണ് മരണം. ദെൻ ദ പോം ടീച്ചേഴ്സ് അസ് എ ഗുഡ് ലെസൺ. ഈ ഒരു കവിത നമുക്ക് നല്ലൊരു പാഠം നൽകുന്നുണ്ട്. അതായത് ഓൾ ദ പീപ്പിൾ വിൽ ഡൈ വൺ ഡേ. എല്ലാ ആളുകളും ഒരു ദിവസം മരണപ്പെടും. ആൻഡ് ഓൾ ആർ ഈക്വൽ ടു ഡെത്ത്. മരണത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. സോ ഡെത്ത് ഈസ് എ ലെവലർ. അതുകൊണ്ട് തന്നെ കവി പറയുകയാണ് മരണം ഒരു ലെവലർ, ഒരു നിരപ്പാക്കുന്ന ഒരാളാണ്. ഡെത്ത് കംസ് ടു ഓൾ. മരണം എല്ലാവരിലേക്കും കടന്നു വരും. ആൻഡ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ആർക്കും മരണത്തെ തടയാൻ സാധിക്കില്ല. എവരി വൺ ഹാസ് ടു സറണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്. മരണത്തിന് മുമ്പിൽ എല്ലാവർക്കും കീഴടങ്ങേണ്ടതായിട്ട് വരും. ആൻഡ് ഓൾ ആർ ഈക്വൽ ടു ഡെത്ത്. മരണത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. സോ ദർ ഈസ് നോ വാല്യൂ ഫോർ അവർ ബോസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊങ്ങച്ചങ്ങൾക്കൊന്നും ഒരു മൂല്യവുമില്ല, ഒരു വാല്യൂവുമില്ല. ഓൾ പീപ്പിൾ വിൽ റീച്ച് ടു ദ ഗ്രേവ് ആഫ്റ്റർ ഡെത്ത്. എല്ലാ ആളുകളും മരണത്തിന് ശേഷം എല്ലാ ആളുകളും അവരുടെ ശവകുടീരത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ദെൻ ഓൺലി ദ ഗുഡ് ആക്ഷൻസ് ഓഫ് ദ ഗുഡ് പീപ്പിൾ വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. അങ്ങനെ നമ്മുടെ മരണത്തിന് ശേഷം നല്ല ആളുകളുടെ നല്ല പ്രവർത്തികൾ മാത്രമായിരിക്കും പിന്നീട് ബാക്കിയാവുക. അതായിരിക്കും ഭാവിയിൽ പിന്നീട് ഓർമ്മിക്കപ്പെടുക. The poem has a fine message that death levels everyone and treats everyone alike. ഈ ഒരു കവിത നല്ല ഒരു സന്ദേശം നൽകുന്നുണ്ട്. കവിത നൽകുന്ന സന്ദേശം എന്താണ്? മരണം എല്ലാവരെയും തുല്യരാക്കുന്നു. മരണം എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ദ ഗുഡ് ഡീഡ്സ് ഇൻ അവർ ലൈഫ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പീപ്പിൾ വിൽ റിമെമ്പർ അവർ ഗുഡ് ഡീഡ്സ് ആഫ്റ്റർ അവർ ഡെത്ത്. നമ്മുടെ മരണത്തിന് ശേഷം ആളുകൾ ചിന്തിക്കുന്നത്, ആളുകൾ ഓർമ്മിക്കുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളായിരിക്കും. സോ ദ ഗുഡ് ഡീഡ്സ് ഇൻ അവർ ലൈഫ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു കാര്യങ്ങളായിരിക്കും നമ്മുടെ മരണത്തിന് ശേഷം ബാക്കിയാവുന്നത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കവിതയിൽ നിന്ന്, ഡെത്ത് ദ ലെവലർ എന്ന കവിതയിൽ നിന്ന് മനസ്സിലാകുന്നത്. ബിയോണ്ട് ദ ഹൊറൈസൺ. ചക്രവാളത്തിനുമപ്പുറം. ദ യൂണിറ്റ് ഫോക്കസസ് ഓൺ ട്രാവൽ ആൻഡ് ദ ഡൈവേഴ്സ് എക്സ്പീരിയൻസസ് ഇറ്റ് പ്രൊവൈഡ്സ്. യാത്രകളെക്കുറിച്ചും അവ നൽകുന്ന വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമാർന്ന അനുഭവങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു യൂണിറ്റ് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ഡിഫറെൻറ്റ് ഫേസറ്റ്സ് ഓഫ് ട്രാവൽ സച്ച് ആസ് നാച്ചുറൽ ബ്യൂട്ടി, അഡ്വഞ്ചർ, ന്യൂ കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. പ്രകൃതി സൗന്ദര്യം, സാഹസികത, പുതിയ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ തുടങ്ങി ഒരു യാത്രയിൽ നാം അനുഭവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിലെ 3 ചാപ്റ്ററുകളുടെ സമ്മറി മനസ്സിലാക്കാം. നമുക്കറിയാം 3 ചാപ്റ്ററുകളാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന കവിതയും, ദ ട്രിപ്പ് ഓഫ് ലെഹോല എന്ന യാത്രാ വിവരണവും, ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന ഫിജിയൻ ഐതിഹ്യവുമാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആദ്യം തന്നെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന കവിതയുടെ ഒരു ബ്രീഫ് സമ്മറി മനസ്സിലാക്കാം. സൺറൈസ് ഓൺ ദ ഹിൽസ്. കുന്നിന് മുകളിലെ സൂര്യോദയം ഓർ മലമുകളിലെ സൂര്യോദയം. സൺറൈസ് ഓൺ ദ ഹിൽസ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ദ അമേരിക്കൻ പോയറ്റ് H.W. ലോങ്ഫെല്ലോ. അമേരിക്കൻ കവിയായ H.W. ലോങ്ഫെല്ലോ എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് സൺറൈസ് ഓൺ ദ ഹിൽസ്. ഇറ്റ്സ് എ പോയം അബൌട്ട് നേച്ചർ. പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു കവിതയാണിത്. അതായത് ഇറ്റ്സ് എ നാച്ചുറൽ പോയം.
The poem describes the beauty of nature and how nature can soothe us when we are in trouble or difficulty. പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചും നമ്മൾ ഒരു വിഷമത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുമ്പോൾ പ്രകൃതിക്ക് നമ്മെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ സാധിക്കും എന്നതുമാണ് ഈ ഒരു കവിത വിവരിക്കുന്നത്. In this poem, the poet shares his experience on the hills in an early morning when the sky is glorious with the rays of the rising sun. ഉദയസൂര്യൻ്റെ കിരണങ്ങളാൽ ആകാശം ശോഭിക്കുന്ന ഒരു പ്രഭാതത്തിൽ കുന്നിന് മുകളിലെ കവിയുടെ അനുഭവമാണ് ഈ ഒരു കവിതയിലൂടെ കവി വിവരിക്കുന്നത്. അതായത് ദ പോയറ്റ് ഗോസ് ടു ദ നേച്ചർ. കവി പ്രകൃതിയിലേക്ക് പോവുകയാണ്. ഹി സ്റ്റാൻഡ്സ് അപ്പോൺ ദ ഹിൽസ് ഇൻ എൻ ഏർലി മോർണിംഗ്. ഒരു ദിവസം അതിരാവിലെ അദ്ദേഹം കുന്നിന് മുകളിൽ നിൽക്കുകയാണ്. ആൻഡ് ഹി വാച്ചസ് ദ സൺറൈസ്. അങ്ങനെ ആ ഒരു കുന്നിന് മുകളിൽ നിന്നുകൊണ്ട്, അതായത് ഒരു ദിവസം അതിരാവിലെ തന്നെ അദ്ദേഹം ഒരു കുന്നിന് മുകളിൽ പോയിക്കൊണ്ട് അവിടെ വെച്ച് അദ്ദേഹം സൂര്യോദയം കാണുകയാണ്. ആൻഡ് ഹി വാച്ചസ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. അതുപോലെ തന്നെ അവിടെ വെച്ച് അദ്ദേഹം ആ ഒരു പ്രകൃതിയുടെ ഭംഗിയെ ആസ്വദിക്കുകയാണ്. ദ പോയറ്റ് ഷെയർസ് ഹിസ് എക്സ്പീരിയൻസ്. ആ ഒരു അനുഭവമാണ് കവിതയിലൂടെ കവി വിവരിക്കുന്നത്. അതായത് ഒരു ദിവസം അതിരാവിലെ തന്നെ കവി കുന്നിന് മുകളിൽ പോവുകയും അവിടെ വെച്ച് അദ്ദേഹം കാണുന്ന സൂര്യോദയം, അതുപോലെ തന്നെ പ്രകൃതിയുടെ മനോഹാരിത എന്നിവയാണ് കവിതയിലൂടെ കവി വിവരിക്കുന്നത്. ദെൻ ദർ ആർ 3 സ്റ്റാൻസാസ് ഇൻ ദിസ് പോയം. ഈ ഒരു കവിതയിൽ ആകെ 3 സ്റ്റാൻസകളാണ് ഉള്ളത്. ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദിസ് പോയം ഡിസ്ക്രൈബ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഈ ഒരു കവിതയുടെ ആദ്യ സ്റ്റാൻസ വിവരിക്കുന്നത് പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചാണ്. അതായത് സൺറൈസ്, മോർണിംഗ് സ്കൈ, ഹിൽസ്, വുഡ്സ്, വിൻഡ്, വാലീസ്, ക്ലൗഡ്, മിസ്റ്റ്, പൈൻ ട്രീ, റിവർ ഫ്ലോ, ഫോറസ്റ്റ്, കാസ്കേഡ്, മൗണ്ടെയിൻ എറ്റ്സെട്ര. ഈ ഒരു കവിതയുടെ 1ാം സ്റ്റാൻസയിലൂടെ കവി വിവരിക്കുന്നത് പ്രകൃതിയിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എന്തൊക്കെയാണ് ആ ഒരു കാഴ്ചകൾ? സൺറൈസ്, സൂര്യോദയം, മോർണിംഗ് സ്കൈ, പ്രഭാതത്തിലെ ആകാശം, ഹിൽസ്, കുന്നുകൾ, വുഡ്സ്, കാടുകൾ, വിൻഡ്, കാറ്റ്, വാലി, താഴ്വാരം, ക്ലൗഡ്, മേഘം, മിസ്റ്റ്, മഞ്ഞ്, പൈൻ ട്രീ, പൈൻ മരങ്ങൾ, റിവർ ഫ്ലോ, നദിയുടെ ഒഴുക്ക്, ഫോറസ്റ്റ്, കാട്, കാസ്കേഡ്, വെള്ളച്ചാട്ടം, മൗണ്ടെയിൻ, പർവ്വതങ്ങൾ തുടങ്ങിയ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ ഒരു കവിതയുടെ 1ാമത്തെ സ്റ്റാൻസയിലൂടെ കവി വിവരിക്കുന്നത്. ദെൻ ദ സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദിസ് പോയം ഡിസ്ക്രൈബ്സ് സം സൗണ്ട്സ് ഫ്രം ദ നേച്ചർ. ഈ ഒരു കവിതയുടെ 2ാം സ്റ്റാൻസയിലൂടെ കവിത വിവരിക്കുന്നത് പ്രകൃതിയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ചില ശബ്ദങ്ങളെയാണ്. സൗണ്ട് ഓഫ് വാട്ടർഫാൾസ്, സൗണ്ട് ഓഫ് വില്ലേജ് ബെൽ, സൗണ്ട് ഓഫ് വൈൽഡ് ഹോൺ എറ്റ്സെട്ര. സൗണ്ട് ഓഫ് വാട്ടർഫാൾസ്, വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം. സൗണ്ട് ഓഫ് വില്ലേജ് ബെൽ, ഗ്രാമത്തിലെ മണിനാദത്തിൻ്റെ ശബ്ദം. സൗണ്ട് ഓഫ് വൈൽഡ് ഹോൺ, മലമുഴക്കി വേയാമ്പലിൻ്റെ ശബ്ദം തുടങ്ങിയ മനോഹരമായിട്ടുള്ള ശബ്ദങ്ങളെക്കുറിച്ചാണ് ഈ ഒരു കവിതയുടെ 2ാമത്തെ സ്റ്റാൻസയിലൂടെ കവി വിവരിക്കുന്നത്. ഇൻ ദ തേർഡ് സ്റ്റാൻസ ദ പോയറ്റ് അഡ്വൈസസ് അസ്. ഈ ഒരു കവിതയുടെ 3ാമത്തെ സ്റ്റാൻസയിലൂടെ കവി നമ്മെ ഉപദേശിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം? ദ പോയറ്റ് സേസ് ദാറ്റ് ഇഫ് വി ആർ ടയേർഡ് and are troubled with problems and sorrows that we want to forget, and if we want to read a book that will prevent our heart from losing hope and wake up our soul with optimism, we should go to the forest and hills. മറക്കാൻ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളും കാരണം നാം തളർന്നു പോയാൽ, അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മുടെ ആത്മാവിനെ ഉണർത്താൻ സാധിക്കുന്ന ഒരു പുസ്തകം നമുക്ക് വളരെ സമാധാനത്തോടു കൂടെ വായിക്കണമെന്നുണ്ടെങ്കിൽ നാം കാടുകളിലേക്കും കുന്നുകളിലേക്കും പോകണമെന്ന് കവി നമ്മോട് പറയുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പുസ്തകം വളരെ സമാധാന അന്തരീക്ഷത്തിലൂടെ വായിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയിലേക്ക് പോകണം എന്ന് കവി നമ്മോട് പറയുന്നു. അങ്ങനെ നാം പ്രകൃതിയിലേക്ക് പോയാലുള്ള ബെനിഫിറ്റ് എന്താണ്? ഹി സേസ് നേച്ചർ വിൽ റിലീവ് ആൻഡ് ക്യൂർ ഓൾ അവർ വറീസ് ആൻഡ് പ്രോബ്ലംസ്. നമ്മുടെ എല്ലാ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും ആശ്വാസവും പരിഹാരവും പ്രകൃതി നൽകും എന്ന് കവി പറയുന്നു. നേച്ചർ വിൽ ഗിവ് ഓപ്റ്റിമിസം. നമുക്ക് നല്ലൊരു ശുഭാപ്തി വിശ്വാസം പ്രകൃതി നൽകും. ദ സ്വീറ്റ് ലുക്ക് ഓഫ് ദ നേച്ചർ ഈസ് നോട്ട് ഡിംഡ് ബൈ ടിയേഴ്സ് ഓഫ് എനി കൈൻഡ്. ഏത് തരത്തിലുള്ള കണ്ണീരിനും പ്രകൃതിയുടെ മനോഹാരിതയെ കുറക്കാൻ സാധിക്കില്ല. അതായത് പ്രകൃതിയുടെ ഭംഗിയെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അപ്പോൾ വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 3ാമത്തെ സ്റ്റാൻസയിലൂടെ കവി പറയുന്നത്, പീപ്പിൾ ഹു വാണ്ട് ടു ഫോർഗെറ്റ് ദെയർ സോറോസ്, സാഡ്നെസ് ഓർ വാണ്ട് ടു റീഡ് എ ബുക്ക്
ഗോ ടു ദ നേച്ചർ. തങ്ങളുടെ സങ്കടങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഒരു പുസ്തകം വളരെ സമാധാനത്തോടു കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും പ്രകൃതിയിലേക്ക് പോകണം എന്നാണ് കവി പറയുന്നത്. നേച്ചർ വിൽ റിമൂവ് ഓൾ അവർ പ്രോബ്ലംസ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ പ്രകൃതിക്ക് സാധിക്കും. നേച്ചർ ഹാസ് ദ പവർ ടു റിമൂവ് ഓൾ അവർ പ്രോബ്ലംസ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശക്തി പ്രകൃതിക്കുണ്ട്. സോ ദ മെസ്സേജ് ഓഫ് ദിസ് പോയം ഈസ് വെരി ക്ലിയർ. ഈ ഒരു കവിതയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. എന്താണത്? ഗോ ടു ദ നേച്ചർ ടു ഫോർഗെറ്റ് അവർ സോറോസ് ആൻഡ് ട്രബിൾസ്. നമ്മുടെ സങ്കടങ്ങളെയും കഷ്ടപ്പാടുകളെയും മറക്കാൻ പ്രകൃതിയിലേക്ക് പോവുക എന്നതാണ് ഈ ഒരു കവിതയുടെ സന്ദേശം. എ ഗ്ലോറിയസ് സൺറൈസ് ക്യാൻ ചേഞ്ച് ലൈഫ് ഈവൻ ദ ഗ്ലൂമിയസ്റ്റ് പേഴ്സൺ വിത്ത് ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം. ശോഭനമായ വളരെ മനോഹരമായിട്ടുള്ള ഒരു സൂര്യോദയത്തിന് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് മുന്നിൽ, ഒരാൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസവും കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. The poet H.W. Longfellow wants us to return to nature and enjoy its superb sights, melodies, sounds and movements. നമ്മോട് പ്രകൃതിയിലേക്ക് മടങ്ങാനും പ്രകൃതിയിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും ശബ്ദങ്ങളും അതിൻ്റെ ചലനങ്ങളെയും ആസ്വദിക്കാനാണ് ഈ ഒരു കവിതയിലൂടെ H.W. ലോങ്ഫെല്ലോ നമ്മോട് നിർദ്ദേശിക്കുന്നത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിലെ 2ാം ചാപ്റ്ററായ ദ ട്രിപ്പ് ഓഫ് ലേഹോല എന്ന യാത്രാ വിവരണത്തിൻ്റെ വളരെ ചുരുങ്ങിയ രീതിയിലുള്ള സമ്മറി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദ ട്രിപ്പ് ഓഫ് ലേഹോല, ലേഹോലയുടെ യാത്ര. ദ ട്രിപ്പ് ഓഫ് ലേഹോല ഇസ് എ ട്രാവലോഗ് റിട്ടൺ ബൈ ഗെയ് ഡെ മോപ്പസൻറ്റ്. ഗെയ് ഡെ മോപ്പസൻറ്റ് എഴുതിയിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ് ദ ട്രിപ്പ് ഓഫ് ലേഹോല. ഹി വാസ് എ പോപ്പുലർ ഫ്രഞ്ച് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഫ്രഞ്ച് ചെറുകഥാകൃത്താണ്. ദ ട്രിപ്പ് ഓഫ് ലേഹോല ഈസ് അബൌട്ട് എ ത്രില്ലിംഗ് ബലൂൺ ജേണി ഫ്രം പാരീസ് ടു ബെൽജിയം. പാരീസിൽ നിന്ന് ബെൽജിയത്തിലേക്കുള്ള വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ബലൂൺ ജേണിയെക്കുറിച്ചാണ് ദ ട്രിപ്പ് ഓഫ് ലേഹോല എന്ന ഈ ഒരു യാത്രാ വിവരണം പറയുന്നത്. ദ ജേണി വാസ് ഇൻ എ ഹോട്ട് എയർ ബലൂൺ കോൾഡ് ലേഹോല. ലേഹോല എന്ന് പേരുള്ള ഒരു ഹോട്ട് എയർ ബലൂണിലൂടെയായിരുന്നു ആ ഒരു യാത്ര. അതായത് പാരീസിൽ നിന്ന് ബെൽജിയത്തിലേക്കുള്ള ആ ഒരു യാത്ര ഒരു ഹോട്ട് എയർ ബലൂണിലൂടെയായിരുന്നു. ആ ഒരു ബലൂണിൻ്റെ പേരാണ് ലേഹോല. There were 5 men in the journey. ആ ഒരു യാത്രയിൽ, ആ ഒരു ബലൂൺ യാത്രയിൽ ആകെ 5 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. The author Guy de Maupassant and his 4 friends were the travelers. എഴുത്തുകാരനായിട്ടുള്ള, അതായത് ട്രിപ്പ് ഓഫ് ലേഹോല എന്ന ഈ ഒരു യാത്രാ വിവരണം എഴുതിയിട്ടുള്ള ഗെയ് ഡെ മോപ്പസൻറ്റും അദ്ദേഹത്തിൻ്റെ 4 സുഹൃത്തുക്കളുമായിരുന്നു ആ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ബലൂൺ യാത്രയിൽ ഉണ്ടായിരുന്ന 5 യാത്രക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഗെയ് ഡെ മോപ്പസൻറ്റ്, ക്യാപ്റ്റൻ ജോയ്സ്, ലെഫ്റ്റനൻറ്റ് മാലറ്റ്, എറ്റിറൈൻ ബിയർ ആൻഡ് പോൾ ബസൻസ് were the passengers. എഴുത്തുകാരനായിട്ടുള്ള ഗെയ് ഡെ മോപ്പസൻറ്റ്, ക്യാപ്റ്റൻ ജോയ്സ്, ലെഫ്റ്റനൻറ്റ് മാലറ്റ്, എറ്റിറൈൻ ബിയർ, പോൾ ബസന്ത് എന്നിവരായിരുന്നു ആ ഒരു ബലൂൺ യാത്രയിൽ ഉണ്ടായിരുന്ന 5 യാത്രക്കാർ. ക്യാപ്റ്റൻ ജോയ്സ് വാസ് ദെയർ ലീഡർ. ആ ഒരു യാത്രക്ക് നേതൃത്വം കൊടുത്തത് ക്യാപ്റ്റൻ ജോയ്സ് ആയിരുന്നു. ആൻഡ് ദ ജേണി വാസ് ഫ്രം പാരീസ് ടു ബെൽജിയം. പാരീസിൽ നിന്ന് ബെൽജിയത്തിലേക്കായിരുന്നു ആ ഒരു യാത്ര. ആ ഒരു ബലൂൺ യാത്ര പാരീസിൽ നിന്ന് ബെൽജിയത്തിലേക്കായിരുന്നു. ദ ജേണി വാസ് ഫ്രം ഈവനിങ് ടു ദ നെക്സ്റ്റ് മോർണിംഗ്. ഒരു ദിവസം വൈകുന്നേരം മുതൽ അടുത്ത ദിവസം രാവിലെ വരെയായിരുന്നു ആ ഒരു യാത്ര. It tells how interesting the earth looks when viewed from different angle from above the earth. ഭൂമിയെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആംഗിളിലൂടെ ഭൂമിക്ക് മുകളിൽ വെച്ചിട്ട് കാണുന്ന ആ ഒരു ആകാശ ദൃശ്യത്തെക്കുറിച്ചും ഇത് വിവരിക്കുന്നുണ്ട്. They carried food, barometer, siren, trumpets, overcoats, raincoats, ballast, etc. അവർ അവരുടെ യാത്രയിൽ, അതായത് ആ ഒരു ബലൂൺ ജേണിയിൽ അവർ ക്യാരി ചെയ്തിട്ടുള്ള വസ്തുക്കളായിരുന്നു ഫുഡ്, ബാരോമീറ്റർ, സൈറൺ, ട്രംപറ്റ്സ്, ഓവർകോട്ട്സ്, റെയിൻകോട്ട്സ്, ബളസ്റ്റ് എന്നീ വസ്തുക്കളായിരുന്നു അവർ ആ ഒരു യാത്രയിൽ കൊണ്ടുപോയത്. ദേ സ്റ്റാർട്ടഡ് ദിയർ ജേണി ഫ്രം ബെൽജിയൻ ഫ്രണ്ടിയർ ലാവലിറ്റെ ഇൻ പാരീസ്. ബെൽജിയൻ അതിർത്തിയിലുള്ള, അതായത് പാരീസിലുള്ള ലാവലിറ്റെ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അവരുടെ യാത്ര അവർ സ്റ്റാർട്ട് ചെയ്തത്, തുടങ്ങിയത്. ദ ബലൂൺ ഫ്ലൂ ഓവർ ദ പാരീസ് സിറ്റി. അങ്ങനെ ആ ഒരു ബലൂൺ യാത്ര തുടങ്ങിയ സമയത്ത് പാരീസ് സിറ്റിക്ക് മുകളിലൂടെ ആ ഒരു ബലൂൺ പറന്നു. ദ എൻജോയ്ഡ് ദ വ്യൂ ഓഫ് പാരീസ് സിറ്റി. അങ്ങനെ പാരീസ് സിറ്റിക്ക് മുകളിലൂടെ, പാരീസിന് മുകളിലൂടെ ആ ഒരു ബലൂൺ പറക്കുന്ന സമയത്ത് അതിൻ്റെ ആകാശ ദൃശ്യം, വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം അവർ വളരെ നന്നായിട്ട് ആസ്വദിച്ചു. ദ ഏരിയൽ വ്യൂ ഓഫ് പാരീസ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഒരു ആകാശക്കാഴ്ച, പാരീസ് ടൗണിൻ്റെ ആ ഒരു ആകാശക്കാഴ്ച വളരെ രസകരമായിരുന്നു.
ദ ബലൂൺ വാസ് റൈസിംഗ് ത്രൂ ദ എയർ. അങ്ങനെ ആ ഒരു ബലൂൺ, ലഹോല എന്ന ആ ഒരു ഹോട്ട് എയർ ബലൂൺ അന്തരീക്ഷത്തിലൂടെ ഉയർന്ന് പറക്കുകയായിരുന്നു. ദ ത്രൂ പീസസ് ഓഫ് പേപ്പേഴ്സ് ഔട്ട് ഓഫ് ദ ബാസ്ക്കറ്റ് നൗ ആൻഡ് ദെൻ. അങ്ങനെ ആ ഒരു യാത്രക്കിടയിൽ, ലഹോല എന്ന ആ ഒരു ഹോട്ട് എയർ ബലൂണിൽ സഞ്ചരിക്കുന്നതിനിടയിൽ അവർ ഇടയ്ക്കിടെ പേപ്പർ കഷ്ണങ്ങൾ പുറത്തേക്ക് എറിയുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പേപ്പർ കഷ്ണങ്ങൾ അവർ പുറത്തേക്ക് എറിയുന്നത്? ദേ അണ്ടർസ്റ്റുഡ് വെദർ ദേ ആർ റൈസിംഗ് ഓർ ഫോളിംഗ് ബൈ ത്രോയിങ് പേപ്പേഴ്സ് ഔട്ട് ഓഫ് ദ ബാസ്ക്കറ്റ് ടു ദ എയർ. അങ്ങനെ ആ ഒരു ബലൂൺ യാത്രക്കിടയിൽ ആ ഒരു ബലൂൺ, ഹോട്ട് എയർ ബലൂൺ താഴോട്ടാണോ അതല്ലെങ്കിൽ മുകളിലോട്ടാണോ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ പുറത്തേക്ക്, ആ ഒരു ബലൂണിന് പുറത്തേക്ക് കടലാസ് കഷ്ണങ്ങൾ എറിഞ്ഞത്. എങ്ങനെയാണ് ബലൂണിന് പുറത്തേക്ക് പേപ്പർ കഷ്ണങ്ങൾ എറിയുന്ന സമയത്ത് അവർ മുകളിലോട്ടാണോ, ആ ഒരു ബലൂൺ മുകളിലോട്ടാണോ അതല്ലെങ്കിൽ താഴോട്ടാണോ പോകുന്നത് എന്ന് മനസ്സിലാക്കുക? ഇഫ് ദ പേപ്പേഴ്സ് ഗോ അപ്പ് ഇറ്റ് മീൻസ് ദേ ആർ ഫോളിംഗ്. അങ്ങനെ അവർ പുറത്തേക്ക് എറിയുന്ന ആ ഒരു കടലാസ് കഷ്ണങ്ങൾ മുകളിലോട്ടാണ് പോകുന്നത് എങ്കിൽ ഇത് അർത്ഥമാക്കുന്നത് അവരുടെ ബലൂൺ താഴോട്ടാണ് പോകുന്നത് എന്നതാണ്. ആൻഡ് ഇഫ് ദ പേപ്പേഴ്സ് ഫോൾ ഡൗൺ ഇറ്റ് മീൻസ് ദാറ്റ് ദ ബലൂൺ ഈസ് റൈസിംഗ്. അതേസമയം തന്നെ അവർ ബലൂണിന് പുറത്തേക്ക് എറിയുന്ന പേപ്പർ കഷ്ണങ്ങൾ താഴോട്ടാണ് പോകുന്നത് എങ്കിൽ അത് അർത്ഥമാക്കുന്നത് അവരുടെ ബലൂൺ മുകളിലോട്ടാണ് പോകുന്നത് എന്നതാണ്. ദ ബലൂൺ വാസ് സംടൈംസ് റൈസിംഗ് ആൻഡ് സംടൈംസ് ഡിസെൻഡിങ്. അങ്ങനെ ആ ഒരു ബലൂൺ യാത്രക്കിടയിൽ ബലൂൺ ചില സമയങ്ങളിൽ താഴുകയാണ്, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഉയരുകയുമായിരുന്നു. ടു റൈസ് ദ ബലൂൺ ആൻഡ് അഡ്ജസ്റ്റ് ദ ബാലൻസ് ഓഫ് ദ ബലൂൺ ദ ത്രൂ ബോളസ്റ്റ് ടു ദ എയർ. അങ്ങനെ ആ ഒരു ബലൂൺ ഉയരാനും അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ട്, അതായത് സ്റ്റഡി ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് ബോളസ്റ്റ് എറിയുന്നുണ്ടായിരുന്നു. ബോളസ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. സാൻഡ് ആൻഡ് സ്റ്റോൺ, കല്ലും അതുപോലെ തന്നെ മണലും അടങ്ങിയിട്ടുള്ളതാണ് ബോളസ്റ്റ്. ഇത് ഇടയ്ക്കിടയ്ക്ക് അവർ പുറത്തേക്ക് എറിയുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ആ ഒരു ബലൂണിനെ പുറത്തേക്ക് അവർ ബോളസ്റ്റ് എറിഞ്ഞത്? ആ ഒരു ബലൂൺ ചില സമയങ്ങളിൽ ഉയരാനും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സ്റ്റഡി ആയിട്ട് നിൽക്കാനും വേണ്ടി. ദ റീച്ച് ദ ഹൈറ്റ് ഓഫ് 2350 മീറ്റേഴ്സ്. അങ്ങനെ ആ ഒരു ബലൂൺ 2350 മീറ്റർ ഉയരത്തിലെത്തി. ദ എർത്ത് വാസ് നോ ലോങ്ങർ വിസിബിൾ ആസ് ഇറ്റ് വാസ് കവേർഡ് ബൈ ദ തിൻ ലെയർ ഓഫ് മിസ്റ്റ്. ഭൂമി മൂടൽ മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ടതിനാൽ തന്നെ അവർക്ക് അത്രയും ഉയരത്തിൽ വെച്ച് ഭൂമിയെ കാണാൻ സാധിക്കുമായിരുന്നില്ല. ദെൻ ഓൾ ഓഫ് എ സഡൻ റോസ് ദ മൂൺ. അങ്ങനെ ഉടനെ തന്നെ ചന്ദ്രൻ ഉദിക്കുകയാണ്, ആകാശത്ത് ചന്ദ്രൻ ഉദിക്കുകയാണ്. ദേ കുഡ് സീ നത്തിങ് ബട്ട് ദ മൂൺ. ചന്ദ്രൻ ഒഴികെ ആ ഒരു ആകാശത്ത് അവർക്കൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ദ മൂൺ ലുക്ക് ലൈക്ക് അനദർ ബലൂൺ ട്രാവലിംഗ് ഓപ്പോസിറ്റ് ലെഹോല. ദ മൂൺ ലുക്ക് ലൈക്ക് അനദർ ബലൂൺ ട്രാവലിംഗ് ഓപ്പോസിറ്റ് ലെഹോല. അങ്ങനെ ആകാശത്ത് ചന്ദ്രനെ കണ്ട സമയത്ത് അവർക്ക് ഫീൽ ചെയ്തത് അവരെ പോലെ തന്നെ, അതായത് ലെഹോല എന്ന ഹോട്ട് എയർ ബലൂണിനെ പോലെ തന്നെയുള്ള മറ്റൊരു ബലൂണിനെ പോലെയായിരുന്നു ചന്ദ്രനെ അവർക്ക് തോന്നിയത്. ദ ബലൂൺ ഫ്ലോട്ടഡ് ഇൻ സ്പേസ്. അങ്ങനെ ആ ഒരു ബലൂൺ, ഹോട്ട് എയർ ബലൂൺ ലെഹോല ആ ഒരു അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടന്നു. ഓൾ ദ പാസഞ്ചേഴ്സ് റിയലി എൻജോയ് ദ ബലൂൺ ട്രിപ്പ്. ആ ഒരു ബലൂൺ യാത്ര ആ ഒരു 5 യാത്രക്കാരും വളരെ നന്നായിട്ട് ആസ്വദിച്ചു. ദ ലോസ്റ്റ് ഓൾ തോട്ട്സ് ഓഫ് ദർ എർത്ത്. ദേ ഹാഡ് നോ റിഗ്രറ്റ്, പ്ലാൻസ് ഓർ ഹോപ്സ്. യാത്രക്കാരെല്ലാവരും ആ ഒരു യാത്രയിൽ വല്ലാതെ മുഴുകിയത് കാരണം തന്നെ ഭൂമിയെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും അവർ മറന്നിരുന്നു. വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ദ ബലൂൺ വാസ് ലൈക്ക് എ ട്രാവലിംഗ് പ്ലാനറ്റ്. സഞ്ചരിക്കുന്ന ഒരു പ്ലാനറ്റ്, ഒരു ഗോളത്തെ പോലെയായിരുന്നു അവരുടെ ആ ഒരു ഹോട്ട് എയർ ബലൂൺ. വെൻ ദേ റീച്ച്ഡ് 2350 മീറ്റേഴ്സ് ഹൈറ്റ് ദ ബലൂൺ ബിഗാൻ ടു ഡിസെൻഡ്. അങ്ങനെ 2350 മീറ്ററിലെത്തിയ ശേഷം ആ ഒരു ബലൂൺ താഴോട്ടിറങ്ങാൻ തുടങ്ങി. ദ വെൻ ഡൗൺ റാപ്പിഡ്ലി. വളരെ സ്പീഡിലായിരുന്നു, വളരെ വേഗത്തിലായിരുന്നു താഴോട്ടുള്ള അവരുടെ യാത്ര. ദ സൺ റോസ് ആൻഡ് ദ പാസഞ്ചേഴ്സ് കുഡ് സീ ഓൾ ദ ലിറ്റിൽ ഡീറ്റെയിൽസ് ഓൺ എർത്ത്. അങ്ങനെ സൂര്യൻ ഉദിക്കുകയും ആ ഒരു യാത്രക്കാർക്ക് ഭൂമിയിലുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുകയും ചെയ്തു. ദേ കുഡ് സീ മാസ്റ്റ്, സീ, ഫീൽഡ്സ്, സ്ട്രീംസ്, കൗസ് ആൻഡ് പെസൻസ്. കപ്പൽപ്പായകൾ, കടൽ, വയലുകൾ, അരുവികൾ, അതുപോലെ തന്നെ പശുക്കൾ, മൃഗങ്ങൾ, ദെൻ പെസൻസ് അതായത് കർഷകർ തുടങ്ങിയവയെല്ലാം അവർക്ക് കാണാൻ സാധിച്ചു. ക്യാപ്റ്റൻ ജോയ്സ് ഓർഡേർഡ് ടു ഡിസെൻഡ്. അങ്ങനെ താഴോട്ട് ഇറങ്ങാനുള്ള നിർദ്ദേശം ക്യാപ്റ്റൻ ജോയ്സ് നൽകുകയാണ്. ദ ബാസ്ക്കറ്റ് ഹിറ്റ് ഓൺ ദ എർത്ത് ആൻഡ് ഫ്ലൂ അപ്പ് എഗെയിൻ. അങ്ങനെ ആ ഒരു ഹോട്ട് എയർ ബലൂണിലുള്ള ആ ഒരു ബാസ്ക്കറ്റ്, താഴെയുള്ള ആ ഒരു ബാസ്ക്കറ്റ് ഭൂമിയിൽ തട്ടുകയും വീണ്ടും മുകളിലിട്ട് ഉയരുകയും ചെയ്തു. എഗെയിൻ ഇറ്റ് ടച്ച്ഡ് ദ ഗ്രൗണ്ട് ആൻഡ് സെറ്റിൽഡ് ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ വീണ്ടും അത് ഗ്രൗണ്ടിൽ തട്ടുകയും അത് ഗ്രൗണ്ടിൽ സെറ്റിലാവുകയും ചെയ്തു. ദ ലാൻഡഡ് ഇൻ എ ഫീൽഡ് ബെൽജിയം. ബെൽജിയത്തിലുള്ള ഒരു വയലിലായിരുന്നു അവർ ഇറങ്ങിയത്, ഒരു കൃഷിഭൂമിയിലായിരുന്നു അവർ ഇറങ്ങിയത്. ദ പെസൻസ് റാൻ ടുവാർഡ്സ് ദം. അങ്ങനെ ആ ഒരു കൃഷിഭൂമിയിൽ ആ ഒരു ബലൂൺ ഇറങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കർഷകർ അതുവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ദ പെസൻസ് ഹെൽപ്പ് ദം ടു പാക്ക് അപ്പ് ദെയർ മെറ്റീരിയൽസ് ആൻഡ് ക്യാരി ഇറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം വെയർ ദ ടുക്ക് ട്രെയിൻ ഫോർ പാരീസ്.
അങ്ങനെ അവിടേക്ക് ഓടി വന്ന കർഷകരുടെ സഹായത്തോടു കൂടെ എല്ലാ മെറ്റീരിയൽസും, അതായത് ആ ഒരു യാത്രക്ക് അവർ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും അവർ പാക്കപ്പ് ചെയ്യുകയും അവരുടെ സഹായത്തോടു കൂടെ, കർഷകരുടെ സഹായത്തോടു കൂടെ അവയെല്ലാം റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് ആ ഒരു ട്രെയിനിലൂടെ അവർ തിരികെ പാരീസിലേക്ക് പോവുകയും ചെയ്തു. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ ട്രിപ്പ് ഓഫ് ലെഹോല എന്ന യാത്രാ വിവരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓൾ ദി ട്രാവലേഴ്സ് റിയലി എൻജോയ് ദ ജേണി. അങ്ങനെ എല്ലാ യാത്രക്കാരും ആ ഒരു ജേണി, ആ ഒരു യാത്ര നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ദേ വാച്ച്ഡ് ദ സെറ്റിംഗ് സൺ, റൈസിംഗ് മൂൺ ആൻഡ് റൈസിംഗ് സൺ എറ്റ്സെട്ര. ആ ഒരു യാത്രക്കിടയിൽ, അതായത് ലെഹോല എന്ന ഹോട്ട് എയർ ബലൂണിലൂടെയുള്ള ആ ഒരു യാത്രക്കിടയിൽ, ആകാശത്തിലൂടെയുള്ള ആ ഒരു യാത്രക്കിടയിൽ സൂര്യാസ്തമയവും ചന്ദ്രൻ്റെ ഉദയവും അതുപോലെ തന്നെ സൂര്യൻ്റെ ഉദയവും എല്ലാം അവർക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിച്ചു. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള 3-ാം ചാപ്റ്ററായ ദ സേക്രഡ് ടർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന ഫിജിയൻ ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ദ സേക്രഡ് ടർട്ടിൽസ് ഓഫ് കണ്ടാവു, കണ്ടാവുവിലെ വിശുദ്ധരായ കടലാമകൾ. ഇറ്റ്സ് എ ഫിജിയൻ ലെജൻഡ്. ഇതൊരു ഫിജിയൻ ലെജൻഡാണ്, അതായത് ഒരു ഐതിഹ്യമാണ്. ലെജൻഡ് ഈസ് എ ട്രഡീഷണൽ സ്റ്റോറി പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു ദ അതർ. തലമുറകളായിട്ട് കൈമാറി വരുന്ന കഥകളെയാണ് നാം ലെജൻഡ് എന്ന് പറയുന്നത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ദ സേക്രഡ് ടർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ബ്രീഫായിട്ടുള്ള സമ്മറി മനസ്സിലാക്കാം. ഫിജി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. ഒരു കൂട്ടം ദ്വീപുകളുടെ പേരാണ് ഫിജി, അതായത് ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഫിജി. ദെൻ കണ്ടാവു ഈസ് വൺ ഓഫ് ദ ലാർജർ ഐലൻഡ്സ് ഓഫ് ഫിജി ഗ്രൂപ്പ്. ഫിജി ഗ്രൂപ്പിലുള്ള, അതായത് ധാരാളം ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഫിജി. അതിൽപ്പെട്ട വലിയ ഒരു ദ്വീപിൻ്റെ പേരാണ് കണ്ടാവു. ദെൻ നമുവാന ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു. കണ്ടാവു ദ്വീപിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വില്ലേജ്, ഒരു ഗ്രാമമാണ് നമുവാന. ഒന്നുകൂടെ പറയാം, ഒരു കൂട്ടം ദ്വീപുകളുടെ പേരാണ് ഫിജി. അതിൽപ്പെട്ട വലിയ ഒരു ദ്വീപാണ് കണ്ടാവു. ദെൻ കണ്ടാവു എന്ന ദ്വീപിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് നമുവാന. ദെൻ ദർ ഇസ് എ സ്ട്രേഞ്ച് റിച്വൽ ഇൻ നമുവാന. നമുവാന എന്ന ആ മനോഹരമായിട്ടുള്ള ആ ഒരു ഗ്രാമത്തിൽ വളരെ സ്ട്രേഞ്ചായിട്ടുള്ള, അപരിചിതമായിട്ടുള്ള ഒരു ആചാരമുണ്ട്. അതായത് ദ വിമൻ ഓഫ് നമുവാന പെർഫോം എ സ്ട്രേഞ്ച് റിച്വൽ എവറി ഇയർ. എല്ലാ വർഷവും നമുവാനയിലുള്ള സ്ത്രീകൾ ഒരു അപരിചിതമായിട്ടുള്ളൊരു ആചാരം ആചരിക്കാറുണ്ട്. ദ നെയിം ഓഫ് ദ സ്ട്രേഞ്ച് റിച്വൽ ഈസ് ടേർട്ടിൽ കോളിംഗ്. ആ ഒരു ആചാരത്തിൻ്റെ, അപരിചിതമായിട്ടുള്ള ആ ഒരു ആചാരത്തിൻ്റെ പേരാണ് ടേർട്ടിൽ കോളിംഗ്, ആമകളെ വിളിക്കുക എന്നുള്ളത്. ടേർട്ടിൽ കോളിംഗ്, ആമകളെ വിളിക്കുക എന്ന ഈ ഒരു അപരിചിതമായിട്ടുള്ള, അതായത് നമുവാന വില്ലേജിലുള്ള ടേർട്ടിൽ കോളിംഗ് എന്ന ഈ ഒരു അപരിചിതമായിട്ടുള്ള ആചാരം എങ്ങനെയാണ് അവർ ആചരിക്കുക എന്നത് നമുക്ക് നോക്കാം. ഓൾ ദ മെയ്ഡൻസ് ഓഫ് ദ വില്ലേജ് ഓഫ് നമുവാന അസംബിൾ ഓൺ ദ സീഷോർ. നമുവാന ഗ്രാമത്തിലുള്ള എല്ലാ കന്യകമാരായിട്ടുള്ള സ്ത്രീകളും കടൽ തീരത്ത് ഒരുമിച്ച് കൂടുന്നു. ദ സിംഗ് എ സ്ട്രേഞ്ച് ചാർട്ട്. വളരെ വിചിത്രമായിട്ടുള്ള, സ്ട്രേഞ്ച് ആയിട്ടുള്ള മന്ത്രരൂപത്തിലുള്ള ഒരു പാട്ട് അവർ പാടുകയും ചെയ്യുന്നു. അതായത് നമുവാന ഗ്രാമത്തിലുള്ള എല്ലാ കന്യകമാരായിട്ടുള്ള സ്ത്രീകളും കടൽ തീരത്ത് ഒരുമിച്ച് കൂടുകയും വളരെ വിചിത്രമായ മന്ത്രരൂപത്തിലുള്ള ഒരു പാട്ട് അവർ പാടുകയും ചെയ്യുന്നു. As they sing a strange chant, a lot of turtles would rise one by one to lie on the surface to listen the song. അങ്ങനെ ആ ഒരു കടൽ തീരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള കന്യകമാരായിട്ടുള്ള സ്ത്രീകൾ വളരെ വിചിത്രമായിട്ടുള്ള മന്ത്രരൂപത്തിലുള്ള ഒരു പാട്ട് പാടുന്ന സമയത്ത് ആ ഒരു പാട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കടലിലുള്ള കടലാമകൾ വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വരികയാണ്. The turtles lie on the surface and listen to the maiden's song. അങ്ങനെ ഉയർന്നു വന്ന ആ ഒരു കടലാമകൾ വെള്ളത്തിന് മുകളിൽ കിടക്കുകയും ആ ഒരു കന്യകമാരായിട്ടുള്ള സ്ത്രീകൾ പാടുന്ന ആ ഒരു വിചിത്രമായിട്ടുള്ള പാട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ സ്ട്രേഞ്ച് റിച്വൽ ഓഫ് നമുവാന. ഇതാണ് നമുവാനയിലെ വിചിത്രമായിട്ടുള്ള ആചാരം, ടേർട്ടിൽ കാളിംഗ് എന്ന ആ ഒരു വിചിത്രമായിട്ടുള്ള ആചാരം. അതായത് ഒരു ദിവസം നമുവാന ഗ്രാമത്തിലുള്ള എല്ലാ കന്യകമാരായിട്ടുള്ള സ്ത്രീകളും വിചിത്രമായിട്ടുള്ളൊരു പാട്ട് കടൽ തീരത്ത് വെച്ച് പാടുകയും അവരെ പാട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കടലിൽ നിന്ന് വലിയ കടലാമകൾ ഉയർന്നു വരികയും ചെയ്യുന്നു. ഇതാണ് ടേർട്ടിൽ കാളിംഗ് എന്ന നമുവാനയിലെ വിചിത്രമായിട്ടുള്ള ആചാരം. ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ ഈസ് ഫോർബിഡൻ ഫോർ ഫിഷിംഗ് ഓഫ് ടേർട്ടിൽസ്. ഈ ഒരു ഏരിയയിൽ, അതായത് ഈ ഒരു ആചാരം നടക്കുന്ന ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു കടൽ തീരത്ത് ആമകളെ പിടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ദെൻ ദർ ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് സൈഡ് ലൈൻ ടു ദിസ് പെർഫോമൻസ്. അവർ നടത്തുന്ന ഈ ഒരു ടേർട്ടിൽ കാളിംഗ് എന്ന ആമകളെ വിളിക്കുക എന്ന ഒരു ആചാരത്തിൻ്റെ കൂടെ തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം കൂടെയുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇഫ് എനി മെമ്പർ ഓഫ് ദ നെയ്ബറിംഗ് വില്ലേജ് നബുക്കലേവ് ഈസ് പ്രസൻറ്റ് ഡ്യൂറിംഗ് ദ റിച്വൽ, ദെൻ ദ ടേർട്ടിൽസ് വിൽ നോട്ട് റൈസ് ടു ദ സർഫസ് ഓഫ് ദ വാട്ടർ. ഹെൻസ് ദ ടേർട്ടിൽ കാളിംഗ് വിൽ ഹാവ് ടു ബി അബാൻഡൻഡ്. ഈ ഒരു ആചാരം നടക്കുന്ന സമയത്ത്, അതായത് ടേർട്ടിൽ കാളിംഗ്, ആമകളെ വിളിക്കുക എന്നുള്ള ഈ ഒരു ആചാരം നടക്കുന്ന സമയത്ത്
അവരുടെ അടുത്ത ഗ്രാമമായിട്ടുള്ള നബുക്കലേവിൽ നിന്നുള്ള ആരെങ്കിലും ഇവിടെ പ്രസൻ്റ് ആണെങ്കിൽ അവിടെ ഉണ്ട് എങ്കിൽ ആ ഒരു സമയത്ത് കടലാമകൾ ഉയർന്നു വരില്ല. അതുകൊണ്ട് തന്നെ ടേർട്ടിൽ കാളിംഗ് എന്ന ഒരു ആചാരം അവർ നിർത്തിവെക്കുകയും ചെയ്യും. ദെൻ ദർ ഇസ് എ സ്ട്രേഞ്ച് സ്റ്റോറി ബിഹൈൻഡ് ദിസ് സ്ട്രേഞ്ച് റിച്വൽ. ഈ ഒരു വിചിത്രമായിട്ടുള്ള ആചാരത്തിന് പിന്നിലും അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന്, അതായത് അവരുടെ അടുത്ത ഗ്രാമമായിട്ടുള്ള നബുക്കലേവിൽ നിന്നുള്ള ആളുകൾ ഇവിടെ പ്രസൻ്റ് ആകുന്ന സമയത്ത് ആമകൾ ഉയർന്നു വരാതിരിക്കാനുള്ള കാരണമായിട്ടും അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് ഏതൊരു വിചിത്രമായിട്ടുള്ള ആചാരത്തിന് പിന്നിലും ഒരു കഥയുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ടേർട്ടിൽ കാളിംഗ്, ആമകളെ വിളിക്കുക എന്നുള്ള ഈ ഒരു വിചിത്രമായിട്ടുള്ള ആചാരത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. ദ ടേർട്ടിൽ കാളിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് ആൻഷ്യൻ ലെജൻഡ്. ആ ഒരു പുരാതനമായിട്ടുള്ള ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടേർട്ടിൽ കാളിംഗ് എന്ന ഈ ഒരു അപരിചിതമായിട്ടുള്ള ആചാരം അവർ ആചരിക്കുന്നത്. ടേർട്ടിൽ കാളിംഗ് എന്ന അപരിചിതമായിട്ടുള്ള ഈ ഒരു ആചാരത്തിന് പിന്നിലെ കഥ എന്താണ് എന്ന് നോക്കാം. ലോങ് എഗോ there lived a princess named ടിനൈ കൊബോഗ. ടിനൈ കൊബോഗ എന്ന പേരുള്ള ഒരു രാജകുമാരി അവിടെ താമസിച്ചിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ടിനൈ കൊബോഗ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഡോട്ടർ റൊഡാലിസ്. ടിനൈ കൊബോഗക്ക് റൊഡാലിസ് എന്ന പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. ടിനൈ കൊബോഗ ആൻഡ് ഹർ ഡോട്ടർ റൊഡാലിസ് ഹാഡ് എ ഹോബി. ആ ഒരു ഗ്രാമത്തിലെ രാജകുമാരിയായ ടിനൈ കൊബോഗക്കും അവരുടെ മകളായിട്ടുള്ള റൊഡാലിസിനും ഒരു ഹോബി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ഹോബി? ദെയർ ഹോബി വാസ് ഫിഷിംഗ്. മീൻ പിടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഹോബി. അതായത് ദേ യൂസ് ടു ഗോ ഫോർ ഫിഷിംഗ് ഓൺ ദ റീഫ്സ്. കടലിലുള്ള പാറക്കെട്ടിന് മുകളിലൂടെ അവർ മീൻ പിടിക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ വൺ ഡേ ദേ വെന്റ് ഫോർ ഫിഷിംഗ് ഫർദർ ദാൻ യൂഷ്വൽ. അങ്ങനെ ഒരു ദിവസം അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. സാധാരണ പോകാറുള്ളതിനേക്കാൾ ദൂരത്തേക്കായിരുന്നു അന്ന് അവർ മീൻ പിടിക്കാൻ പോയത്. വൈൽ ദേ വെർ ഫിഷിംഗ് സം ക്രൂവൽ ഫിഷർമെൻ ഫ്രം ദ നെയ്ബറിംഗ് വില്ലേജ് നബുക്കലേവു കെയിം ഓവർ ദെയർ ഇൻ എ കാനോയ്. അങ്ങനെ ഈ രണ്ട് സ്ത്രീകളും, അതായത് നമുവാനയിലെ രാജകുമാരിയായിട്ടുള്ള ടിനൈ കൊബോഗയും അവരുടെ മകളായിട്ടുള്ള റൊഡാലിസും മീൻ പിടിക്കാൻ പോയ സമയത്ത് അവരുടെ അടുത്ത ഗ്രാമമായിട്ടുള്ള നബുക്കലേവിൽ നിന്നുള്ള വളരെ ക്രൂരന്മാരായിട്ടുള്ള മീൻപിടുത്തക്കാർ അവരുടെ ചെങ്ങാടത്തിൽ അവിടെ വരികയാണ്. ദേ സോ ദ പ്രിൻസസ് ആൻഡ് ഹർ ഡോട്ടർ. അങ്ങനെ നബുക്കലേവിൽ നിന്നുള്ള ക്രൂരന്മാരായിട്ടുള്ള ഒരു മീൻപിടുത്തക്കാർ രാജകുമാരിയെയും രാജകുമാരിയുടെ മകളെയും കാണുന്നു. ദ ക്രൂവൽ ഫിഷർമാൻ ഫ്രം നബുക്കലേവു സീസ് ദ ടു വിമിൻ ബൗണ്ട് ദർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആൻഡ് ത്രൂ ദം ടു ദയർ കാനോയ്. അങ്ങനെ നബുക്കലേവിൽ നിന്നുള്ള ആ ഒരു ക്രൂരന്മാരായിട്ടുള്ള മീൻപിടുത്തക്കാർ രാജകുമാരിയെയും രാജകുമാരിയുടെ മകളെയും, അതായത് ടിനൈ കൊബോഗയെയും റൊഡാലിസിനെയും പിടിക്കുകയും അവരുടെ കൈകാലുകൾ കെട്ടുകയും അവരുടെ ബോട്ടിലേക്ക് ഇവരെ എറിയുകയും ചെയ്യുന്നു. Then the cruel fishermen began their journey to their village. അങ്ങനെ ഈ രണ്ട് സ്ത്രീകളെയും കൊണ്ട്, ടിനൈ കൊബോഗയെയും റൊഡാലിസിനെയും കൊണ്ട് നബുക്കലേവിൽ നിന്നുള്ള ക്രൂരന്മാരായിട്ടുള്ള ഫിഷർമാൻ മീൻപിടുത്തക്കാർ അവരുടെ നാട്ടിലേക്ക് പോകുന്നു. The two women cried to save their life. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രണ്ട് സ്ത്രീകളും ആ രാജകുമാരിയും രാജകുമാരിയുടെ മകളും കരയുന്നു. But the cruel fishermen didn't listen their request. എന്നാൽ ക്രൂരന്മാരായിട്ടുള്ള നബുക്കലേവിൽ നിന്നുള്ള ആ ഒരു ക്രൂരന്മാരായിട്ടുള്ള മീൻപിടുത്തക്കാർ അതൊന്നും ശ്രദ്ധിച്ചില്ല. Then the two women prayed to the gods to save their life. അങ്ങനെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഈ രണ്ട് സ്ത്രീകളും ടിനൈ കൊബോഗയും റൊഡാലിസിനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. The gods of the sea were kind. കടലിലെ ദൈവങ്ങൾ ദയയുള്ളവരായിരുന്നു. The answer to the prayers of the two women. ഈ രണ്ട് സ്ത്രീകളുടെയും പ്രാർത്ഥനകൾക്ക് കടലിലെ ദൈവങ്ങൾ ഉത്തരം നൽകുന്നു. എന്താണ് കടലിലെ ദൈവങ്ങൾ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്? They made a storm at sea. അവർ കടലിൽ വലിയ കൊടുങ്കാറ്റുണ്ടാക്കുന്നു. A great storm arose and the canoe was tossed about by huge waves which almost drowned it. അങ്ങനെ കടലിൽ വലിയ കൊടുങ്കാറ്റുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു നബുക്കലേവിൽ നിന്നുള്ള ഫിഷർമാൻ, അതായത് നബുക്കലേവിൽ നിന്നുള്ള ക്രൂരന്മാരായിട്ടുള്ള ആ ഒരു മീൻപിടുത്തക്കാരുടെ ചെങ്ങാടം വെള്ളത്തിൽ മുങ്ങാനും അവരുടെ ചെങ്ങാടത്തിൽ വെള്ളം നിറയാനും തുടങ്ങി. അതായത് ദ ഫിഷർമാൻസ് canoe began to sink. ആ ഒരു മീൻപിടുത്തക്കാരുടെ ചെങ്ങാടം ആ ഒരു കടലിൽ മുങ്ങാൻ തുടങ്ങി. The gods changed the helpless women into turtles. അങ്ങനെ ആ ഒരു ചെങ്ങാടത്തിലുണ്ടായിരുന്ന നിസ്സഹായരായ രണ്ട് സ്ത്രീകളെയും ടിനൈ കൊബോഗയെയും റൊഡാലിസിനെയും ദൈവങ്ങൾ അവരുടെ രൂപം മാറ്റി ആമകളുടെ രൂപത്തിലേക്ക് മാറ്റി. The fishermen were surprised to see that the two women had turned into turtles. ഈ രണ്ട് സ്ത്രീകളെയും, അതായത് ടിനൈ കൊബോഗയും റൊഡാലിസും കടലാമകളായി മാറിയത് കണ്ട നബുക്കലേവിൽ നിന്നുള്ള ക്രൂരന്മാരായിട്ടുള്ള ആ ഒരു മീൻപിടുത്തക്കാർ അമ്പരന്നു. To save their lives, the fishermen threw the turtles into the sea. അങ്ങനെ നബുക്കലേവിൽ നിന്നുള്ള ക്രൂരന്മാരായിട്ടുള്ള ഒരു ഫിഷർമാൻ, ആ ഒരു മീൻപിടുത്തക്കാർ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കടലാമകളായി മാറിയ രണ്ട് സ്ത്രീകളെയും കടലിലേക്ക് എറിഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ദ വെദർ ബിക്കെയിം കാം. അങ്ങനെ ഉടനെ തന്നെ കടലിലെ കാലാവസ്ഥ ശാന്തമായി. ദ നബുക്കലേവ് ഫിഷർമാൻ കണ്ടിന്യൂഡ് ദെയർ ജേർണി ടു ദെയർ വില്ലേജ്.
അങ്ങനെ കാലാവസ്ഥ ശാന്തമായ സമയത്ത് നബുക്കലയിൽ നിന്നുള്ള ഫിഷർമെൻ മീൻപിടുത്തക്കാർ അവരുടെ ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. The two women from Namuana who had been changed into turtles lived at sea. എന്നാൽ കടലാമകളായി മാറിയ നബുക്കലേവിൽ നിന്നുള്ള രണ്ട് സ്ത്രീകൾ, അതായത് ടെനേക്കോബോഗയും റൊഡാലിസും, അവർ കടലിൽ ജീവിക്കുകയും ചെയ്തു. The people of Namuana village believe that the turtles rise from the sea. When the village women sing the chant are the descendants of the two women. നമോന ഗ്രാമത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് നമോനയിലുള്ള സ്ത്രീകൾ പാട്ട് പാടുന്ന സമയത്ത് കടലിൽ നിന്ന് ഉയർന്നു വരുന്ന കടലാമകൾ ഈ രണ്ട് സ്ത്രീകളുടെയും, അതായത് ടിനേക്കോബോഗയുടെയും റൊഡാലിസിൻ്റെയും പിൻഗാമികളാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദിസ് ഈസ് എ സ്റ്റോറി ബിഹൈൻഡ് ദ സ്ട്രേഞ്ച് റിച്വൽ. ഇതാണ് ഇവിടെ മുകളിൽ വിശദീകരിച്ച ഈ ഒരു കഥയാണ് ടേർട്ടിൽ കാളിംഗ് എന്ന അപരിചിതമായിട്ടുള്ള ആചാരത്തിന് പിന്നിലുള്ള കഥ. Now, if any member of Nabukkalev village is present there at the time of the turtle calling, the turtle will not rise from the sea. ഈ ഒരു ആചാരം നടക്കുന്ന സമയത്ത്, അതായത് ടേർട്ടിൽ കാളിംഗ് എന്ന ഈ ഒരു ആചാരം നമോന ഗ്രാമത്തിൽ നടക്കുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് നബുക്കലയിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ കടലാമകൾ ഉയർന്നു വരാറില്ല. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. This unit deals with the disasters and disaster management. ദുരന്തങ്ങളും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ദുരന്തങ്ങളും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് 3 ചാപ്റ്ററുകളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അഞ്ജന മജുംദാറിൻ്റെ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന എസ്സേയും ഡോക്ടർ എ.ജെ. ക്രോണിൻ എഴുതിയിട്ടുള്ള ദ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന ഷോർട്ട് സ്റ്റോറിയും ബെഞ്ചമിൻ പെക്കെയ്ത്ത് എഴുതിയിട്ടുള്ള ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന കവിതയുമാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഈ ഓരോ ചാപ്റ്ററുകളുടെയും വളരെ ബ്രീഫായിട്ടുള്ള, വളരെ ചുരുങ്ങിയ രീതിയിലുള്ള സമ്മറി നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന എസ്സേയുടെ സമ്മറി മനസ്സിലാക്കാം. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ, ദുരന്തങ്ങളും ദുരന്ത നിവാരണവും ഇന്ത്യയിൽ. ഇറ്റ്സ് എൻ എസ്സേ റിട്ടൺ ബൈ അഞ്ജന മജുംദാർ. അഞ്ജന മജുംദാർ എഴുതിയിട്ടുള്ള എസ്സേയാണ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ് ഡിസ്ക്രൈബ്സ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ദുരന്തങ്ങളുടെ വിവിധ വശങ്ങളാണ് ഈ ഒരു എസ്സേയിലൂടെ വിശദീകരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിലൂടെ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്, ആഗോള പശ്ചാത്തലത്തിലുള്ള ദുരന്തങ്ങൾ. ദെൻ ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇന്ത്യൻ സാഹചര്യത്തിലുള്ള ദുരന്തങ്ങൾ. ദെൻ ദ റീജിയൻസ് അഫക്റ്റഡ് ബൈ ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങൾ ബാധിക്കുന്ന പ്രദേശങ്ങൾ. ദെൻ ദ മേജർ ഡിസാസ്റ്റേഴ്സ് ഹാപ്പൻഡ് ഇൻ ദ വേൾഡ് ആൻഡ് ഇൻ ദ കൺട്രി, ലോകത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും സംഭവിച്ചിട്ടുള്ള വ്യത്യസ്തമായ ദുരന്തങ്ങൾ. ദെൻ ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങളുടെ ആഘാതങ്ങൾ. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ദുരന്ത നിവാരണം. ഇത്രയും കാര്യങ്ങളാണ് ദ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന എസ്സേയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ഡിസാസ്റ്റർ ഈസ് എൻ അൺഎക്സ്പെക്റ്റഡ് ട്രാജഡി. അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു ട്രാജഡി, ഒരു ദുരന്തമാണ് ഡിസാസ്റ്റർ. ഇറ്റ്സ് എ കോമൺ ഫിനോമിനൻ ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യരാശിക്ക് തന്നെ ഇതൊരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അതായത് സാധാരണയായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഡിസാസ്റ്റർ, ദുരന്തം. നവഡേയ്സ് ഡിസാസ്റ്റേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി. ഇക്കാലത്ത് ദുരന്തങ്ങളുടെ തീവ്രതയും ആവർത്തനവും വർദ്ധിച്ചിട്ടുണ്ട്. സം ഓഫ് ദ കോമൺ ഡിസാസ്റ്റേഴ്സ് ആർ ഫ്ലഡ്, cyclone, earthquake, landslide, drought, forest fire, accident, plane crashes, storm, war, riot, etc. സാധാരണയായിട്ട് സംഭവിക്കുന്ന ചില ദുരന്തങ്ങളാണ് ഫ്ലഡ്, വെള്ളപ്പൊക്കം, സൈക്ലോൺ, ചുഴലിക്കാറ്റ്, എർത്ത് ഭൂമികുലുക്കം, ലാൻഡ്സ്ലൈഡ്, മണ്ണിടിച്ചിൽ, ദെൻ ഡ്രൗട്ട്, വരൾച്ച, ഫോറസ്റ്റ് ഫയേഴ്സ്, കാട്ടുതീ, ആക്സിഡൻറ്റ്, അപകടങ്ങൾ, പ്ലെയിൻ ക്രാഷസ്, വിമാന അപകടങ്ങൾ, സ്റ്റോം, കൊടുങ്കാറ്റ്, വാർ, യുദ്ധം, റയറ്റ്, കലാപം. നമ്മുടെ ലോകത്ത് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളാണിവ. ദെൻ ദർ ആർ 2 types ഓഫ് ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. 2 തരത്തിലുള്ള ദുരന്തങ്ങളാണുള്ളത്. അതായത് ദുരന്തങ്ങളെ നമുക്ക് 2ആയി തരംതിരിക്കാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ. ദെൻ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ.
Some of the common natural disasters are flood, cyclone, earthquake, landslide, drought, forest fires, tornado, hurricane, storm, etc. സാധാരണയായിട്ട് സംഭവിക്കാറുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ഫ്ലഡ്, വെള്ളപ്പൊക്കം, സൈക്ലോൺ, ചുഴലിക്കാറ്റ്, എർത്ത് ഭൂകമ്പം, ലാൻഡ്സ്ലൈഡ്, ഉരുൾപൊട്ടൽ, ഡ്രൗട്ട്, വരൾച്ച, ഫോറസ്റ്റ് ഫയേഴ്സ്, കാട്ടുതീ, ടൊർണേഡോ, ഹരിക്കെയിൻ, സ്റ്റോം, കൊടുങ്കാറ്റ് എന്നിവ. ടൊർണേഡോ അതുപോലെ തന്നെ ഹരിക്കെയിൻ എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള ചുഴലിക്കാറ്റുകളും അതുപോലെ തന്നെ കൊടുങ്കാറ്റുകളുമാണ്. അപ്പോൾ ഇത്രയും ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങളായിട്ട് സാധാരണ സംഭവിക്കാറുള്ളത്. ദെൻ ഫ്ലഡ് ഈസ് ദ മോസ്റ്റ് കോമൺ ഡിസാസ്റ്റർ. ഈ ഒരു ദുരന്തങ്ങളിൽ, പ്രകൃതി ദുരന്തങ്ങളിൽ വെള്ളപ്പൊക്കമാണ് സർവ്വസാധാരണമായിട്ട് സംഭവിക്കാറുള്ള ഒരു ദുരന്തം. ആൻഡ് ഡ്രൗട്ട് ഈസ് ദ ഡെഡ്ലിസ്റ്റ് ഡിസാസ്റ്റർ. അതുപോലെ തന്നെ വരൾച്ചയാണ് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ദുരന്തം. The 48% of deaths are due to natural disasters. ഇന്ന് ലോകത്ത് നടക്കുന്ന മരണങ്ങളിൽ 48% സംഭവിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നാണ്. Then war, riot, accidents are the man-made disasters. യുദ്ധം, കലാപങ്ങൾ, അതുപോലെ തന്നെ അപകടങ്ങൾ എന്നിവ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. Poor sections of the society are most affected in a disaster. ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് സമൂഹത്തിലെ ഏറ്റവും ദരിദ്ര വിഭാഗങ്ങളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. Thousands of people die each year due to disasters. ദുരന്തങ്ങൾ കാരണം ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. Disasters cause death, damage and destruction. ദുരന്തങ്ങൾ മരണത്തിനും നാശത്തിനും അതുപോലെ തന്നെ കേടുപാടുകൾക്കും കാരണമാകുന്നു. Disasters affect both developed and developing countries. വികസിത രാജ്യങ്ങളെയും അതുപോലെ തന്നെ വികസ്വര രാജ്യങ്ങളെയും ദുരന്തങ്ങൾ ബാധിക്കുന്നുണ്ട്. Underdeveloped countries are more vulnerable to disasters. വികസ്വര രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾക്ക് ഇരയാകുന്നത്. ഇന്ത്യ ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ്. ദുരന്തങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ദ മെയിൻ റീസൺസ് ആർ ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ, ലോങ് കോസ്റ്റ് ലൈൻ, സ്നോ ക്ലാഡ് പീക്സ്, ഹൈ മൗണ്ടെയിൻ റേഞ്ചസ്, പെരനിയൽ റിവേഴ്സ്, ഓവർ പോപ്പുലേഷൻ എറ്റ്സെട്ര. ഇന്ത്യയിൽ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ദെൻ ലോങ് കോസ്റ്റ് ലൈൻ, നീണ്ട തീരപ്രദേശം, ദെൻ സ്നോ ക്ലാഡ് പീക്സ്, മഞ്ഞു മൂടിയ കൊടുമുടികൾ, ദെൻ ഹൈ മൗണ്ടെയിൻ റേഞ്ചസ്, ഉയർന്ന മലനിരകൾ, ദെൻ പെരനിയൽ റിവേഴ്സ്, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നദികൾ, ദെൻ ഓവർ പോപ്പുലേഷൻ, ജനസംഖ്യാ വർധനവ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യയിൽ ദുരന്തങ്ങൾ സംഭവിക്കാൻ ഏറെ സാധ്യതയുണ്ട്. Overpopulation causes the exploitation of resources and it influences the natural disasters a lot. ജനസംഖ്യാധിക്യം അതായത് ജനസംഖ്യാ വർധനവ് വിഭവങ്ങളുടെ ചൂഷണത്തിന് കാരണമാവുകയും അത് പ്രകൃതി ദുരന്തങ്ങളെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്നു. In India, major disasters occur in northern region, northeastern region, southern region and western region. ഇന്ത്യയിൽ വടക്കൻ മേഖല, വടക്ക് കിഴക്കൻ മേഖല, തെക്കൻ മേഖല, പടിഞ്ഞാറൻ മേഖല എന്നിവിടങ്ങളിലെല്ലാം വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്ത്യ സഫേഴ്സ് ഫ്രം എർത്ത് ലാൻഡ്സ്ലൈഡ്സ്, ഫ്ലഡ്സ്, ഡ്രൗട്ട്സ്, സൈക്ലോൺ, വിൻഡ് ഇറോഷൻ, സീ ഇറോഷൻ എറ്റ്സെട്ര. ഇന്ത്യയിൽ സർവ്വസാധാരണമായി നടക്കുന്ന ദുരന്തങ്ങളാണ് ഭൂകമ്പങ്ങൾ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ്, മണ്ണൊലിപ്പ്, കടൽക്ഷോഭം എന്നിവ. സുനാമി ഈസ് എ ന്യൂ ഫോം ഓഫ് ഡിസാസ്റ്റർ. ദുരന്തങ്ങളുടെ ഒരു പുതിയ രൂപമാണ് സുനാമി. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഈസ് ദ മാൻ-മെയ്ഡ് ഡിസാസ്റ്റർ ദാറ്റ് ഇന്ത്യ വിറ്റ്നസ്ഡ് ഇൻ ദ ലാസ്റ്റ് സെഞ്ചുറി. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സംഭവിച്ച മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഭോപ്പാൽ വാതക ദുരന്തം. ദ ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആർ ഡെത്ത്, ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ. ദുരന്തങ്ങളുടെ ആഘാതങ്ങളാണ് മരണം, നാശനഷ്ടങ്ങൾ, കേടുപാടുകൾ എന്നിവ. ഡിസാസ്റ്റേഴ്സ് അഫക്റ്റ് ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഓഫ് ദാറ്റ് പ്ലേസ്. ദുരന്തങ്ങൾ ആ ഒരു സ്ഥലത്തെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തെ ബാധിക്കുന്നു. ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് ഇൻക്ലൂഡ് കമ്മ്യൂണിക്കേഷൻ, പവർ സപ്ലൈ, വാട്ടർ സപ്ലൈ, ഹെൽത്ത് കെയർ, ഡ്രെയിനേജ് എറ്റ്സെട്ര. ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം അതായത് വാർത്താവിനിമയം, പവർ സപ്ലൈ, വൈദ്യുതി വിതരണം, വാട്ടർ സപ്ലൈ, ജലവിതരണം, ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം, ഡ്രെയിനേജ് എന്നിവ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും ദുരന്തങ്ങൾ ബാധിക്കുന്നു. ഡിസാസ്റ്റേഴ്സ് അഫക്ട് ദ കൊമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ദുരന്തങ്ങൾ വാണിജ്യ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോസസ്. ദുരന്ത നിവാരണ പ്രക്രിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള പുനരധിവാസം. ദെൻ ബിൽഡിംഗ് സ്ട്രക്ചർ ബിക്കംസ് ദ കോസ് ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത് അറ്റ് ദ ടൈം ഓഫ് എ ഡിസാസ്റ്റർ.
ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് കെട്ടിടങ്ങളുടെ ഘടന കൂടുതൽ നഷ്ടത്തിനും കൂടുതൽ മരണത്തിനും കാരണമാകുന്നുണ്ട്. സോ മാസ്റ്റർ പ്ലാൻ ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ് അറ്റ് ദ ടൈം ഓഫ് കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ്. അതുകൊണ്ട് തന്നെ ഒരു കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരവും മികച്ച ഒരു മാസ്റ്റർ പ്ലാനും വളരെ പ്രധാനപ്പെട്ടതാണ്. ബോത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഹാവ് ദെയർ ഓൺ റോൾ അറ്റ് ദ ടൈം ഓഫ് എ ഡിസാസ്റ്റർ. ഒരു ദുരന്ത സമയത്ത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അവരുടേതായ പങ്കുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ദ മെയിൻ റോൾ ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദ ഫെസിലിറ്റേറ്റിംഗ് റോൾ. ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനാണ് പ്രധാനപ്പെട്ട പങ്കുള്ളത്. അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന പങ്കാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ്സ് നെസസറി സപ്പോർട്ട് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ടുള്ള പിന്തുണ കേന്ദ്ര സർക്കാർ നൽകുന്നു. റീഹാബിലിറ്റേഷൻ ഓഫ് ദ വിക്ടിംസ് ഈസ് ദ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ദുരന്ത നിവാരണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഇരകളുടെ പുനരധിവാസം. റെസ്ക്യൂ ടീംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ദുരന്ത നിവാരണ പ്രക്രിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രക്ഷാപ്രവർത്തകർ. ഗവൺമെൻറ് ഷുഡ് പ്രൊവൈഡ് ബെറ്റർ ഫെസിലിറ്റീസ് ടു ദ റെസ്ക്യൂ ടീംസ്. രക്ഷാപ്രവർത്തകർക്ക് സർക്കാർ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. Then the purpose of disaster management is not to prevent the disasters, but to decrease the effect of disasters. ദുരന്ത നിവാരണത്തിൻ്റെ ലക്ഷ്യം ദുരന്തങ്ങളെ തടയുക എന്നതല്ല, എന്നാൽ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന എസ്സേയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിലെ 2ാം ചാപ്റ്ററായ ദ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന കഥയുടെ സമ്മറി മനസ്സിലാക്കാം. ദ സെറാങ് ഓഫ് റാണഗഞ്ചി, റാണഗഞ്ചിയിലെ സ്രാങ്. സെറാങ് മീൻസ് കപ്പലിലെ ഒരു ജോലിക്കാരൻ. ദ സെറാങ് ഓഫ് റാണഗഞ്ചി ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ഡോക്ടർ എ ജെ ക്രോണിൻ. ഡോക്ടർ എ ജെ ക്രോണിൻ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ദ സെറാങ് ഓഫ് റാണഗഞ്ചി. ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് എ വോയേജ്. ഒരു കടൽ യാത്രയെക്കുറിച്ചാണ് ഈ ഒരു കഥ. വോയേജ് മീൻസ് സീ ജേണി, കടൽ യാത്ര. ദ വോയേജ് വാസ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. ലിവർപൂളിൽ നിന്ന് കൽക്കട്ട വരെയായിരുന്നു ആ ഒരു കടൽ യാത്ര. ദ നെയിം ഓഫ് ദ ഷിപ്പ് വാസ് റാണഗഞ്ചി. റാണഗഞ്ചി എന്നായിരുന്നു കപ്പലിൻ്റെ പേര്. അതായത് ലിവർപൂളിൽ നിന്ന് കൽക്കട്ട വരെയുള്ള ഒരു കടൽ യാത്രയെക്കുറിച്ചാണ് ഈ ഒരു കഥ. റാണഗഞ്ചി എന്ന ഷിപ്പിലായിരുന്നു ആ ഒരു യാത്ര, ആ ഒരു കടൽ യാത്ര. ദ സ്റ്റോറി ടെൽസ് ഹൗ ദ ഓതർ ആൻഡ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി മാനേജ് എ പൊട്ടൻഷ്യൽ കലാമിറ്റി. എഴുത്തുകാരനും ഈ ഒരു കഥയിലെ എഴുത്തുകാരനും ഈ ഒരു കഥയിലെ നായകനും ഒരു ദുരന്തത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു കഥ നമ്മോട് പറയുന്നത്. ദെൻ ദർ ആർ 4 ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിൽ 4 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ദ ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി ആർ ഡോക്ടർ എ ജെ ക്രോണിൻ, ഹസൻ, മാറ്റ് ജോബ് സ്മിത്ത് ആൻഡ് ക്യാപ്റ്റൻ ഹാമ്പിൾ. ഇത്രയും 4 കഥാപാത്രങ്ങളാണ് ഈ ഒരു കഥയിലുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ കഥാപാത്രങ്ങളെയും വിശദമായിട്ട് മനസ്സിലാക്കാം. ഡോക്ടർ എ ജെ ക്രോണിൻ, ഹീ ഈസ് ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി. ഡോക്ടർ എ ജെ ക്രോണിനാണ് ഈ ഒരു കഥ വിവരിക്കുന്നത്. ഹീ ഈസ് ദ ഫിസിഷ്യൻ ഓഫ് ദ ഷിപ്പ് റാണഗഞ്ചി. റാണഗഞ്ചി എന്ന കപ്പലിലെ ഫിസിഷ്യൻ, അതായത് ഡോക്ടറാണ് അദ്ദേഹം. ദ നെക്സ്റ്റ് ക്യാരക്ടർ ഹസൻ. ഹസൻ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഹസൻ, അതായത് ഹീ ഈസ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി. ഈ ഒരു കഥയിലെ നായകനാണ് അദ്ദേഹം, ഹസൻ. ഹി വാസ് എ സെറാങ് ഓഫ് ദ ഷിപ്പ് റാണഗഞ്ചി. റാണഗഞ്ചി എന്ന കപ്പലിലെ സ്രാങ് ആണ് അദ്ദേഹം, അതായത് കപ്പലിലെ ഒരു ജോലിക്കാരനാണ് ഹസൻ. ഹി വാസ് എൻ ഇന്ത്യൻ സെറാങ്. ഇന്ത്യക്കാരനായ കപ്പലിലെ ഒരു ജോലിക്കാരനായിരുന്നു അദ്ദേഹം. ഹി വാസ് എൻ അഗ്ലി മാൻ. വിരൂപനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഹസൻ. ഹി വാസ് എ സ്ക്വാറ്റ് അഗ്ലി നാറ്റീവ് സീമാൻ വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് ലാർജ് ഡിസ്പ്രപ്പോർഷനറ്റ് ഹെഡ്. ഉയരം കുറഞ്ഞ് തടിച്ച ഒരു വിരൂപനായിരുന്നു അദ്ദേഹം. ചെറിയ കാലുകളും അതേസമയം തന്നെ വലിയ തലയുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ബട്ട് ഹി വാസ് കറേജിയസ് ആൻഡ് സർവീസബിൾ ആൻഡ് സിൻസിയർ മാൻ. എന്നാൽ അദ്ദേഹം ധീരനും സേവനമനസ്കനും ആത്മാർത്ഥതയുള്ളവനുമായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഹസനെക്കുറിച്ച് മനസ്സിലാക്കുക. ദ നെക്സ്റ്റ് ക്യാരക്ടർ മാറ്റ് ജോബ് സ്മിത്ത്. മാറ്റ് ജോബ് സ്മിത്ത് വാസ് ദ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ ദ റാണഗഞ്ചി. റാണഗഞ്ചി എന്ന ഒരു ഷിപ്പിലെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരിയായിരുന്നു മാറ്റ് ജോബ് സ്മിത്ത്. ഷി വാസ് ദ ചീഫ് എമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടർ. കപ്പലിലെ ഉല്ലാസ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മാറ്റ് ജോബ് സ്മിത്ത്. ഷി വാസ് എ ബോസ്റ്റിംഗ് പേഴ്സൺ. അവൾ ഒരു പൊങ്ങച്ചക്കാരിയായിരുന്നു. ആൻഡ് ഷി വാസ് ഓവർ 30. 30 വയസ്സിന് മുകളിലായിരുന്നു അവരുടെ പ്രായം. ദ നെക്സ്റ്റ് ക്യാരക്ടർ ക്യാപ്റ്റൻ ഹാമ്പിൾ. ക്യാപ്റ്റൻ ഹാമ്പിൾ വാസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് റാണഗഞ്ചി.
രണഗഞ്ചി എന്ന കപ്പലിലെ ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റൻ ഹാമ്പിൾ. ഓക്കെ, ഇത്രയും 4 കഥാപാത്രങ്ങളാണ് ഈ ഒരു കഥയിലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറി മനസ്സിലാക്കാം. ദ ഷിപ്പ് രണഗഞ്ചി വാസ് അബൌട്ട് ടു സെയിൽ ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. രണഗഞ്ചി എന്ന കപ്പൽ ലിവർപൂളിൽ നിന്ന് കൽക്കട്ടയിലേക്ക് പോകാനൊരുങ്ങുകയായിരുന്നു. വെൻ ദ സ്റ്റോറി ബിഗിൻസ് വി ഹിയർ ദ ബാഡ് കോമെൻറ്റ്സ് മെയ്ഡ് ബൈ മാഡ് ജോബ് സ്മിത്ത്. ഈ ഒരു കഥ ആരംഭിക്കുന്ന സമയത്ത് തന്നെ നാം കേൾക്കുന്നത് മാഡ് ജോബ് സ്മിത്ത് നടത്തുന്ന മോശം പരാമർശങ്ങളാണ്. ഷീ മേക്സ് എൻ ഇൻസൾട്ടിംഗ് റിമാർക്ക് അബൌട്ട് ദ അഗ്ലി ലുക്ക് ഓഫ് ഹസൻ. അവൾ ഹസൻ്റെ വിരൂപതയെക്കുറിച്ച് മോശം പരാമർശങ്ങൾ നടത്തുകയായിരുന്നു. ഷീ സേസ് ദാറ്റ് ദ ക്രൂ ഈസ് എൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ. അവൾ ഹസനെക്കുറിച്ച് പറയുന്നത് അതൊരു കോമാളിയായ ജീവിയാണ് എന്നാണ് ഹസനെക്കുറിച്ച് അവൾ പറയുന്നത്. ദെൻ ദ നരേറ്റർ ഓഫ് ദി സ്റ്റോറി ഡോക്ടർ A.J. ക്രോണി ഹിയേഴ്സ് ഹെർ കമൻറ്റ്സ്. ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ മാഡ് ജോബ് സ്മിത്ത് നടത്തുന്ന ആ ഒരു മോശം പരാമർശങ്ങൾ ഈ ഒരു കഥയിലെ എഴുത്തുകാരനായിട്ടുള്ള ഡോക്ടർ A.J. ക്രോണി കേൾക്കുന്നുണ്ട്. ദെൻ രണഗഞ്ചി സ്റ്റാർട്ടഡ് ഇറ്റ്സ് ജേർണി ഫ്രം ലിവർപൂൾ. അങ്ങനെ രണഗഞ്ചി അതിൻ്റെ യാത്ര ലിവർപൂളിൽ നിന്ന് തുടങ്ങി. ഓൺ ദ സെക്കൻഡ് ഡേ ഓഫ് ദി ജേർണി ഡോക്ടർ A.J. ക്രോണി വാസ് ഇൻ ഹിസ് കൺസൾട്ടേഷൻ റൂം. അങ്ങനെ ആ ഒരു യാത്രയുടെ 2ാമത്തെ ദിവസത്തിൽ ഡോക്ടർ A.J. ക്രോണി അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ റൂമിലായിരുന്നു, അതായത് അദ്ദേഹത്തിൻ്റെ പരിശോധനാ മുറിയിലായിരുന്നു. ദെൻ ഹസൻ ബ്രോട്ട് 2 ഓഫ് ദ ക്രൂ ടു ദ കൺസൾട്ടിംഗ് റൂം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിശോധനാ മുറിയിലേക്ക് ഹസൻ 2 കപ്പൽ ജോലിക്കാരെ കൊണ്ടുവന്നു. ദേ വെർ ഇൽ. ഈ 2 കപ്പൽ ജോലിക്കാരും രോഗികളായിരുന്നു. ദേ വെർ സഫറിംഗ് ഫ്രം സിവിയർ ഹെഡേക്ക് ആൻഡ് റേക്കിംഗ് ബോൺ പെയിൻ. കഠിനമായിട്ടുള്ള തലവേദനയും അതുപോലെ തന്നെ ശരീരവേദനയും അവർക്കുണ്ടായിരുന്നു. ആൻഡ് ദർ വെർ ലിറ്റിൽ നൂഡിൽസ് ഓൺ ദെയർ ബോഡി. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ ചെറിയ കുരുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഓൺ സസ്പെക്ടിംഗ് ദി പേഷ്യൻസ് ക്രോണിൻ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ സിംറ്റം ഓഫ് സ്മാൾ പോക്സ്. അങ്ങനെ ഹസൻ കൊണ്ടുവന്ന ഈ 2 കപ്പൽ ജോലിക്കാരെയും പരിശോധിച്ച ശേഷം ഡോക്ടർക്ക് മനസ്സിലാവുകയാണ് ഇതെന്താണ്, വസൂരി എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് ഈ 2 കപ്പൽ ജോലിക്കാർക്കും വസൂരിയായിരുന്നു. ദെൻ ഇനി വസൂരി എന്ന അസുഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്മാൾ പോക്സ് ഈസ് ഹൈലി കണ്ടേജിയസ് ആൻഡ് ഡെഡ്ലി ഡിസീസ്. സ്മാൾ പോക്സ് എന്നത് പെട്ടെന്ന് പകരുന്നതും അതുപോലെ തന്നെ മാരകമായിട്ടുള്ള ഒരു അസുഖമാണ്. ദെൻ ഇനി ഡോക്ടർ A.J. ക്രോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ A.J. ക്രോണിൻ വാസ് യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ ഹിസ് പ്രൊഫഷൻ. ഡോക്ടർ A.J. ക്രോണിൻ യുവാവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ, അതായത് ഡോക്ടർ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു തൊഴിലിൽ അദ്ദേഹം അനുഭവം കുറഞ്ഞ ആളുമായിരുന്നു. ആൻഡ് ദേ വെർ ഇൻ ദ മിഡിൽ ഓഫ് ദ അറേബ്യൻ സീ. ഇനി അവരുടെ കപ്പലാണെങ്കിൽ രണഗഞ്ചി എന്ന കപ്പലാണെങ്കിൽ അറബിക്കടലിലുമായിരുന്നു. ദർ വെർ 1500 പാസഞ്ചേഴ്സ് ഇൻ ദ ഷിപ്പ്. കപ്പലിലാണെങ്കിൽ ഏകദേശം 1500ഓളം യാത്രക്കാരും ഉണ്ടായിരുന്നു. ആൻഡ് ദർ വാസ് നോ സ്പേസ് ഇൻ ദ ഷിപ്പ് ടു ഐസൊലേറ്റ് ദ പേഷ്യൻസ്. ഈ രോഗം വന്ന രോഗികളെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കപ്പലിൽ ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയ ഒരു ബുദ്ധിമുട്ട് ആ ഒരു കപ്പൽ യാത്രയ്ക്കിടെ, ആ ഒരു കടൽ യാത്രയ്ക്കിടെ അവർ അനുഭവിക്കുകയാണ്. അതായത് ലിവർപൂളിൽ നിന്ന് കൽക്കട്ട വരെയുള്ള ഒരു കപ്പൽ യാത്രയ്ക്കിടയിൽ, റാണഗഞ്ചി എന്ന കപ്പൽ യാത്രയ്ക്കിടയിൽ കപ്പലിലുണ്ടായിരുന്ന 2 ജോലിക്കാർക്ക് വസൂരി എന്ന മാരകമായിട്ടുള്ള പെട്ടെന്ന് പകരുന്ന ഒരു അസുഖം പിടിപെടുകയാണ്. കപ്പലിലാകെ 1500ഓളം യാത്രക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ആ ഒരു യാത്രയ്ക്കിടയിൽ അറബിക്കടലിൻ്റെ ഒത്ത നടുക്കുമായിരുന്നു. കപ്പലിലാണെങ്കിൽ ഈ ഒരു രോഗികളെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ടായിരുന്നില്ല. ദെൻ സ്മാൾ പോക്സ്, വസൂരി എന്ന അസുഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പകരുന്ന ഒരു പകർച്ചവ്യാധിയായിരുന്നു വസൂരി. അതുപോലെ തന്നെ മാരകമായിട്ടുള്ള ഒരു അസുഖവുമാണ് വസൂരി. ദെൻ ഇനി കപ്പലിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ A.J. ക്രോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ, ഡോക്ടർ എന്ന ആ ഒരു ജോലിയിൽ അദ്ദേഹം അനുഭവം കുറഞ്ഞ ഒരാളുമായിരുന്നു. ദെൻ ഹസൻ ഇറക്റ്റഡ് എ ഷെൽട്ടർ ഇൻ ദ ബാക്ക് പാർട്ട് ഓഫ് ദ ഷിപ്പ് ടു ഐസൊലേറ്റ് ദ പേഷ്യൻസ്. അങ്ങനെ വസൂരി പിടിപെട്ട ഈ 2 രോഗികളെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ഹസൻ കപ്പലിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു ഷെൽട്ടർ, ഒരു കൂടാരം തയ്യാറാക്കി. അങ്ങനെ ഡോക്ടർ A.J. ക്രോണിൻ ആൻഡ് ഹസൻ കെയർഡ് ദ പേഷ്യൻസ്. ഈ രോഗികളെ ഹസനും ഡോക്ടർ A.J. ക്രോണിനും പരിചരിച്ചു. There were 14 patients in the ship within 2 days. അങ്ങനെ 2 ദിവസമായപ്പോഴേക്ക് കപ്പലിലെ രോഗികളുടെ എണ്ണം 14 ആയിരുന്നു. ഹസൻ വാസ് നോട്ട് അഫ്രൈഡ് ടു മിങ്കിൾ വിത്ത് ദ പേഷ്യൻസ്. അങ്ങനെ രോഗികളുമായിട്ട്, സ്മാൾ പോക്സ്, വസൂരി എന്ന മാരകമായിട്ടുള്ള അസുഖം പിടിപെട്ട രോഗികളുമായിട്ട് ഇടപഴകാൻ ഹസന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹി വാസ് വെരി സിൻസിയർ ആൻഡ് കമ്പാഷനേറ്റ് ഇൻ കെയറിംഗ് ദ പേഷ്യൻസ്. അങ്ങനെ ആ രോഗികളെ പരിചരിക്കുന്നതിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ളവനും അനുകമ്പയുള്ളവനുമായിരുന്നു. ഹസൻസ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ പേഷ്യൻസ് ഗേവ് സൊളൈസ് ടു ദ ഡോക്ടർ. അങ്ങനെ രോഗികളോടുള്ള ഹസൻ്റെ ഈ ഒരു മനോഭാവം ഡോക്ടർ A.J. ക്രോണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. ദെൻ ഇനി ഹസനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹസൻ ഡസൻ ലൈക്ക് ടു സ്പീക്ക് മോർ. ഹസൻ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അതായത് കൂടുതൽ സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല ഹസൻ. ബട്ട് ഡോക്ടർ A.J. ക്രോണിൻ ഗാദർഡ് സം ഇൻഫർമേഷൻ അബൌട്ട് ഹസൻ. എന്നാൽ ഹസനെക്കുറിച്ചുള്ള ഏതാനും ചില വിവരങ്ങൾ ഡോക്ടർ A.J. ക്രോണിൻ ശേഖരിച്ചിരുന്നു. ഹസനെക്കുറിച്ച് ഡോക്ടർ A.J. ക്രോണിൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്: ഹസൻ വാസ് ഫ്രം പഞ്ചാബ്. ഹസൻ പഞ്ചാബിൽ നിന്നുള്ള ആളായിരുന്നു. ആൻഡ് ഹി വാസ് ഇൻ ഡിഫറെൻറ്റ് ഷിപ്സ് ഫോർ ദി ലാസ്റ്റ് 40 years.
അവസാന 40 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 40 വർഷമായിട്ട് അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള കപ്പലുകളിൽ ജോലി ചെയ്യുകയായിരുന്നു. ഹി സ്പെൻഡ് 15 years ഇൻ ദ റാണഗഞ്ചി. അങ്ങനെ ആ ഒരു 40 വർഷത്തെ കപ്പൽ ജോലിക്കിടയിൽ 15 വർഷത്തോളം റാണഗഞ്ചി എന്ന കപ്പലിലായിരുന്നു ഹസൻ. ഹി ഡസൻ ഹാവ് ഫാമിലി ഓർ ഫ്രണ്ട്സ്. അദ്ദേഹത്തിന് കുടുംബങ്ങളോ കൂട്ടുകാരോ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹി വാസ് നോട്ട് മാരീഡ്. അദ്ദേഹം വിവാഹിതനുമായിരുന്നില്ല. ആൻഡ് ഹി വാസ് എ മുസ്ലിം. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. ഹി ഹാഡിൻറ്റ് ഏൺഡ് എനിത്തിങ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒന്നും നേടിയിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് എ സിൻസിയർ മാൻ. അദ്ദേഹം നല്ല ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഹി ഡിഡിൻ ഗിവ് വാല്യൂ ഫോർ മണി. അദ്ദേഹം പണത്തിന് ഒരു മൂല്യവും നൽകിയിരുന്നില്ല. ആൻഡ് ഹി വാസ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷവാനും സംതൃപ്തനുമായിരുന്നു. ഹി ഹാഡ് നോ ഡിസയർ ഫോർ മണി ആൻഡ് നെഗ്ലക്റ്റഡ് ഫ്യൂച്ചർ. അദ്ദേഹത്തിന് പണത്തോട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഭാവിയെ അദ്ദേഹം അവഗണിക്കുകയും ചെയ്തു. ബട്ട് ഹി ഹാഡ് കറേജ്, സെൽഫ് കൺട്രോൾ, ഫെയ്ത്ത്, സിൻസിയറിറ്റി എറ്റ്സെട്ര. എന്നാൽ ഹസന് കറേജ്, ധൈര്യമുണ്ടായിരുന്നു, സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം ഉണ്ടായിരുന്നു, ഫെയ്ത്ത്, വിശ്വാസമുണ്ടായിരുന്നു, ആൻഡ് സിൻസിയാരിറ്റി, ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. ഹി റെസ്പെക്റ്റഡ് ഓൾ റിലീജിയൻസ്. എല്ലാ മതങ്ങളെയും അദ്ദേഹം ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു ഹസൻ. ദെൻ ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ, ദ കണ്ടീഷൻസ് ഓഫ് ദ പേഷ്യൻസ് ഗോട്ട് വൂസ് ഇൻ ദ ഫോളോയിങ് ഡേയ്സ് ആൻഡ് 2 of them ഡൈഡ്. അങ്ങനെ തുടർന്നുള്ള ദിവസങ്ങളിൽ രോഗികളുടെ അവസ്ഥ വളരെ മോശമാവുകയും അവരിൽപ്പെട്ട 2 രോഗികൾ മരണപ്പെടുകയും ചെയ്തു. വെൻ 2 of the patients died, ഹസൻ ഡിഡ് ഓൾ ദ റിച്വൽസ്. അങ്ങനെ 2 രോഗികൾ മരണപ്പെട്ട സമയത്ത് എല്ലാ മരണാനന്തര ചടങ്ങുകളും ചെയ്തത് ഹസനായിരുന്നു. ദെൻ വെൻ ദേ റീച്ച്ഡ് ഇൻ കൊളംബോ, ഹസൻ ക്യാരിഡ് ദ ഹെൽപ്ലെസ് പേഷ്യൻസ് ഇൻ ഹിസ് ഹാൻഡ്സ് ടു ഹോസ്പിറ്റൽ. അങ്ങനെ അവരുടെ കപ്പൽ, റാണഗഞ്ചി എന്ന കപ്പൽ അടുത്ത തുറമുഖമായിട്ടുള്ള കൊളംബോയിലെത്തിയ സമയത്ത് നിസ്സഹായരായിട്ടുള്ള വളരെ മോശം അവസ്ഥയിലെത്തിയ രോഗികളെ തൻ്റെ കൈകളിൽ ചുമന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഹസനായിരുന്നു. ആൻഡ് ഡോക്ടർ എ.ജെ. ക്രോണിൻ കുഡ് കൺട്രോൾ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹസൻ. അങ്ങനെ ഹസൻ്റെ സഹായത്തോടു കൂടെ ആ ഒരു മോശം അവസ്ഥയെ ഓവർകം ചെയ്യാൻ ഡോക്ടർ എ.ജെ. ക്രോണിന് സാധിച്ചു. അതായത് സ്മാൾ പോക്സ്, വസൂരി എന്ന അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ ഡോക്ടർ എ.ജെ. ക്രോണിന് ഹസൻ്റെ സഹായത്തോടു കൂടെ സാധിച്ചു. വെൻ ദേ റീച്ച്ഡ് അറ്റ് കൽക്കട്ട പോർട്ട്, എ.ജെ. ക്രോണിൻ മീറ്റ്സ് ജോബ് സ്മിത്ത്. അങ്ങനെ അവരുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള കൽക്കട്ട പോർട്ട്, കൽക്കട്ട തുറമുഖത്ത് എത്തിയ സമയത്ത് ഡോക്ടർ എ.ജെ. ക്രോണിൻ ജോബ് സ്മിത്ത് എന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയാണ്. ആൻഡ് ഷി വാസ് യൂസിങ് ബാഡ് കമൻറ്റ്സ് ഓൺ ഹസൻ. ഈ ഒരു സമയത്തും, അങ്ങനെ കൽക്കട്ടയിൽ എത്തിയ സമയത്തും ഹസനെക്കുറിച്ച് മോശം പരാമർശം നടത്തുകയായിരുന്നു ആ ഒരു സ്ത്രീ, മാഡ് ജോബ് സ്മിത്ത് എന്ന ആ ഒരു സ്ത്രീ. അതായത് ഹസൻ്റെ വിരൂപതയെ കളിയാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ഒരു സമയത്തും മാഡ് ജോബ് സ്മിത്ത് സംസാരിക്കുന്നത്. ഷീ ആസ്ക്ഡ് ഡോക്ടർ എ.ജെ. ക്രോണിൻ ദാറ്റ് വേർ ഡിഡ് ദേ കീപ് ഹിം ഓൺ ദ വേ, വാസ് ഇറ്റ് ഇൻ എ സ്പെഷ്യൽ കേജ്. എന്തായിരുന്നു മാഡ് ജോബ് സ്മിത്ത് ഡോക്ടർ എ.ജെ. ക്രോണിനോട് ഹസനെക്കുറിച്ച് ചോദിച്ചത്? വേർ ഡിഡ് ദേ കീപ് ഹിം ഓൺ ദ വേ ആൻഡ് വാസ് ഇറ്റ് ഇൻ എ സ്പെഷ്യൽ കേജ്. എവിടെയായിരുന്നു ഹസനെ ഈ ഒരു യാത്രയിലുടനീളം ഡോക്ടർ എ.ജെ. ക്രോണിൻ സൂക്ഷിച്ചത്, അതുപോലെ തന്നെ അതൊരു പ്രത്യേകതരം കൂടായിരുന്നു. അതായത് ഹസനെ സൂക്ഷിച്ചത്, ഈ ഒരു യാത്രയിലുടനീളം ഹസനെ സൂക്ഷിച്ചത് ഒരു പ്രത്യേകതരം കൂട്ടിലായിരുന്നോ എന്നതായിരുന്നു ഡോക്ടർ എ.ജെ. ക്രോണിനോടുള്ള മാഡ് ജോബ് സ്മിത്തിൻ്റെ ചോദ്യം. അതായത് ഹസൻ്റെ ഈ ഒരു വിരൂപതയെ കളിയാക്കിക്കൊണ്ടുള്ള സംസാരങ്ങളായിരുന്നു മാഡ് ജോബ് സ്മിത്ത് ആ ഒരു യാത്രയുടെ അവസാനവും സംസാരിക്കുന്നത്. മാഡ് ജോബ് സ്മിത്തിൻ്റെ ഹസനെക്കുറിച്ചുള്ള ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി എങ്ങനെയാണ് ഡോക്ടർ എ.ജെ. ക്രോണിൻ കൊടുക്കുന്നത്? ഡോക്ടർ എ.ജെ. ക്രോണിൻ റിപ്ലൈഡ്, ഇറ്റ് വാസ് എ സ്പെഷ്യൽ കേജ് ആൻഡ് ദ ആനിമൽസ് വെയർ ഔട്ട്സൈഡ്. ഡോക്ടർ എ.ജെ. ക്രോണിൻ പറയുകയാണ്, അദ്ദേഹത്തെ സൂക്ഷിച്ചത് ഒരു പ്രത്യേകതരം കൂട്ടിലായിരുന്നു, എന്നാൽ മൃഗങ്ങളെല്ലാം ആ ഒരു കൂടിന് പുറത്തായിരുന്നു. അതായത് ഈ ഒരു മറുപടിയിലൂടെ ഡോക്ടർ എ.ജെ. ക്രോണിൻ ഉദ്ദേശിച്ചത് യഥാർത്ഥ ആനിമൽ, അതായത് യഥാർത്ഥ മൃഗം ആ ഒരു സ്ത്രീയാണ്. അതായത് മാഡ് ജോബ് സ്മിത്താണ് യഥാർത്ഥ മൃഗം എന്നതാണ് ആ ഒരു മറുപടിയിലൂടെ ഡോക്ടർ എ.ജെ. ക്രോണിൻ ഉദ്ദേശിച്ചത്. ദെൻ ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി, ഈ ഒരു കഥയുടെ സന്ദേശമാണ്, ഔട്ട്വാർഡ് ബ്യൂട്ടി ഈസ് നത്തിങ് ബട്ട് ഇൻവാർഡ് ബ്യൂട്ടി ഈസ് എവറിത്തിങ്. ബാഹ്യ സൗന്ദര്യം ഒന്നുമല്ല, എന്നാൽ ആന്തരിക സൗന്ദര്യം, അതായത് ഉള്ളിലെ സൗന്ദര്യമാണ് എല്ലാം, മനസ്സിൻ്റെ സൗന്ദര്യമാണ് എല്ലാം. ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ് ഈ ഒരു കഥയിലെ 2 കഥാപാത്രങ്ങളായിട്ടുള്ള ഹസനും അതുപോലെ തന്നെ മാഡ് ജോബ് സ്മിത്തും. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിലെ 3ാം ചാപ്റ്ററായ ദ റോക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന കവിതയുടെ സമ്മറി, ഒരു ബ്രീഫ് സമ്മറി മനസ്സിലാക്കാം. ദ റോക്ക് ഓഫ് ദ ടൈറ്റാനിക്, ടൈറ്റാനിക്കിൻ്റെ തകർച്ച. ദ റോക്ക് ഓഫ് ദ ടൈറ്റാനിക് ഇസ് എ പോയം റിട്ടൺ ബൈ ദ അമേരിക്കൻ പോയറ്റ് ബെഞ്ചമിൻ പെക്കെയ്ത്ത്. അമേരിക്കൻ കവിയായ ബെഞ്ചമിൻ പെക്കെയ്ത്ത് എഴുതിയിട്ടുള്ള കവിതയാണ് ദ റോക്ക് ഓഫ് ദ ടൈറ്റാനിക്. ഇൻ ദിസ് പോം ഹി ഡിസ്ക്രൈബ്സ് ദ ഗ്രേറ്റസ്റ്റ് ഷിപ്രക്ക് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ തകർച്ചയെക്കുറിച്ചാണ് ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്.
അതായത് ദ പോയം ഈസ് അബൌട്ട് ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക്. ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് ഈ ഒരു കവിത. ദ ടൈറ്റാനിക് കൊളൈഡഡ് വിത്ത് an iceberg during its first voyage and sank into the depths of the Atlantic Ocean. ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയുമായിട്ട് കൂട്ടിയിടിക്കുകയും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആഴങ്ങളിൽ മുങ്ങുകയും ചെയ്തു. It was the greatest disaster that happened at sea, as around 1,000 people, including the captain and crew, were drowned at sea. കപ്പൽ ക്യാപ്റ്റനും ജോലിക്കാരും ഉൾപ്പെടെ 1000-ഓളം പേർ കടലിൽ മുങ്ങി മരിച്ച കടലിൽ സംഭവിച്ച വലിയ ഒരു ദുരന്തമാണിത്. The poem describes the beauty of the ship, the collision, and final moments of the ship. കപ്പലിൻ്റെ ഭംഗി, അതുപോലെ തന്നെ കപ്പലിൽ കൂട്ടിയിടിച്ച സംഭവം, ദെൻ കപ്പലിൻ്റെ അവസാന നിമിഷങ്ങൾ എന്നിവയാണ് ഈ ഒരു കവിതയിലൂടെ വിവരിക്കുന്നത്. ദെൻ സമ്മറി മനസ്സിലാക്കാം. ടൈറ്റാനിക് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഷിപ്പ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കപ്പലായിരുന്നു ടൈറ്റാനിക്. ഇറ്റ് വാസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ ഓഷ്യൻ ഗോയിങ് വെസൽസ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ആ ഒരു കാലഘട്ടത്തിൽ സമുദ്രത്തിൽ പോകുന്ന എല്ലാ കപ്പലുകളിലും വെച്ച് ഏറ്റവും വലുതായിരുന്നു ടൈറ്റാനിക്. ദ ഷിപ്പ് വാസ് ദ മോസ്റ്റ് ലക്ഷ്യൂറിയസ് ബിൽറ്റ് ബൈ മെൻ. മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ആഡംബരമായിട്ടുള്ള ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക്. There were 2,100 passengers in the ship. കപ്പലിൽ 2,100-ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. അതായത് ടൈറ്റാനിക്കിൻ്റെ യാത്രയിൽ 2,100-ഓളം യാത്രക്കാരും കപ്പലിൽ ഉണ്ടായിരുന്നു. The Titanic started its first voyage from Southampton. അങ്ങനെ ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്ര തന്നെ ആരംഭിച്ചത് സതാംപ്ടണിൽ നിന്നായിരുന്നു. Thousands of people had come to watch the maiden voyage of ടൈറ്റാനിക്. അങ്ങനെ ടൈറ്റാനിക്കിൻ്റെ കന്നി യാത്ര, ആദ്യ യാത്ര തന്നെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു. All the passengers on the ship had a great feeling of security. All the passengers on the ship had a great feeling of security. കപ്പലിലെ എല്ലാ യാത്രക്കാർക്കും വലിയ സുരക്ഷിതത്വ ബോധം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു കപ്പലിൽ അവർ വളരെ സുരക്ഷിതരാണ് എന്നായിരുന്നു അവർ ചിന്തിച്ചത്. It was its first and last journey of Titanic. അങ്ങനെ ആ ഒരു യാത്ര ടൈറ്റാനിക്കിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും യാത്രയായിരുന്നു. ടൈറ്റാനിക് കൊളൈഡഡ് വിത്ത് an iceberg in its first voyage. അങ്ങനെ അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ ടൈറ്റാനിക് ഒരു മഞ്ഞുമലയുമായിട്ട് കൂട്ടിയിടിച്ചു. ആൻഡ് ഇറ്റ് സാങ് ഇൻ ടു ദ ഡെപ്ത്സ് ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ടൈറ്റാനിക് മുങ്ങുകയും ചെയ്തു. ദ ക്യാപ്റ്റൻ സ്മിത്ത് വാസ് എ ബ്രേവ് കമാൻഡർ. ടൈറ്റാനിക്കിലെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത് ധീരനായ ഒരു കമാൻഡറായിരുന്നു. ഹി ഡിഡ്ന്റ് തിങ്ക് ടു സേവ് ഹിസ് ലൈഫ് ഫോർ വൺ മൊമെൻറ്റ്. ഒരു നിമിഷം പോലും തൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. He stood on the bridge and called the crew of the ship. അങ്ങനെ ആ ഒരു കപ്പൽ മുങ്ങുന്ന സമയത്ത്, ആ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട സമയത്ത് ടൈറ്റാനിക്കിലെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത് കപ്പലിലെ ജോലിക്കാരെ വിളിക്കുന്നു. He encouraged others to be brave. അങ്ങനെ അവരോട് അദ്ദേഹം പറയുകയാണ് ധീരന്മാരായിരിക്കാൻ കപ്പലിലെ ജോലിക്കാരോട് കപ്പലിലെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത് ആഹ്വാനം ചെയ്യുകയാണ്. The crew of the ship proved their courage. അങ്ങനെ ആ ഒരു സമയത്ത്, ആ ഒരു അപകട സമയത്ത് കപ്പലിലെ ജോലിക്കാർ അവരുടെ ധൈര്യം തെളിയിക്കുക തന്നെ ചെയ്തു. They tried to save the life of women and children first. അങ്ങനെ ആ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട സമയത്ത് കപ്പലിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാനായിരുന്നു അവർ ആദ്യം തന്നെ, കപ്പലിലെ ജോലിക്കാർ ആദ്യം തന്നെ ശ്രമിച്ചത്. The lifeboats were lowered into the sea and women and children were saved. അങ്ങനെ കപ്പലിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുള്ള ലൈഫ് ബോട്ടുകൾ കടലിൽ ഇറങ്ങുകയും സ്ത്രീകളെയും കുട്ടികളെയും അതിലൂടെ രക്ഷപ്പെടുത്താനും അവർക്ക് സാധിച്ചു. The rest of the crew and the passengers were drowned. അങ്ങനെ കപ്പലിൽ ബാക്കിയുണ്ടായിരുന്ന കപ്പൽ ജീവനക്കാരും യാത്രക്കാരും കടലിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. The crew had no hope of saving themselves. അങ്ങനെ ആ ഒരു അപകടം നടന്ന സമയത്ത് ജീവനക്കാർക്ക് തങ്ങളുടെ ജീവൻ രക്ഷിക്കാമെന്ന ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. The only hope that remained was the hope of eternity. Eternity, അതായത് അനശ്വരത, അത് മാത്രമായിരുന്നു കപ്പലിലെ ജോലിക്കാരുടെ പ്രതീക്ഷ. അതായത് മരണശേഷമുള്ള ഇറ്റേണലായിട്ടുള്ള അനശ്വരമായിട്ടുള്ള ജീവിതമായിരുന്നു പിന്നീട് അവരുടെ പ്രതീക്ഷ. ആൻഡ് ദേ വില്ലിംഗ്ലി അക്സെപ്റ്റഡ് ഡെത്ത്. അങ്ങനെ അവർ സുമനസ്സാലെ ആ ഒരു മരണത്തെ സ്വീകരിച്ചു. ദ ബാൻഡ്സ്മെൻ വെയർ പ്ലേയിങ് ദ സോങ് നിയറർ മൈ ഗോഡ് ടു ദീ വൈൽ സിംഗിങ് ദ ഷിപ്പ്. അങ്ങനെ ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്ന സമയത്ത് കപ്പലിലുണ്ടായിരുന്ന ബാൻഡ്സ്മെൻ, മ്യൂസിഷ്യൻസ്, നിയറർ മൈ ഗോഡ് ടു ദീ, ദൈവമേ നിൻ്റെ അടുത്തേക്ക് എന്ന ഗാനം പ്ലേ ചെയ്യുകയായിരുന്നു. ഇറ്റ് ഷോസ് ഹൗ കറേജിയസ് ദേ വെർ ഈവൻ ഇൻ ദ ഫേസ് ഓഫ് എ ഡേഞ്ചർ. ഒരു അപകടത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് പോലും അവർ എത്രത്തോളം ധൈര്യശാലികളായിരുന്നു എന്നതാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്. ദ ഇൻസിഡൻറ്റ് ഓഫ് ദ ടൈറ്റാനിക് വിൽ ബി റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി ഫോർ എവർ. ടൈറ്റാനിക്കിൻ്റെ ഈ ഒരു സംഭവം ചരിത്രത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടും. ഇറ്റ് വിൽ ബി റിമെമ്പേർഡ് ബിക്കോസ് ഓഫ് ടു റീസൺസ്. രണ്ട് കാരണം കൊണ്ടായിരിക്കും ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെക്കുറിച്ച് ലോക ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുക.
First, for the noble and true courage shown by the crew of the Titanic. ആ ഒരു അപകടം നടക്കുന്ന സമയത്ത് ടൈറ്റാനിക്കിലെ ക്രൂ, അതായത് ടൈറ്റാനിക്കിലെ ജോലിക്കാർ കാണിച്ച ആ ഒരു ധൈര്യത്തിൻ്റെ പേരിലായിരിക്കും ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെക്കുറിച്ച് ലോകചരിത്രം ഒന്നാമതായിട്ട് ഓർമ്മിക്കപ്പെടുക. സെക്കൻഡ്, ഇറ്റ് വാസ് ദ ഗ്രേറ്റസ്റ്റ് മാരിടൈം ട്രാജഡി എവർ ഒക്കേർഡ് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി. രണ്ടാമതായിട്ട് ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെക്കുറിച്ച് ലോകചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സമുദ്ര ദുരന്തമായിരുന്നു ടൈറ്റാനിക്കിൻ്റേത്. ഇതിൻ്റെ പേരിലായിരിക്കും ലോകചരിത്രത്തിൽ ടൈറ്റാനിക്കിൻ്റെ തകർച്ചയെക്കുറിച്ച് രണ്ടാമതായിട്ട് ഓർമ്മിക്കപ്പെടുക. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിലുള്ള പ്രധാനപ്പെട്ട ആശയമാണ് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ദുരന്തവും ദുരന്ത നിവാരണവും. അതായത് ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിലെ 3 ചാപ്റ്ററുകളായിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ, ദ സെറാങ് ഓഫ് റാണഗഞ്ചി, ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്നീ 3 ചാപ്റ്ററുകളിലൂടെ വിശദീകരിക്കുന്നത്. ആദ്യം തന്നെ ടു സ്ലീപ്പ് എന്ന കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. ടു സ്ലീപ്പ് വിച്ച് മീൻസ് ഉറങ്ങാൻ. To Sleep is a beautiful poem written by the famous poet William Wordsworth. പ്രശസ്ത കവിയായ വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് ടു സ്ലീപ്പ്. ആസ് ദ ടൈറ്റിൽ സജസ്റ്റ്, ദ മെയിൻ തീം ഓഫ് ദ പോയം ഈസ് സ്ലീപ്പ്. ഈ ഒരു തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, അതായത് ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു കവിതയുടെ പ്രധാനപ്പെട്ട ആശയം ഉറക്കമാണ്. അതായത് ഉറക്കത്തെക്കുറിച്ചാണ് ഈ ഒരു കവിത വിവരിക്കുന്നത്. ദ പോം ടെൽസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കവിത പറയുന്നത്. വി നോ സ്ലീപ്പ് ഈസ് എസെൻഷ്യൽ ടു കീപ് ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഫിറ്റ്നസ് നിലനിർത്താൻ ഉറക്കം അത്യാവശ്യമാണ്. ദെൻ ഇനി കവിത മനസ്സിലാക്കാം. ദ പോയറ്റ് കുഡിൻ സ്ലീപ്പ് ഫോർ ദ ലാസ്റ്റ് 3 days. കഴിഞ്ഞ 3 ദിവസമായിട്ട് കവിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഹി ലൈസ് ഇൻ ബെഡ് ബട്ട് ദ സ്ലീപ്പ് ഡസൻറ്റ് കം ടു ഹിം. അദ്ദേഹം കട്ടിലിൽ കിടക്കുന്നുണ്ട്, പക്ഷേ ഉറക്കം അദ്ദേഹത്തിലേക്ക് വരുന്നില്ല. അതായത് കഴിഞ്ഞ 3 ദിവസമായിട്ട് കവി ഉറങ്ങാൻ കിടക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല, അതായത് ഉറക്കം അദ്ദേഹത്തിലേക്ക് വരുന്നില്ല. ദെൻ ഹി പ്രേസ് ആൻഡ് വിഷസ് ദാറ്റ് സ്ലീപ്പ് ഷുഡ് കം ടു ഹിം ദാറ്റ് നൈറ്റ്. അങ്ങനെ അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്, അന്നെങ്കിലും ഉറങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുള്ളത്. The poet says that without sleep we can't enjoy the day. ഉറക്കമില്ലാതെ നമുക്ക് പകലിനെ ആസ്വദിക്കാൻ കഴിയില്ല എന്ന് കവി പറയുന്നു. അതായത് രാത്രി നമുക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത പകലിനെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് കവി പറയുന്നു. He says sleep is the mother of all fresh thoughts and good health. എല്ലാ പുതിയ ചിന്തകളുടെയും നല്ല ചിന്തകളുടെയും നല്ല ആരോഗ്യത്തിൻ്റെയും മാതാവാണ് ഉറക്കം എന്ന് കവി പറയുന്നു. He also says sleep is a blessed barrier between day and day. 2 പകലുകൾക്കിടയിലെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു തടസ്സമാണ് ഉറക്കമെന്നും കവി പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. The poem provides us with some of the finest sights, sounds and movements of nature. പ്രകൃതിയിൽ നിന്നുള്ള ഏറ്റവും മികച്ച മനോഹരമായിട്ടുള്ള ചില കാഴ്ചകളും ശബ്ദങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയുടെ ചലനങ്ങളെയും കവിത വിവരിക്കുന്നുണ്ട്. അതായത് ദ പോയറ്റ് തിങ്സ് ഓഫ് വേരിയസ് തിങ്സ് വൈൽ ഹി ലൈസ് ഇൻ ബെഡ് വിതൗട്ട് ഗെറ്റിംഗ് എനി സ്ലീപ്പ്. ഉറക്കം വരാതെ കട്ടിലിൽ കിടന്ന് കവി പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കവിയുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് നോക്കാം. ദോസ് ആർ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് സ്ലോലി പാസിംഗ് വൺ ആഫ്റ്റർ അനദർ, ദ സൗണ്ട് ഓഫ് റെയിൻ ആൻഡ് ബീസ്, ഫൾ ഓഫ് റിവേഴ്സ്, വിൻഡ്, സീ, സ്മൂത്ത് ഫീൽഡ്സ്, വാട്ടർഫാൾസ് ആൻഡ് പ്യുവർ സ്കൈ. ഇത്രയും കാര്യങ്ങളാണ് കവി കട്ടിലിൽ കിടക്കുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് സ്ലോലി പാസിംഗ് വൺ ആഫ്റ്റർ അനദർ. ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് പതുക്കെ സാവധാനത്തിൽ നടന്നു നീങ്ങുന്ന ഒരു കൂട്ടം ചെമ്മരിയാടുകൾ. ദ സൗണ്ട് ഓഫ് റെയിൻ ആൻഡ് ബീസ്. മഴയുടെയും തേനീച്ചകളുടെയും ശബ്ദം. ഫൾ ഓഫ് റിവേഴ്സ്. നദികൾ. വിൻഡ് ആൻഡ് സീ. വിൻഡ് മീൻസ് കാറ്റ്. ദെൻ സീ കടൽ. സ്മൂത്ത് ഫീൽഡ്സ് മനോഹരമായ വയലുകൾ. വാട്ടർഫാൾസ് വെള്ളച്ചാട്ടങ്ങൾ. ആൻഡ് പ്യുവർ സ്കൈ തെളിഞ്ഞ ആകാശം. ഇത്രയും കാര്യങ്ങളാണ് കവി കട്ടിലിൽ കിടക്കുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ദെൻ ഹി ഹിയേഴ്സ് ദ മെലഡീസ് ഓഫ് സ്മാൾ ബേർഡ്സ് ഫ്രം ഹിസ് ഓർച്ചർഡ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്ന്
ചെറിയ പക്ഷികളുടെ മധുരമായിട്ടുള്ള ശബ്ദവും കേൾക്കുകയാണ്. ആൻഡ് ഹി ക്യാൻ ഓൾസോ ഹിയേഴ്സ് ദ മെലങ്കലി ക്രൈ ഓഫ് കുക്കു. കുക്കു മീൻസ് കുയിൽ. ദെൻ മെലങ്കലി ക്രൈ, വിഷാദഗാനം. അങ്ങനെ അദ്ദേഹം കുയിലിൻ്റെ വിഷാദഗാനവും കേൾക്കുന്നുണ്ട്. ദെൻ ദീസ് ആർ ദ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഫ്രം നേച്ചർ. ഇപ്പോൾ ഇത്രയും വിവരിച്ചിട്ടുള്ളത് പ്രകൃതിയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും ശബ്ദങ്ങളുമാണ്. ദ ബ്രിങ് ഇമാജിനേഷൻ ഇൻ അവർ മൈൻഡ്. ഇവയെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഭാവനകളെ കൊണ്ടുവരുന്നവയാണ്. അതായത് ഇൻ ദ ഫസ്റ്റ് 2 stanzas ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് നേച്ചർ. ടു സ്ലീപ്പ് എന്ന കവിതയുടെ ആദ്യ 2 സ്റ്റാൻസകളിലൂടെ കവി വിവരിക്കുന്നത് പ്രകൃതിയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും ശബ്ദങ്ങളുമാണ്. ദ പോയറ്റ് സാഡ്ലി ടെൽസ് ദാറ്റ് ഈവൻ ദോ ഹി ഇമാജിൻസ് ദീസ് ടു ഗെറ്റ് എ സൗണ്ട് സ്ലീപ്പ് ഹി ഈസ് അണേബിൾ ടു സ്ലീപ്പ്. സൗണ്ട് സ്ലീപ്പ് മീൻസ് ഗുഡ് സ്ലീപ്പ്. അങ്ങനെ നല്ല ഒരു ഉറക്കം കിട്ടാൻ വേണ്ടി ഇവയൊക്കെ കവി സങ്കല്പിക്കുന്നുണ്ട് എങ്കിലും തനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് കവി സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. അതായത് ഉറങ്ങാൻ സാധിക്കാതെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതിയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ശബ്ദങ്ങളും കാഴ്ചകളെയും കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എങ്കിലും ഉറങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ദ പോയറ്റ് നോസ് ദാറ്റ് ദ ടൈം ഈസ് മൂവിങ് ക്വിക്ലി ആൻഡ് സൂൺ ഇറ്റ് വിൽ ബി മോർണിംഗ്. സമയം അതിവേഗം കടന്നു പോകുന്നുണ്ട് എന്നുള്ളതും ഉടൻ പ്രഭാതമാകുമെന്നും കവിക്ക് മനസ്സിലാകുന്നുണ്ട്. ബട്ട് ഹി കുഡിൻറ്റ് സ്ലീപ്പ്. എന്നാൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. ആൻഡ് ഇൻ ദ ലാസ്റ്റ് 2 stanzas ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ കണ്ടീഷൻ വിതൗട്ട് സ്ലീപ്പ് ആൻഡ് ദ വാല്യൂ ഓഫ് സ്ലീപ്പ് ഇൻ അവർ ലൈഫ്. ഈ ഒരു കവിതയുടെ അവസാന 2 സ്റ്റാൻസുകളിലായിട്ട് കവി വിവരിക്കുന്നത് ഉറക്കമില്ലാത്ത അവസ്ഥയും ഉറക്കമില്ലാത്ത അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ ഉറക്കത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചുമാണ് ഈ ഒരു കവിതയുടെ അവസാനത്തെ 2 സ്റ്റാൻസുകളിലൂടെ കവി വിവരിക്കുന്നത്. ആൻഡ് ഹി പ്രേസ് ആൻഡ് വിഷസ് ദാറ്റ് സ്ലീപ്പ് ഷുഡ് കം വിത്ത് ഇറ്റ്സ് ബ്ലെസ്സിങ്. ഉറക്കം അതിൻ്റെ അനുഗ്രഹത്തോടൊപ്പം തന്നിലേക്ക് വരണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദെൻ ദ പോയറ്റ് ടെൽസ് ദ റീസൺ വൈ ഹി ഡിസയേഴ്സ് ടു ഹാവ് എ സൗണ്ട് സ്ലീപ്പ്. നല്ല ഒരു ഉറക്കം അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ കാരണവും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഹി സേയ്സ് വിതൗട്ട് സ്ലീപ്പ് ഹി വിൽ നോട്ട് ബി ഏബിൾ ടു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ മോർണിംഗ്. ഉറക്കമില്ലാതെ ഉറങ്ങാൻ സാധിക്കാതെ അയാൾക്ക് പ്രഭാതത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. സ്ലീപ്പ് ബ്രിങ്സ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. ഉറക്കം പുതിയ ചിന്തകളെയും നല്ല ചിന്തകളെയും സന്തോഷകരമായിട്ടുള്ള ആരോഗ്യവും നമുക്ക് നൽകുന്നു. ഹി കോൾസ് സ്ലീപ്പ് ആസ് എ ബ്ലസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. 2 ദിവസത്തിനിടയിലുള്ള അനുഗ്രഹീതമായ തടസ്സം, അതായത് ബ്ലസ്ഡ് ബാരിയർ എന്ന് ഉറക്കത്തെ കവി വിളിക്കുന്നുണ്ട്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ടു സ്ലീപ്പ് എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് കഴിഞ്ഞ 3 ദിവസമായിട്ട് കവിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രകൃതിയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും ശബ്ദങ്ങളെയും കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ പല ശബ്ദങ്ങളും അദ്ദേഹം കേൾക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഉറങ്ങാൻ സാധിക്കാതിരുന്ന 3 ദിവസങ്ങൾക്ക് ശേഷം 4-ാം ദിവസം രാത്രി കവി ഉറങ്ങാൻ കിടക്കുകയാണ്. അന്നെങ്കിലും ഉറങ്ങാൻ സാധിക്കണമെന്ന് കവി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഉറക്കത്തിനുള്ള മൂല്യത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുകയും ചെയ്യുന്നു. ദെൻ ടു സ്ലീപ്പ് ഈസ് എ സോണറ്റ്. ടു സ്ലീപ്പ് എന്ന ഈ ഒരു കവിത ഒരു സോണറ്റാണ്. എന്താണ് ഒരു സോണറ്റ് എന്ന് നോക്കാം. എ സോണറ്റ് ഈസ് എ പോയം ഓഫ് 14 lines. 14 വരികളുള്ള ഒരു കവിതയെയാണ് നാം സോണറ്റ് എന്ന് വിളിക്കുന്നത്. സോ സ്ലീപ്പ് എന്ന ഈ ഒരു കവിത, ടു സ്ലീപ്പ് എന്ന ഈ ഒരു കവിത 14 വരികളുള്ള ഒരു കവിതയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കവിതയെ നമുക്ക് സോണറ്റ് എന്ന് വിളിക്കാം. സോണറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 14 വരികളുള്ള ഒരു കവിത. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ടു സ്ലീപ്പ് എന്ന കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഗൂസ്ബെറീസ്. ഗൂസ്ബെറീസ് മീൻസ് നെല്ലിക്കകൾ. ഗൂസ്ബെറീസ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ആൻറ്റോൺ ചെക്കോവ്. ആൻറ്റോൺ ചെക്കോവ് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ഗൂസ്ബെറീസ്. ആൻറ്റോൺ ചെക്കോവ് ഈസ് എ റഷ്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഒരു റഷ്യൻ എഴുത്തുകാരനാണ് ആൻറ്റോൺ ചെക്കോവ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കഥയാണ് ഗൂസ്ബെറീസ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് 2 brothers ഹൂ പെർസ്യൂ ഹാപ്പിനെസ് ഇൻ ദെയർ ഓൺ വേയ്സ്. അവരുടേതായ വഴികളിലൂടെ സന്തോഷം പിന്തുടരുന്ന, അതായത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന 2 സഹോദരങ്ങളുടെ കഥയാണ് ഗൂസ്ബെറീസ്. അതായത് വ്യത്യസ്തമായ വഴികളിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന 2 സഹോദരങ്ങളുടെ കഥയാണ് ഗൂസ്ബെറീസ്. ദേ ആർ ഇവാൻ ഇവാനിച്ച് ആൻഡ് നിക്കോള ഇവാനിച്ച്. ആ 2 സഹോദരങ്ങളാണ് ഇവാൻ ഇവാനിച്ച്, അതുപോലെ തന്നെ നിക്കോള ഇവാനിച്ച്. ദെൻ ദർ ആർ 4 characters ഇൻ ദി സ്റ്റോറി. ഈ കഥയിൽ ആകെ 4 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഇവാൻ ഇവാനിച്ച്, നിക്കോള ഇവാനിച്ച്, ബോക്കിൻ ആൻഡ് അലിയോക്കിൻ. ഇത്രയും 4 കഥാപാത്രങ്ങളാണ് ഗൂസ്ബെറീസ് എന്ന ഈ ഒരു കഥയിലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു 4 കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം.
ഇവാൻ ഇവാനിച്ച് ഹീസ് എ വെറ്റിനറി സർജൻ. ഒരു മൃഗ ഡോക്ടറാണ് ഇവാൻ ഇവാനിച്ച്. ദെൻ നിക്കോളായ് ഇവാനിച്ച്. ഇവാൻ ഇവാനിച്ച് യങ്ങർ ബ്രദർ. ഇവാൻ ഇവാനിച്ചിൻ്റെ അനിയനാണ് നിക്കോളായ് ഇവാനിച്ച്. ഹി വാസ് എൻ ഒഫീഷ്യൽ അറ്റ് എക്സ്ചക്കേഴ്സ് കോർട്ട്. രാജാവിൻ്റെ ട്രഷറിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നിക്കോളായ് ഇവാനിച്ച്. എക്സ്ചക്കേഴ്സ് കോർട്ട് മീൻസ് കിങ്സ് ട്രഷറി, അതായത് രാജാവിൻ്റെ ട്രഷറി. ദ നെക്സ്റ്റ് ക്യാരക്ടർ ബോർക്കിൻ. ബോർക്കിൻ ഈസ് എ സ്കൂൾ മാസ്റ്റർ. ഒരു സ്കൂൾ അധ്യാപകനാണ് ബോർക്കിൻ. ദെൻ ദ ഫോർത്ത് ക്യാരക്ടർ അലിയോക്കിൻ. അലിയോക്കിൻ ഈസ് എ ഫാർമർ. ഒരു കർഷകനാണ് അലിയോക്കിൻ. ഇത്രയും 4 കഥാപാത്രങ്ങളാണ് ഗൂസ്ബെറീസ് എന്ന ഈ ഒരു കഥയിലുള്ളത്. അതായത് ഇവാൻ ഇവാനിച്ച്, നിക്കോളായ് ഇവാനിച്ച്, ബോർക്കിൻ, അലിയോക്കിൻ. ഇത്രയും 4 കഥാപാത്രങ്ങളാണ് ഗൂസ്ബെറീസ് എന്ന ഈ ഒരു കഥയിലുള്ളത്. ഇറ്റ്സ് എ സ്റ്റോറി ഇൻസൈഡ് എ സ്റ്റോറി. ഒരു കഥയ്ക്കുള്ളിലെ മറ്റൊരു കഥയാണിത്. അതായത് ഇവിടെ ഒരു കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ സംഭവിക്കുകയാണ്. ദാറ്റ് ഈസ് ഇവാൻ ഇവാനിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹിസ് ബ്രദർ നിക്കോളെ. ഇവാൻ ഇവാനിച്ച് അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടുള്ള നിക്കോളയെക്കുറിച്ചുള്ള ഒരു കഥയാണ് പറയുന്നത്. ഹി ടെൽസ് ദ സ്റ്റോറി ടു ബോർക്കിൻ ആൻഡ് അലിയോക്കിൻ. അദ്ദേഹം ഈ ഒരു കഥ പറയുന്നത് ബോർക്കിനോടും അലിയോക്കിനോടുമാണ്. അതായത് ഇവാൻ ഇവാനിച്ച് അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടുള്ള നിക്കോളായ് ഇവാനിച്ചിനെ കുറിച്ചുള്ള കഥ പറയുകയാണ്. അദ്ദേഹം ഈ ഒരു കഥ പറയുന്നത് ബോർക്കിനോടും അലിയോക്കിനോടുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറി മനസ്സിലാക്കാം. വെൻ ദ സ്റ്റോറി ബിഗിൻസ് വി ക്യാൻ സീ ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോർക്കിൻ ആർ വാക്കിംഗ് ത്രൂ എ ഫീൽഡ്. ഈ ഒരു കഥ ആരംഭിക്കുന്ന സമയത്ത് തന്നെ നാം കാണുന്നത് ഇവാൻ ഇവാനിച്ചും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ബോർക്കിനും ഒരു വയലിലൂടെ, അതായത് ഒരു പാടത്തിലൂടെ നടന്നു പോകുന്നതാണ്. ഇവാൻ ഇവാനിച്ചും അതുപോലെ തന്നെ ബോർക്കിനും ആരാണ് എന്ന് നമുക്കറിയാം. ഇവാൻ ഇവാനിച്ച് ഒരു വെറ്റിനറി സർജനാണ്, അതായത് ഒരു മൃഗ ഡോക്ടറാണ്. അതുപോലെ തന്നെ ബോർക്കിൻ ഒരു സ്കൂൾ മാസ്റ്ററാണ്. ദെൻ ഇവർ രണ്ടുപേരും ഒരു വയലിലൂടെ നടന്നു പോകുന്നതാണ് ഈ ഒരു കഥയുടെ തുടക്കത്തിൽ നാം കാണുന്നത്. ദെൻ ഇവാൻ ഇവാനിച്ച് വാസ് അബൌട്ട് ടു ടെൽ എ സ്റ്റോറി ടു ഹിസ് ഫ്രണ്ട് ബോർക്കിൻ. അങ്ങനെ അവർ നടന്നു പോകുന്നതിനിടയിൽ ഇവാൻ ഇവാനിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ബോർക്കിനോട് ഒരു കഥ പറയാൻ തുടങ്ങുകയായിരുന്നു. ദ സ്റ്റോറി വാസ് അബൌട്ട് ഹിസ് ബ്രദർ നിക്കോളായ് ഇവാനിച്ച്. ഇവാൻ ഇവാനിച്ച് അവർ പറയുന്ന കഥ ഇവാൻ ഇവാനിച്ചിൻ്റെ അനിയനായിട്ടുള്ള നിക്കോളായ് ഇവാനിച്ചിനെ കുറിച്ചായിരുന്നു. അറ്റ് ദ ടൈം ദ റെയിൻ ബിഗാൻ ടു ഫോൾ. അങ്ങനെ അദ്ദേഹം കഥ പറയുന്ന സമയത്ത് മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ദെൻ ദ 2 men went to their friend അലിയോക്കിൻസ് ഹൗസ് സോഫിനോ. അങ്ങനെ ഇവർ രണ്ടുപേരും, അതായത് ഇവാൻ ഇവാനിച്ചും ബോർക്കിനും മഴ പെയ്തത് കാരണം അവരുടെ ഫ്രണ്ടായിട്ടുള്ള അലിയോക്കിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അലിയോക്കിൻ്റെ വീടിൻ്റെ പേരാണ് സോഫിനോ. അങ്ങോട്ട് ഇവർ രണ്ടുപേരും പോവുകയാണ്. അലിയോക്കിൻ വാസ് ഇൻ ഹിസ് മിൽ നിയർ ഹിസ് ഹൗസ്. അലിയോക്കിൻ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മില്ലിലായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അലിയോക്കിനെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അലിയോക്കിൻ വാസ് എ ഫാർമർ. അദ്ദേഹം ഒരു കർഷകനായിരുന്നു. ആൻഡ് ഹി വാസ് 40 years old. അദ്ദേഹത്തിന് ഏകദേശം ഒരു 40 വയസ്സായിരുന്നു. ഹി വാസ് എ ടോൾ ആൻഡ് സ്റ്റൗട്ട് മാൻ. അദ്ദേഹം ഉയരമുള്ളവനും അതുപോലെ തന്നെ തടിച്ച ഒരു മനുഷ്യനുമായിരുന്നു. ഹി ഹാഡ് ലോങ് ഹെയർ. അദ്ദേഹത്തിന് നീളമുള്ള മുടിയുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ലൈക്ക് എ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ. അദ്ദേഹത്തിൻ്റെ രൂപം ഏകദേശം ഒരു പ്രൊഫസറെ പോലെയോ അതല്ലെങ്കിൽ ഒരു ചിത്രകാരനെ പോലെയോ ആയിരുന്നു. ആക്ച്വലി അദ്ദേഹം ഒരു കർഷകനായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കോലം ഒരു പ്രൊഫസറെ പോലെയോ അതല്ലെങ്കിൽ ഒരു ചിത്രകാരനെ പോലെയോ ആയിരുന്നു. ദെൻ അലിയോക്കിൻ വാസ് ഹാപ്പി ടു സീ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഹി ഇൻവൈറ്റഡ് ദം ടു ഹിസ് ഹൗസ്. അങ്ങനെ അലിയോക്കിൻ ഈ 2 സുഹൃത്തുക്കളെയും കണ്ട സമയത്ത്, അതായത് ഇവാൻ ഇവാനിച്ചിനെയും ബോർക്കിനെയും കണ്ട സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നുകയാണ്. അവരെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. ആൻഡ് ഓൾ ദ 3 ടുക്ക് ബാത്ത് ഇൻ ദ ബാത്തിങ് ഷെഡ്. അങ്ങനെ ഇവർ 3 പേരും, അതായത് ഇവാൻ ഇവാനിച്ച്, ബോർക്കിൻ ആൻഡ് അലിയോക്കിൻ, ഇവർ 3 പേരും കുളിക്കടവിൽ വെച്ച് കുളിക്കുകയാണ്. ദെൻ വെൻ ടു അലിയോക്കിൻസ് ഹൗസ്. അങ്ങനെ കുളി കഴിഞ്ഞതിന് ശേഷം ഇവർ 3 പേരും അലിയോക്കിൻ്റെ വീട്ടിലേക്ക് പോയി. അറ്റ് ദിസ് ടൈം ഇവാൻ ഇവാനിച്ച് ബിഗാൻ ടു ടെൽ ദ സ്റ്റോറി. അങ്ങനെ ഈ ഒരു സമയത്ത് ഇവാൻ ഇവാനിച്ച് അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ്. നമുക്കറിയാം ഇവാൻ ഇവാനിച്ച് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കഥ പറയാൻ തുടങ്ങുന്ന സമയത്ത്, അതായത് ബോർക്കിനോട് കഥ പറയാൻ തുടങ്ങുന്ന സമയത്താണ് മഴ പെയ്യുന്നതും അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും അലിയോക്കിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും. ദെൻ അലിയോക്കിൻ്റെ വീട്ടിൽ വെച്ച് ഇവാൻ ഇവാനിച്ച് ആ ഒരു കഥ പറയുകയാണ്, അദ്ദേഹത്തിന് പറയാനുള്ള കഥ പറയുകയാണ്. ദ സ്റ്റോറി വാസ് അബൌട്ട് ഹിസ് ബ്രദർ നിക്കോളായ് ഇവാനിച്ച്. നമുക്കറിയാം ഇവാൻ ഇവാനിച്ച് പറയുന്ന കഥ ആരുടെ കഥയാണ്? അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടുള്ള നിക്കോളായ് ഇവാനിച്ചിനെ കുറിച്ചുള്ള കഥയാണ് ഇവാൻ ഇവാനിച്ച് പറയുന്നത്. അദ്ദേഹം ഇവിടെ ആരോടൊക്കെയാണ് കഥ പറയുന്നത്? ബോർക്കിനോടും അലിയോക്കിനോടും. ഹി ടെൽസ് ദ സ്റ്റോറി ടു ഹിസ് ഫ്രണ്ട്സ് ബോർക്കിൻ ആൻഡ് അലിയോക്കിൻ. ഇവാൻ ഇവാനിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബോർക്കിനോടും അലിയോക്കിനോടുമാണ് കഥ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവാൻ ഇവാനിച്ച് അവരോട് പറയുന്ന ആ ഒരു കഥ മനസ്സിലാക്കാം. ദേ വെർ 2 brothers, ഇവാൻ ഇവാനിച്ച് ആൻഡ് നിക്കോളായ് ഇവാനിച്ച്. അവർ 2 സഹോദരങ്ങളായിരുന്നു, ഇവാൻ ഇവാനിച്ചും നിക്കോളായ് ഇവാനിച്ചും. അതായത് ഇവാൻ ഇവാനിച്ച് ആൻഡ് നിക്കോളായ് ഇവാനിച്ച് വെർ 2 brothers.
Their father was in military. അവരുടെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. ബട്ട് ഹി ഡൈഡ് ഇൻ ദെയർ ചൈൽഡ്ഹുഡ്. എന്നാൽ ഇവരുടെ കുട്ടിക്കാലത്ത് വെച്ച് തന്നെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ ദെയർ ഫാദേഴ്സ് ഡെത്ത് ദെയർ ലൈഫ് ബിക്കെയിം മോർ ഡിഫിക്കൽട്ട്. അങ്ങനെ അവരുടെ അച്ഛൻ്റെ മരണശേഷം അവരുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരുന്നു. ദെയർ ഫാദേഴ്സ് എസ്റ്റേറ്റ് വാസ് സോൾഡ് ടു പേ ഹിസ് ഡെബ്റ്റ്സ്. അങ്ങനെ അച്ഛൻ്റെ കടം വീട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ ആ സ്ഥലം അവർക്ക് വിൽക്കേണ്ടി വന്നു. ആൻഡ് ദേ സ്പെൻഡ് ദെയർ ചൈൽഡ്ഹുഡ് ഇൻ ദ കൺട്രി. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ കുട്ടിക്കാലം, അതായത് ഇവാൻ ഇവാനിച്ചും നിക്കോളായ് ഇവാനിച്ചും അവരുടെ കുട്ടിക്കാലം ചെലവഴിച്ചത് ഗ്രാമത്തിലായിരുന്നു. ദേ ലിവ്ഡ് ലൈക്ക് പെസൻറ്റ് ചിൽഡ്രൻ. കർഷകരുടെ മക്കളെ പോലെ ഇവരും ജീവിച്ചു. ദെൻ ഇവാൻ ഇവാനിച്ച് വെൻ ഫോർ സ്റ്റഡി ആൻഡ് ബിക്കെയിം എ വെറ്റിനറി സർജൻ. അങ്ങനെ ഇവാൻ ഇവാനിച്ച് പഠിക്കാൻ പോവുകയും അതിനുശേഷം അദ്ദേഹം ഒരു മൃഗ ഡോക്ടർ ആവുകയും ചെയ്തു. നിക്കോളെ വാസ് അറ്റ് എക്സ്ചക്കേഴ്സ് കോർട്ട്. എന്നാൽ നിക്കോളെ എക്സ്ചക്കേഴ്സ് കോർട്ട്, അതായത് രാജാവിൻ്റെ ട്രഷറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഹിസ് ജോബ് വാസ് ഇൻ കിങ്സ് ട്രഷറി. രാജാവിൻ്റെ ട്രഷറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ആൻഡ് നിക്കോള വാസ് ഇൻ ടൗൺ. നിക്കോള ടൗണിലായിരുന്നു. ദോ നിക്കോള ഹാഡ് എ ഗുഡ് ജോബ്, ഹി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ജോബ്. നിക്കോളയ്ക്ക് നല്ല ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ജോലിയിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല. ദാറ്റ് മീൻസ് ഹി ഡിഡ്ന്റ് ലൈക്ക് ഹിസ് ജോബ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലി അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അതായത് നിക്കോളെ ഇവാനിച്ചിന് രാജാവിൻ്റെ ട്രഷറിയിലാണ് ജോലിയെങ്കിലും ആ ഒരു ജോലി അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. ഹി വാസ് ഫെഡ് അപ്പ് വിത്ത് ഹിസ് ജോബ് സിറ്റിംഗ് ഇൻ ദ സെയിം പ്ലേസ് ആൻഡ് റൈറ്റിംഗ് ഔട്ട് ദ സെയിം ഡോക്യുമെൻറ്റ്സ്. ഒരേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഒരേ തരം രേഖകൾ എഴുതുന്ന ആ ഒരു ജോലി അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. ദെൻ അദ്ദേഹത്തിന് ആ ഒരു ജോലി മടുത്തിട്ടുണ്ടായിരുന്നു. ഹിസ് ഡ്രീംസ് വെയർ സെൻറ്റേഡ് അറൗണ്ട് an estate with a farmhouse, garden, an orchard, a fish pond, and above all, gooseberry bushes. ഒരു ഫാം ഹൗസും പൂന്തോട്ടവും മത്സ്യക്കുളവും അതിലെല്ലാം ഉപരി നെല്ലിക്കച്ചെടികളുമുള്ള നെല്ലിക്ക മരങ്ങളുമുള്ള ഒരു എസ്റ്റേറ്റിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ. അതായത് ഹി ലൈക്ക് ടു ലിവ് ഇൻ കൺട്രി. ഗ്രാമത്തിൽ ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. ഹിസ് ആംബിഷൻ വാസ് ടു ഓൺ എ കൺട്രി എസ്റ്റേറ്റ്. സ്വന്തമായിട്ട് ഗ്രാമത്തിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ടാകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതേസമയം തന്നെ ഇവാൻ ഇവാനിച്ച് വാസ് ഹാപ്പി വിത്ത് ദ കൈൻഡ് ഓഫ് ലൈഫ് ഹി വാസ് ലീഡിങ്. ഇവാൻ ഇവാനിച്ച്, അതായത് നിക്കോളായ് ഇവാനിച്ചിൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള ഇവാൻ ഇവാനിച്ച്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി നമുക്കറിയാം, വെറ്റിനറി സർജൻ, അതായത് മൃഗ ഡോക്ടർ. ആ ഒരു ജോലിയിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു. ബട്ട് നിക്കോളായ് ഇവാനിച്ച് ഓൾവേസ് ഡ്രീംഡ് ഓഫ് എ പീസ്ഫുൾ ലൈഫ് ഇൻ ദ കൺട്രി. എന്നാൽ നിക്കോളായ് ഇവാനിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമത്തിലുള്ള സമാധാനപരമായിട്ടുള്ള ആ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. He would always dream of eating out in the open air and sleeping in the sun. തുറസ്സായ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ വെയിലത്ത് ഉറങ്ങാനും അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഹി ഡ്രീം അബൌട്ട് ദ വില്ലേജ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഗ്രാമത്തിലുള്ള ജീവിതമായിരുന്നു. ഹിസ് തോട്ട് വാസ് അബൌട്ട് ടു ബൈ എൻ എസ്റ്റേറ്റ്. ഒരു എസ്റ്റേറ്റ് വാങ്ങുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അതായത് ഹിസ് ഡ്രീം വാസ് ടു ബൈ എൻ എസ്റ്റേറ്റ് ആൻഡ് സെറ്റിൽ ഇൻ കൺട്രി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്തായിരുന്നു? ഗ്രാമത്തിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങുകയും അവിടെ സെറ്റിൽ ആവുക എന്നുള്ളതായിരുന്നു നിക്കോളായ് ഇവാനിച്ചിൻ്റെ ആഗ്രഹം. ഹി റെഡ് ദ അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. പത്രങ്ങളിലുള്ള അഡ്വർടൈസ്മെൻറ്റ്, അതായത് പരസ്യങ്ങൾ അദ്ദേഹം വായിക്കാറുണ്ടായിരുന്നു. എങ്ങനെയുള്ള പത്രപരസ്യങ്ങളായിരുന്നു അദ്ദേഹം വായിക്കാറുള്ളത്? ദ അഡ്വർടൈസ്മെൻറ്റ്സ് വെയർ അബൌട്ട് ലാൻഡ് ടു ബി സോൾഡ്. സ്ഥലങ്ങൾ വിൽക്കാനുള്ളതുമായി ബന്ധപ്പെട്ട അഡ്വർടൈസ്മെൻറ്റ്സ്, പരസ്യങ്ങളായിരുന്നു അദ്ദേഹം വായിക്കാറുള്ളത്. ഇൻ ഹിസ് ഡ്രീം എസ്റ്റേറ്റ് ദെയർ വെയർ എ ഫാം ഹൗസ്, റിവർ, ഗാർഡൻ വാൾസ്, flowers, fruits, nest, fish in the pond and gooseberry bushes. അദ്ദേഹത്തിൻ്റെ സ്വപ്ന എസ്റ്റേറ്റിലെ, അതായത് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു എ ഫാം ഹൗസ്, ഒരു ഫാം ഹൗസ്, റിവർ, നദി, ഗാർഡൻ, പൂന്തോട്ടം, ഗാർഡൻ വാൾസ്, പൂന്തോട്ടത്തിന് ചുറ്റും മതിലുകൾ, ഫ്ലവേഴ്സ്, പൂക്കൾ, ഫ്രൂട്ട്സ്, നെസ്റ്റ്, കൂടുകൾ, ഫിഷ് ഇൻ ദ പോണ്ട്, കുളത്തിൽ മീനുകൾ, ആൻഡ് ഗൂസ്ബെറി ബുഷസ്, നെല്ലിക്കച്ചെടികൾ. ഇത്രയുമായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന എസ്റ്റേറ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ. ലൈക്ക് ഗൂസ്ബെറി വെരി മച്ച്. അദ്ദേഹത്തിന് ഗൂസ്ബെറി, നെല്ലിക്ക അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടമായിരുന്നു. സോ ഹി മെയിൻലി വാണ്ടഡ് എ ഗൂസ്ബെറി ബുഷ് ഇൻ ദ എസ്റ്റേറ്റ്. അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവിടെ ഒരു ഗൂസ്ബെറി ബുഷ്, നെല്ലിക്കച്ചെടി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ആവശ്യം. അതായത് നെല്ലിക്കച്ചെടികളുള്ള ഒരു എസ്റ്റേറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ആൻഡ് ഹി ലീവ് ലൈക്ക് എ മൈസർ ടു ഗെറ്റ് ഹിസ് ഐഡിയൽ പ്ലേസ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിലുള്ളതുപോലെയുള്ള ഒരു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മൈസറെ പോലെ, അതായത് ഒരു പിശുക്കനെ പോലെയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. ഹി എയ്റ്റ് ലെസ്, വളരെ കുറച്ചായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. ഹി ഡ്രസ്ഡ് ലൈക്ക് എ ബെഗർ, ഒരു യാചകനെ പോലെയായിരുന്നു അദ്ദേഹം വസ്ത്രം ധരിച്ചിരുന്നത്. ആൻഡ് ഹി സേവ്ഡ് മണി ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്. അങ്ങനെ അദ്ദേഹം പണം സമ്പാദിക്കുകയും ആ ഒരു പണം അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ദെൻ ഹി മാരീഡ് എ റിച്ച് വിഡോ, നോട്ട് ബിക്കോസ് ഹി ലവ്ഡ് ഹെർ but to get the money he wanted to buy a big estate. അങ്ങനെ അദ്ദേഹം ധനികയായ ഒരു വിധവയെ വിവാഹം കഴിക്കുകയും ചെയ്തു.
അവളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല അവളെ വിവാഹം കഴിച്ചത്, മറിച്ച് വലിയൊരു എസ്റ്റേറ്റ് വാങ്ങാനുള്ള പണം ആഗ്രഹിച്ചായിരുന്നു അദ്ദേഹം അവളെ വിവാഹം കഴിച്ചത്. ദെൻ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഹിസ് വൈഫ് ഹി ബോട്ട് എൻ എസ്റ്റേറ്റ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണശേഷം അദ്ദേഹം ഒരു എസ്റ്റേറ്റ് വാങ്ങി. അതായത് നിക്കോള ഇവാനിച്ച് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. രാജാവിൻ്റെ ട്രഷറിയിൽ ആ ഒരു ജോലി അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്തായിരുന്നു? ഗ്രാമത്തിൽ ഒരു സ്ഥലം, ഒരു എസ്റ്റേറ്റ് വാങ്ങാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു എസ്റ്റേറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ പിശുക്കിയായിരുന്നു ജീവിച്ചത്. ദെൻ അതുപോലെ തന്നെ ധനികയായ ഒരു വിധവയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു. ദെൻ അവളുടെ മരണശേഷം അദ്ദേഹം ഒരു എസ്റ്റേറ്റ് വാങ്ങുകയും ചെയ്തു. ബട്ട് ദർ വെർ നോ ഗൂസ്ബെറി ബുഷസ് ഇൻ ഹിസ് എസ്റ്റേറ്റ്. അങ്ങനെ അദ്ദേഹം വാങ്ങിയ ഒരു എസ്റ്റേറ്റിൽ എന്തില്ലായിരുന്നു? ഗൂസ്ബെറി ബുഷസ്, നെല്ലിക്കച്ചെടികൾ ഇല്ലായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നെല്ലിക്കച്ചെടികളുള്ള ഒരു എസ്റ്റേറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ അദ്ദേഹം വാങ്ങിയ ഒരു എസ്റ്റേറ്റിൽ നെല്ലിക്കച്ചെടികൾ ഇല്ലായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് വറീഡ് അബൌട്ട് ദാറ്റ്. എന്നാൽ അതിനെക്കുറിച്ച് അദ്ദേഹം വിഷമിച്ചിരുന്നില്ല. ഹി ബോട്ട് 20 ഗൂസ്ബെറി ബുഷസ്. അദ്ദേഹം 20 നെല്ലിക്കച്ചെടികൾ വാങ്ങി. ദെൻ ഹി പ്ലാന്റഡ് ദ ഗൂസ്ബെറി ബുഷസ് ഇൻ ഹിസ് എസ്റ്റേറ്റ്. അങ്ങനെ അദ്ദേഹം വാങ്ങിയ ആ ഒരു ഗൂസ്ബെറി ബുഷസ്, നെല്ലിക്കച്ചെടികൾ അദ്ദേഹത്തിൻ്റെ പുതിയതായിട്ട് വാങ്ങിയ ഒരു എസ്റ്റേറ്റിൽ അദ്ദേഹം നടുകയും ചെയ്തു. ഹി സെറ്റിൽ ഇൻ ദ വില്ലേജ് ആൻഡ് സ്റ്റാർട്ടഡ് ടു ലിവ് ഇൻ ദ വില്ലേജ്. അങ്ങനെ ആ ഒരു വില്ലേജിൽ അദ്ദേഹം സെറ്റിലാവുകയും അവിടെ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ദ നെയിം ഓഫ് ഹിസ് എസ്റ്റേറ്റ് വാസ് ചിംബർഷോ കോർണർ ഓർ ഹിമാലയസ്കി. ചിംബർഷോ കോർണർ അതല്ലെങ്കിൽ ഹിമാലയസ്കി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൻ്റെ പേര്. വൺ ഡേ ഇവാൻ പെയ്ഡ് എ വിസിറ്റ് ടു ഹിസ് ബ്രദേഴ്സ് എസ്റ്റേറ്റ്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവാൻ ഇവാനിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള നിക്കോള ഇവാനിച്ചിൻ്റെ എസ്റ്റേറ്റ് സന്ദർശിച്ചു. നിക്കോള ഇവാനിച്ച് വാസ് നോട്ട് എ പുവർ ഒഫീഷ്യൽ ബട്ട് എ റിയൽ ലാൻഡ് ഓണർ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവാൻ ഇവാനിച്ച് നിക്കോള ഇവാനിച്ചിനെ സന്ദർശിച്ച സമയം അദ്ദേഹം മനസ്സിലാക്കുകയാണ്, നിക്കോള ഇവാനിച്ച് ആ ഒരു പഴയ പാവപ്പെട്ട ഒഫീഷ്യലൊന്നുമല്ല, ഇപ്പോൾ എന്താണ് റിയൽ ലാൻഡ് ഓണർ, യഥാർത്ഥത്തിൽ ഒരു വലിയൊരു ഭൂവുടമയാണ് എന്ന് ഇവാൻ ഇവാനിച്ച് നിക്കോളയെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഹി ഡിഡ് മെനി ഗുഡ് ആക്ടിവിറ്റീസ്. നിക്കോള ഇവാനിച്ച് ധാരാളം നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഹി ക്യൂർഡ് ദ ഡിസീസസ് ഓഫ് പെസൻസ് ബൈ ഗിവിംഗ് കാസ്റ്റർ ഓയിൽ. ആവണക്കെണ്ണ നൽകിക്കൊണ്ട് കർഷകരുടെ അസുഖങ്ങൾ അദ്ദേഹം ഭേദമാക്കാറുണ്ടായിരുന്നു. ഹി ട്രീറ്റഡ് ദ പെസൻസ് ബൈ ഗിവിംഗ് ഹാഫ് എ ബക്കറ്റ് ഓഫ് വോഡ്ക ഓൺ ഹിസ് ബർത്ത്ഡേ. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ആ ഒരു നാട്ടുകാർക്ക് അദ്ദേഹം വോഡ്കയും കൊടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തികൾ നിക്കോള ഇവാനിച്ച് ചെയ്യാറുണ്ട് എന്ന് ഇവാൻ ഇവാനിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. Then in the evening, when they were having tea, the cook brought a plate full of gooseberries. അങ്ങനെ അന്ന് വൈകുന്നേരം ഇവർ രണ്ടുപേരും, അതായത് ഇവാൻ ഇവാനിച്ചും നിക്കോള ഇവാനിച്ചും ചായ കുടിക്കുന്ന സമയത്ത് അവിടെയുള്ള പാചകക്കാരൻ ഒരു പ്ലേറ്റ് നെല്ലിക്ക കൊണ്ടുവന്നു. Those gooseberries were not bought. ആ ഒരു നെല്ലിക്കകൾ വാങ്ങിയതായിരുന്നില്ല, അതായത് പാചകക്കാരൻ കൊണ്ടുവന്ന നെല്ലിക്ക വാങ്ങിയതായിരുന്നില്ല. They were his own gooseberries plucked from the bushes in the first time. അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിലെ നെല്ലിക്കച്ചെടികളിൽ നിന്ന് ആദ്യമായിട്ട് പറിച്ചെടുത്ത നെല്ലിക്കകളായിരുന്നു അവയെല്ലാം. ദ നിക്കോള ഇവാനിച്ച് വാസ് വെരി ഹാപ്പി ടു സീ ഇറ്റ്. ഇത് കണ്ട സമയത്ത് നിക്കോള ഇവാനിച്ച് വല്ലാതെ സന്തോഷിക്കുകയാണ്. കാരണം ആ ഒരു നെല്ലിക്കകളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം തോട്ടത്തിൽ നിന്ന് എടുത്ത നെല്ലിക്കകളായിരുന്നു. ഹി അച്ചീവ്ഡ് ഹിസ് ഡ്രീം. അദ്ദേഹം സന്തോഷിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വപ്നം അച്ചീവ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഹിസ് ഡ്രീം വാസ് എൻ എസ്റ്റേറ്റ് വിത്ത് സം ഗൂസ്ബെറീസ്. നെല്ലിക്കകളുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു നിക്കോളയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ഒരു ആഗ്രഹം അദ്ദേഹം അച്ചീവ് ചെയ്യുകയാണ്. ആക്ച്വലി ദ ഗൂസ്ബെറീസ് വെർ സോർ ആൻഡ് ഹാർഡ് ബട്ട് നിക്കോള ഫൗണ്ട് ദം ഡെലിഷ്യസ്. യഥാർത്ഥത്തിൽ ആ ഒരു നെല്ലിക്കകൾ പുളിപ്പുള്ളതും അതുപോലെ തന്നെ ഹാർഡുമായിരുന്നു. എന്നാൽ നിക്കോളയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് വല്ലാതെ രുചികരമായി തോന്നി. ബിക്കോസ് ദേ വെർ ഹിസ് ഓൺ ഗൂസ്ബെറീസ്. അതിനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗൂസ്ബെറികളാണ്, നെല്ലിക്കകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വല്ലാതെ സ്വാദിഷ്ടമായിട്ട് തോന്നുകയാണ്. For Ivan Ivanich, the gooseberries tasted sour and hard, but Nikolai ate them, commenting that they were delicious. ഇവാൻ ഇവാനിച്ചിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നെല്ലിക്കകൾ സോർ ആൻഡ് ഹാർഡ്, പുളിപ്പുള്ളതും അതുപോലെ തന്നെ ഹാർഡുമായിരുന്നു. എന്നാൽ നിക്കോളെ അത് വളരെ സ്വാദിഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിക്കോളെ അത് കഴിക്കുകയും ചെയ്തു. ആൻഡ് നിക്കോളൈ കുഡ്ന്റ് സ്ലീപ് ഓൺ ദാറ്റ് നൈറ്റ് ബിക്കോസ് ഓഫ് ഹാപ്പിനെസ്. ആ ഒരു ദിവസത്തെ സന്തോഷം കൊണ്ട് നിക്കോളയ്ക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. വിച്ച് മീൻസ് നിക്കോളൈ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഹി അച്ചീവ്ഡ് ഹിസ് ഡ്രീം. ചുരുക്കി പറഞ്ഞാൽ നിക്കോളെ വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹം അച്ചീവ് ചെയ്യുകയാണ്. ബട്ട് ഇവാൻ ഇവാനിച്ച് ബിക്കെയിം അൺഹാപ്പി. എന്നാൽ ഇവാൻ ഇവാനിച്ചിന് വല്ലാതെ ദുഃഖം തോന്നുകയാണ്. ഇവാൻ ഇവാനിച്ചിന് ദുഃഖം തോന്നാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഹി ഹാഡിൻറ്റ് എനി ഡ്രീം ആൻഡ് ഹി ഡിഡ്ന്റ് അച്ചീവ് എനി ഡ്രീം. ഇവാൻ ഇവാനിച്ചിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു സ്വപ്നവും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഒരു സ്വപ്നവും അദ്ദേഹം നേടിയിട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ലാതെ ദുഃഖം തോന്നുകയാണ്. ഹി തോട്ട് ഇഫ് ഹി വെയർ യങ്. അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹം യങ് ആയിരുന്നെങ്കിൽ, യുവാവായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്.
ആൻഡ് ഹി ഫെൽ ഡെസ്പെയർ ഹിംസെൽഫ്, അദ്ദേഹത്തിന് സ്വയം നിരാശ തോന്നുകയാണ്. കാരണം എന്താണ്, അദ്ദേഹത്തിന് സ്വപ്നമില്ലായിരുന്നു, അതുപോലെ തന്നെ അതിനുവേണ്ടി അദ്ദേഹം സ്വപ്നങ്ങൾ നേടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം യുവാവായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ചിന്തിക്കുകയുമാണ്. അങ്ങനെ അതെല്ലാം തോന്നിയ സമയത്ത് അദ്ദേഹത്തിന് വല്ലാതെ നിരാശ തോന്നുകയാണ്. Then Ivan Ivanich story ends with his request to Alyokin to do good things in life. അങ്ങനെ ഇവാൻ ഇവാനിച്ചിൻ്റെ കഥ അലിയോക്കിനോടുള്ള ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷയുമായിട്ട് അവസാനിക്കുകയാണ്. എന്താണ് ഇവാൻ ഇവാനിച്ചിന് അലിയോക്കിനോടുള്ള റിക്വസ്റ്റ് എന്താണ്? ടു ഡു ഗുഡ് തിങ്സ് ഇൻ ലൈഫ്, ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇതായിരുന്നു ഇവാൻ ഇവാനിച്ചിന് അലിയോക്കിനോടുള്ള റിക്വസ്റ്റ്. ഈ ഒരു റിക്വസ്റ്റോടു കൂടെയാണ് ഇവാൻ ഇവാനിച്ചിൻ്റെ കഥ അവസാനിക്കുന്നത്. ദിസ് വാസ് ദ സ്റ്റോറി ഓഫ് ഇവാൻ ഇവാനിച്ച്. ഇതായിരുന്നു ഇവാൻ ഇവാനിച്ച് അലിയോക്കിനോടും ബോർക്കിനോടും പറഞ്ഞ കഥ. ബട്ട് ബോർക്കിൻ ആൻഡ് അലിയോക്കിൻ ഡിഡിൻ ലൈക്ക് ഇവാൻ ഇവാനിച്ച് സ്റ്റോറി. എന്നാൽ ഇവാൻ ഇവാനിച്ചിൻ്റെ ഒരു കഥ ബോർക്കിനോ അതുപോലെ തന്നെ അലിയോക്കിനോ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദേ ഫൗണ്ട് ദ സ്റ്റോറി അൺഇൻട്രസ്റ്റിംഗ്. ഇവാൻ ഇവാനിച്ച് അവരോട് പറഞ്ഞ ആ ഒരു കഥ അവർക്ക് രസകരമായി തോന്നിയില്ല. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ ഗൂസ്ബെറീസ് എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഗൂസ്ബെറീസ് ഈസ് എ സ്റ്റോറി ഇൻസൈഡ് എ സ്റ്റോറി. ഒരു കഥയ്ക്കകത്തുള്ള മറ്റൊരു കഥയാണ് ഗൂസ്ബെറീസ് എന്ന ഈ ഒരു കഥ. അതായത് ഇവാൻ ഇവാനിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹിസ് ബ്രദർ നിക്കോളായ് ഇവാനിച്ച്. ഇവാൻ ഇവാനിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള നിക്കോളായ് ഇവാനിച്ചിനെ കുറിച്ചുള്ള കഥ പറയുകയാണ്. അദ്ദേഹം ആരോടാണ് ഈ ഒരു കഥ പറയുന്നത്? ഹി ടെൽസ് ദ സ്റ്റോറി ടു ബോർക്കിൻ ആൻഡ് അലിയോക്കിൻ. ബോർക്കിനോടും അലിയോക്കിനോടുമാണ് ഇവാൻ ഇവാനിച്ച് ആ ഒരു കഥ പറയുന്നത്. ദെൻ ദ സ്റ്റോറി ഗിവ്സ് അസ് എ ഗുഡ് മെസ്സേജ്. ഈ ഒരു കഥ നല്ലൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. എന്താണത്? വി ക്യാൻ അച്ചീവ് എനിത്തിങ് ഇഫ് വി ആർ റെഡി ടു ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നാം തീർച്ചയായിട്ടും നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതാണ് നിക്കോളായ് ഇവാനിച്ചിൻ്റെ കഥയിലൂടെ തെളിയിക്കുന്നത്. ഇനിയൊരു കഥയുടെ ടൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാം. ഗൂസ്ബെറീസ് ഈസ് വെരി സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദിസ് സ്റ്റോറി. ഈ ഒരു കഥയ്ക്ക് വളരെ യോജിച്ച ഒരു ടൈറ്റിലാണ് ഗൂസ്ബെറീസ്, നെല്ലിക്ക എന്നുള്ളത്. ഗൂസ്ബെറീസ് ആർ സോർ ആൻഡ് ബിറ്റർ അറ്റ് ഫസ്റ്റ്, ദെൻ ചേഞ്ചസ് ഇൻ ടു സ്വീറ്റ്. ഗൂസ്ബെറി, നെല്ലിക്കയുടെ ടേസ്റ്റ് എന്താണ്? ആദ്യം കയ്പ്പായിരിക്കും, അതുപോലെ തന്നെ പുളിപ്പായിരിക്കും, എന്നാൽ അത് മധുരമായിട്ട് മാറുകയും പിന്നീട് അത് മധുരമായിട്ട് മാറുകയും ചെയ്യുന്നു. ദ ലൈഫ് ഓഫ് നിക്കോളായ് ഇവാനിച്ച് ഈസ് ലൈക്ക് ദിസ്. നിക്കോളായ് ഇവാനിച്ചിൻ്റെ ജീവിതം ഇതുപോലെയാണ്. അറ്റ് ഫസ്റ്റ് ഹി വാസ് നോട്ട് ഹാപ്പി, ബട്ട് ഹി ബിക്കെയിം ഹാപ്പി ഇൻ ദ എൻഡ്. നിക്കോളയുടെ ജീവിതത്തിൽ ആദ്യം അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലെങ്കിലും അവസാനം അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട്. ലൈക്ക് ദ ടേസ്റ്റ് ഓഫ് ഗൂസ്ബെറി, നെല്ലിക്കയുടെ ടേസ്റ്റ് പോലെ തന്നെ. ഇൻ അവർ ലൈഫ് ദർ ആർ ടു സൈഡ്സ്, ബോത്ത് സാഡ് ആൻഡ് ഹാപ്പിനെസ്. നെല്ലിക്കയുടെ ടേസ്റ്റ് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ രണ്ട് സൈഡുകളുണ്ട്. സാഡ് അതായത് ദുഃഖവും, ദെൻ ഹാപ്പിനെസ് സന്തോഷവും. അതായത് ലൈഫ് ഈസ് വെരി മച്ച് ലൈക്ക് ഗൂസ്ബെറീസ്. നെല്ലിക്കകളെ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഗൂസ്ബെറീസ് ആർ സോർ ആൻഡ് സ്വീറ്റ്. ഗൂസ്ബെറിയുടെ ടേസ്റ്റ് എന്താണ്? പുളിപ്പും അതുപോലെ തന്നെ മധുരവും. സിമിലർലി ലൈഫ് ഈസ് സാഡ് ആൻഡ് ഹാപ്പിനെസ്. നമ്മുടെ ജീവിതവും ദുഃഖവും സന്തോഷവും നിറഞ്ഞതാണ്. ലൈക്ക് ദ ടേസ്റ്റ് ഓഫ് ഗൂസ്ബെറി, നെല്ലിക്കയുടെ ടേസ്റ്റ് പോലെ തന്നെ. ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക്, നടക്കാൻ വേണ്ടി പുറത്തേക്ക് പോകൽ. ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക് ഈസ് എ ഹ്യൂമറസ് പേഴ്സണൽ എസ്സേ റിട്ടൺ ബൈ മാക്സ് ബീബോം. മാക്സ് ബീബോം എഴുതിയ നർമ്മം നിറഞ്ഞ ഒരു പേഴ്സണൽ എസ്സേ ആണ് ഗോയിങ് ഔട്ട് ഫോർ എ വോക്ക്. ഇൻ ദിസ് എസ്സേ ദ റൈറ്റർ ലുക്സ് അറ്റ് വാക്കിംഗ് ഫ്രം എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഈ ഒരു ഉപന്യാസത്തിൽ എഴുത്തുകാരൻ നടത്തത്തിനെ മറ്റൊരു വീക്ഷണത്തോടു കൂടി, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കാണുകയാണ്. അതായത് നടത്തം എന്ന വ്യായാമത്തെക്കുറിച്ചുള്ള എഴുത്തുകാരൻ്റെ വ്യത്യസ്തവും രസകരവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഈ ഒരു എസ്സേയിലൂടെ അദ്ദേഹം പറയുന്നത്. ഹി ബിഗിൻസ് ഹിസ് എസ്സേ വിത്ത് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഹി ഹാസ് നെവർ ഗോൺ ഔട്ട് ഫോർ എ വാക്ക് വിത്തൗട്ട് എനി റീസൺ. ഒരു കാരണവുമില്ലാതെ താൻ ഒരിക്കലും നടക്കാൻ പോയിട്ടില്ലെന്ന പ്രസ്താവനയോടുകൂടെയാണ് അദ്ദേഹം തൻ്റെ ഉപന്യാസം ആരംഭിക്കുന്നത്. ഹി സേയ്സ് ഹി ഡസൻ ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്. നടക്കാൻ പോകാൻ തനിക്ക് ഇഷ്ടമില്ല എന്ന് അദ്ദേഹം പറയുന്നു. But so many people have taken him for a walk, though he doesn't like it. പക്ഷേ അയാൾക്ക് ഇഷ്ടമില്ല എങ്കിൽ നടക്കാൻ പോവുക എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല എങ്കിലും പലരും അദ്ദേഹത്തെ നടക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് നടക്കുക എന്നുള്ള വ്യായാമം അദ്ദേഹത്തിന് ഇഷ്ടമില്ല എങ്കിലും പലരും അദ്ദേഹത്തിനെ നടക്കാൻ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. He says that he is lucky enough to live in London. ലണ്ടനിൽ താമസിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അദ്ദേഹം ലണ്ടനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? He says that London is a busy place and so no one would call him for a walk. ലണ്ടൻ വളരെ തിരക്കുള്ള സ്ഥലമാണെന്നും അതിനാൽ തന്നെ ആരും തന്നെ നടക്കാൻ വിളിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ലണ്ടനിൽ താമസിക്കുക എന്നുള്ളത് വളരെ ഭാഗ്യമാണ് എന്നും അദ്ദേഹം പറയുന്നു. He says the drawbacks of London are endless noise, hostile, smoky air everywhere. ലണ്ടൻ്റെ പോരായ്മകളായിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ് എൻഡ്ലെസ് നോയ്സ്, അനന്തമായിട്ടുള്ള ശബ്ദം,
ഹസ്റ്റിൽ ലണ്ടനിലെ തിരക്ക്, സ്മോക്കി എയർ എവരിവെയർ എല്ലായിടത്തും പുക നിറഞ്ഞ വായു, ഇവയെല്ലാം ലണ്ടൻ്റെ പോരായ്മകളാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ലണ്ടനിൽ നിന്ന് തന്നെ ആരും നടക്കാൻ വിളിക്കില്ല എന്നും അതൊരു ഭാഗ്യമാണ് എന്നും അദ്ദേഹം പറയുന്നു. ബട്ട് വെൻ ഹീ ഈസ് ഇൻ കൺട്രി സമൺ വിൽ കം ആൻഡ് ഇൻവൈറ്റ്സ് ഹിം ടു അക്കമ്പനി ഹിം ഫോർ എ വോക്ക്. എന്നാൽ അദ്ദേഹം നാട്ടിലായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വന്ന് അദ്ദേഹത്തെ നടക്കാൻ ക്ഷണിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതായത് ഹിസ് ഫ്രണ്ട്സ് കമ്പൽ ഹിം ടു വാക്ക് വെനെവർ ഹീ ഈസ് ഔട്ട് ഓഫ് ലണ്ടൻ. ലണ്ടനിൽ നിന്ന് പുറത്തായിരിക്കുമ്പോൾ എല്ലാം നടക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ നിർബന്ധിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പീപ്പിൾ തിങ്ക് ദാറ്റ് ദർ ഈസ് സംതിങ് ഗുഡ് ഇൻ ദ ആക്ട് ഓഫ് വാക്കിംഗ് നടക്കുക എന്നുള്ളതിൽ എന്തോ ഒരു നല്ല കാര്യമുണ്ട് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിക്കുന്നതും. ഹി ടെൽസ് ദ എക്സ്ക്യൂസസ് ഹി യൂസ് ടു ടെൽ ദ പീപ്പിൾ ടു എസ്കേപ്പ് ഫ്രം ദെയർ വാക്കിംഗ് പ്രൊപ്പോസൽസ്. അങ്ങനെ അദ്ദേഹം നാട്ടിലായിരിക്കുന്ന സമയത്ത് നടക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിക്കുന്ന ആളുകളോട് അദ്ദേഹം പറയുന്ന എക്സ്ക്യൂസസ്, ഒഴിവ് കഴിവുകൾ അദ്ദേഹം പറയുകയാണ്. ഹി സേസ് നോ ടു എൻ ഓൾഡ് ഫ്രണ്ട്. തന്നെ നടക്കാൻ വിളിക്കുന്നത് പഴയ ഒരു സുഹൃത്താണ് എങ്കിൽ ആ ഒരു ഫ്രണ്ടിനോട് അദ്ദേഹം പറയും നോ, ഇല്ല എന്ന് തന്നെ പറയും. അതായത് തന്നെ നടക്കാൻ വിളിക്കുന്നത് പഴയകാല സുഹൃത്താണ് എങ്കിൽ അവരോട് ഞാൻ നടക്കാനില്ല എന്ന് നേരിട്ട് തന്നെ അദ്ദേഹം പറയും. ദെൻ ഇഫ് എ മിയർ അക്വൈൻറ്റൻസ് ഇൻവൈറ്റ്സ് ഹിം ഫോർ എ വാക്ക് ഹി വിൽ സേ ഐ ഹാവ് സം ലെറ്റേഴ്സ് ടു റൈറ്റ്. എന്നാൽ തന്നെ നടക്കാൻ വിളിക്കുന്നത് അടുത്ത ഒരു പരിചയക്കാരനാണ് എങ്കിൽ അവരോട് നേരിട്ട് തന്നെ ഇല്ല എന്ന് പറയില്ല എങ്കിലും അദ്ദേഹം പറയുന്നത് എനിക്ക് കുറച്ച് കത്തുകൾ എഴുതാനുണ്ട്, അതുകൊണ്ട് തന്നെ നടക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയും. ഹി സേസ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ഇറ്റ് ഈസ് ഗുഡ് ടു ഡു വാക്കിംഗ്. ശാരീരിക വ്യായാമത്തിനു വേണ്ടി നടക്കുക എന്നുള്ളത് നല്ല ഒരു കാര്യമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബട്ട് ദ ഓതർ മെൻഷൻസ് ദാറ്റ് വൺസ് ബ്രെയിൻ വോണ്ട് വർക്ക് ഇഫ് വൺ ഗോസ് ഫോർ വാക്ക്. എന്നാൽ ഒരാൾ നടക്കാൻ പോയാൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് ബ്രെയിൻ പ്രവർത്തിക്കില്ല എന്ന് എഴുത്തുകാരൻ പറയുന്നു. സോ ഹീ ഈസ് അഗെയിൻസ്റ്റ് വാക്കിംഗ്. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം നടത്തത്തിന് എതിരാണ്. ബിക്കോസ് ഹീ ബിലീവ്സ് വാക്കിംഗ് സ്റ്റോപ്സ് അവർ ബ്രെയിൻ. അദ്ദേഹം നടത്തത്തിന് എതിരാവാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം അതല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്നത് നടത്തം നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ തടയുന്നു എന്നുള്ളതാണ്. ഹി സേസ് എ പേഴ്സൺസ് പവർ ടു ടീച്ച് ഓർ അമ്യൂസ് വെൻ ഹീ ഈസ് സിറ്റിംഗ് ഇൻഡോർ ലീവ്സ് ഹിം. വീടിനകത്ത് ഇരിക്കുന്ന സമയത്ത് പഠിപ്പിക്കാനോ അതല്ലെങ്കിൽ രസിപ്പിക്കാനോ കഴിവുള്ള ഒരാൾക്ക് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെയുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെടുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നു. സോ ഹി സേസ് ദാറ്റ് വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക് സ്റ്റോപ്സ് വൺസ് ബ്രെയിൻ. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ പറയുന്നത് നടക്കുക എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടി നടക്കുന്ന സമയത്ത് ഒരാളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ അത് തടയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ദെൻ ദ റൈറ്റർ ചലഞ്ചസ് ദാറ്റ് വാക്കിംഗ് ഈസ് എ പ്രൊഡക്റ്റീവ് മെൻ്റൽ എക്സസൈസ്. നടത്തം ഉൽപ്പാദനക്ഷമമായിട്ടുള്ള നല്ല ഒരു മാനസിക വ്യായാമമാണെന്ന പ്രസ്താവനയെയും എഴുത്തുകാരൻ വെല്ലുവിളിക്കുന്നുണ്ട്. ഹി ജസ്റ്റിഫൈസ് ഹിസ് കോമെൻറ്റ് ഫ്രം ഹിസ് ഓൺ എക്സ്പീരിയൻസ്. നടത്തത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഈ ഒരു അഭിപ്രായങ്ങളെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ തന്നെ അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. അതായത് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ അത് തടസ്സം വരുത്തുന്നുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. Then the writer tells that when a person goes for a walk, he starts to observe the surrounding. ഒരാൾ നടക്കാൻ പോകുമ്പോൾ അയാൾക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങുമെന്ന് എഴുത്തുകാരൻ പറയുന്നു. Then to prove his words against walking, he shares an experience. അങ്ങനെ നടത്തത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം തന്നെ ഇവിടെ വിവരിക്കുന്നുണ്ട്. He tells the story of a man who took him for a walk. തന്നെ നടക്കാൻ കൊണ്ടുപോയ ആളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു അനുഭവം അദ്ദേഹം വിവരിക്കുകയാണ്. വൺസ് ഹി വെൻറ്റ് ഫോർ എ വാക്ക് വിത്ത് ഹിസ് ഫ്രണ്ട്. അങ്ങനെ ഒരു ദിവസം തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അദ്ദേഹം നടക്കാൻ പോയി. അതായത് തന്നെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന തൻ്റെ സുഹൃത്തിൻ്റെ കൂടെയുള്ള നടത്തത്തിൻ്റെ ആ ഒരു അനുഭവം അദ്ദേഹം വിവരിക്കുകയാണ്. ദ വാക്ക് മോങ്കർ സേസ് സില്ലി തിങ്സ് വൈൽ ദേ ആർ വാക്കിംഗ്. ദ വാക്ക് മോങ്കർ മീൻസ് നടക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി. ദെൻ അദ്ദേഹത്തെ നടക്കാൻ പ്രേരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്ത് ഈ സേസ് സില്ലി തിങ്സ് വൈൽ ദേ ആർ വാക്കിംഗ്. അങ്ങനെ അവർ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നിസാരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെ നിസാരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്? He said the usual sentence such as A is a good fellow and A is one of the best fellows he has ever met. എ എന്നൊരു വ്യക്തി നല്ല ഒരു മനുഷ്യനാണ് എന്നുള്ളതും ദെൻ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മനുഷ്യൻ എ എന്ന ആളാണ് എന്നുള്ളത് തുടങ്ങിയ നിസാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നതിനിടയിൽ തൻ്റെ സുഹൃത്ത് തന്നോട് സംസാരിക്കുക എന്നുള്ളത് എഴുത്തുകാരൻ പറയുന്നു. അതായത് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് തൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി, തൻ്റെ സുഹൃത്ത് വളരെ നിസാരമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് ലൈക്ക്വൈസ് ഹി വുഡ് ടെൽ സച്ച് സില്ലി തിങ്സ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദെയർ വാക്ക്. അങ്ങനെ അവരുടെ ബാക്കിയുള്ള നടത്തത്തിനിടയിലും
ഇതേപോലെയുള്ള നിസാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും തൻ്റെ സുഹൃത്ത് തന്നോട് സംസാരിക്കുക എന്നുള്ളത് എഴുത്തുകാരൻ പറയുന്നു. ദെൻ ഹിസ് ഫ്രണ്ട് റീഡ്സ് ലൗഡ് ദ ഇൻസ്ക്രിപ്ഷൻസ് ഓൺ ദ റോഡ്. ദെൻ ഇത്രയും നിസാരമായ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം തൻ്റെ കൂടെ നടക്കുന്ന തൻ്റെ സുഹൃത്ത് റോഡിൽ എഴുതിയിട്ടുള്ള ലിഖിതങ്ങൾ ഉറക്കെ വായിക്കുന്നു എന്നും എഴുത്തുകാരൻ പറയുന്നു. അതായത് ഹി എക്സ്പീരിയൻസ്ഡ് ദാറ്റ് ഹിസ് ഫ്രണ്ട് വാസ് റീഡിങ് എവറി സൈൻ ബോർഡ്. തൻ്റെ സുഹൃത്ത് റോഡിലുള്ള എല്ലാ സൈൻ ബോർഡുകളും വായിക്കുന്നതായിട്ടും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതായത് തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ തന്നെ നടക്കാൻ നിർബന്ധിച്ച തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ നടക്കുന്ന സമയത്തുള്ള അനുഭവമാണ് എഴുത്തുകാരൻ ഇവിടെ പങ്കുവെക്കുന്നത്. നടക്കുന്നതിനിടയിൽ തൻ്റെ സുഹൃത്ത് നിസാരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതും ദെൻ റോഡിൽ എഴുതിയിട്ടുള്ള ലിഖിതങ്ങളെല്ലാം ഉറക്കെ വായിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് എഴുത്തുകാരൻ സുഹൃത്തിനെക്കുറിച്ച് പറയുന്നത്. Thus the writer proves that one's brain wouldn't work when people go for a walk. അതുകൊണ്ട് തന്നെ ആളുകൾ നടക്കാൻ പോകുന്ന സമയത്ത് അവരുടെ ബ്രെയിൻ, തലച്ചോറ്, അതായത് മസ്തിഷ്കം പ്രവർത്തിക്കില്ല എന്ന് എഴുത്തുകാരൻ തെളിയിക്കുന്നു. And he says that one can think logically when he reaches back to his house. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മാത്രമേ ഒരാൾക്ക് യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ കഴിയൂ എന്ന് എഴുത്തുകാരൻ പറയുന്നു. അതായത് നാം നടക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കില്ല എന്നുള്ളതും ദെൻ നമുക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല എന്നും എഴുത്തുകാരൻ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ നടത്തമെല്ലാം കഴിഞ്ഞ് നാം വീടിനകത്തെത്തുന്ന സമയത്ത് നമുക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ സാധിക്കും എന്നുള്ളതും എഴുത്തുകാരൻ പറയുന്നു. The author thinks that the walkmonger will never go for another walk after the bitter lesson with him. തൻ്റെ കൂടെ നടക്കുന്നതിനിടയിൽ ഉണ്ടായ കൈപ്പേറിയ അനുഭവം കാരണം കൊണ്ട് തന്നെ നടക്കാൻ പ്രേരിപ്പിച്ച ആ ഒരു വ്യക്തി ഇനി നടക്കാൻ പോകില്ല എന്നാണ് എഴുത്തുകാരൻ ചിന്തിക്കുന്നത്. ബട്ട് ആഫ്റ്റർ an hour he sees the walkmonger is walking with another person. എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം എഴുത്തുകാരൻ കാണുന്നത് തന്നെ നടക്കാൻ പ്രേരിപ്പിച്ച തൻ്റെ കൂടെ നടന്ന ആ ഒരു വ്യക്തി മറ്റൊരാളുടെ കൂടെ നടക്കുന്നതായിട്ടാണ് എഴുത്തുകാരൻ കാണുന്നത്. Then the author guesses about the talk of the walkmonger while they are walking. അങ്ങനെ അവർ നടക്കുന്നത് കാണുന്ന സമയത്ത് എന്തായിരിക്കും ആ ഒരു നടത്തത്തിനിടയിൽ അവർ സംസാരിക്കുക എന്നുള്ളത് എഴുത്തുകാരൻ ഊഹിക്കുകയാണ്. ഇറ്റ് വിൽ ബി അബൌട്ട് ദ ഓതർ. തന്നെക്കുറിച്ച് തന്നെയായിരിക്കും അവർ സംസാരിക്കുക എന്നുള്ളത് എഴുത്തുകാരൻ ഊഹിക്കുകയാണ്. ദെൻ ഹി വിൽ റീഡ് ദ ഇൻസ്ക്രിപ്ഷൻ. തന്നെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ആ ഒരു വാക്മോങ്കർ, അതായത് നടക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നടക്കുന്ന ആ ഒരു വ്യക്തി പിന്നെ റോഡിലുള്ള ലിഖിതങ്ങൾ വായിക്കുമെന്നും എഴുത്തുകാരൻ ഊഹിക്കുകയാണ്. Then at the end of this essay, the writer admits the fact that he got the idea for this essay while walking. Then ഈ ഒരു ഉപന്യാസത്തിൻ്റെ അവസാനത്തിൽ എഴുത്തുകാരൻ പറയുന്നത് നടത്തത്തെക്കുറിച്ചുള്ള ഈ ഒരു ഉപന്യാസത്തിൻ്റെ ആശയം തനിക്ക് ലഭിച്ചത് നടക്കുന്നതിനിടയിലായിരുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നു. He says he is never against walking as exercise. വ്യായാമം എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും നടത്തത്തിനെതിരല്ല എന്നും എഴുത്തുകാരൻ പറയുന്നു. But he keeps his dislike for those who walk just to walk. എന്നാൽ വെറുതെ നടക്കാൻ ഇറങ്ങുന്നവരോട് അദ്ദേഹം തൻ്റെ ഇഷ്ടക്കേട് കാണിക്കുകയും ചെയ്യുന്നു. Then he says he doesn't take vehicle to every destination. തൻ്റെ എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും, അതായത് താൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും താൻ തൻ്റെ വാഹനം കൊണ്ടുപോകാറില്ല എന്ന് എഴുത്തുകാരൻ പറയുന്നു. അതായത് ചില സമയങ്ങളിൽ അദ്ദേഹം നടക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. He never takes a vehicle to avoid exercise. വ്യായാമങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരിക്കലും വാഹനങ്ങൾ എടുക്കാറില്ല എന്നും അദ്ദേഹം പറയുന്നു. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന എസ്സേയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇവിടെ എഴുത്തുകാരൻ നടത്തം എന്ന വ്യായാമത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള തൻ്റെ കാഴ്ചപ്പാടുകളാണ് ഈ ഒരു എസ്സേയിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. The main theme of this unit is role of science and technology in human life. മനുഷ്യ ജീവിതത്തിലെ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും പങ്കിനെക്കുറിച്ചാണ് ഈ ഒരു യൂണിറ്റ് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന കഥയുടെ സമ്മറി മനസ്സിലാക്കാം. കൺസെപ്ച്വൽ ഫ്രൂട്ട്, സങ്കല്പത്തിലെ പഴം, അതായത് സാങ്കല്പികമായിട്ടുള്ള ഒരു പഴം. കൺസെപ്ച്വൽ ഫ്രൂട്ട് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ദി അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ തേസ ഫ്രാങ്ക്. അമേരിക്കൻ ചെറുകഥാകാരിയായ തേസ ഫ്രാങ്ക് എഴുതിയിട്ടുള്ള ഒരു ചെറുകഥയാണ് കൺസെപ്ച്വൽ ഫ്രൂട്ട്. In this story, Tessa Frank features an autism-affected girl named Greta and her family. ഈ ഒരു കഥയിൽ തേസ ഫ്രാങ്ക് ഒരു ഓട്ടിസം ബാധിതയായ ഗ്രേറ്റ എന്ന പെൺകുട്ടിയുടെയും അവളുടെ കുടുംബത്തെയുമാണ് അവതരിപ്പിക്കുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ആർ ദ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ സൊസൈറ്റി. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ടെക്നോളജി പ്രൊവൈഡ്സ് ദം എ ഹെൽപ്പിംഗ് ഹാൻഡ്. സാങ്കേതിക വിദ്യ അവർക്കൊരു സഹായഹസ്തം നൽകുന്നു. അതായത് വ്യത്യസ്ത രീതിയിലുള്ള വൈകല്യങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ടെക്നോളജി ഒരു സഹായഹസ്തം നൽകുന്നു. അതായത് ടെക്നോളജി വ്യത്യസ്ത രീതിയിൽ അവരെ സഹായിക്കുന്നു. ദിസ് സ്റ്റോറി ഷോസ് ഹൗ ടെക്നോളജി ഹെൽപ്സ് എ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്.
ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നതാണ് ഈ ഒരു കഥയിലൂടെ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു കഥയുടെ സമ്മറി മനസ്സിലാക്കാം. ദർ ആർ 4 ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിൽ ആകെ 4 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഗ്രറ്റ, ഹർ ഫാദർ, ഹർ മദർ, ഹർ ബ്രദർ. ഇത്രയും 4 കഥാപാത്രങ്ങളാണ് ഈ ഒരു കഥയിലുള്ളത്. ഗ്രറ്റ എന്ന ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനും അവളുടെ അമ്മയും അവളുടെ സഹോദരനുമാണ് ഈ ഒരു കഥയിലുള്ള 4 കഥാപാത്രങ്ങൾ. ഓക്കെ, ആദ്യം തന്നെ ഈ ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. ഗ്രറ്റ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഗ്രറ്റ. ഷീ ഈസ് എ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. ഷീ ഈസ് 16 years old. അവൾക്ക് 16 വയസ്സാണ്. ബട്ട് ഷീ കുഡ് ഓൺലി റീഡ് ദ 5th grade ലെവൽ ബുക്ക്. പക്ഷേ അവൾക്ക് 5ാം ക്ലാസ് ലെവലുള്ള പുസ്തകങ്ങളെ വായിക്കാൻ സാധിക്കൂ. അതായത് ഗ്രറ്റയ്ക്ക് 16 വയസ്സായിട്ടുണ്ട് എങ്കിലും 5ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കാനേ അവൾക്ക് സാധിക്കൂ. ആൻഡ് ഷീ ലേൺ ടു ടൈ ഹർ ഷൂസ് അറ്റ് ദി ഏജ് ഓഫ് 10. 10ാം വയസ്സിലാണ് അവൾ സ്വന്തം ഷൂകൾ കെട്ടാൻ പഠിച്ചത്. ആൻഡ് ഷീ ഗോസ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. അവളെപ്പോലെയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രത്യേക സ്കൂളിലാണ് അവളും പഠിക്കുന്നത്. ഷീ ലൈക്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ അവൾക്ക് ഇഷ്ടമാണ്. ആൻഡ് ഷീ ടൈപ്പ് സ്ലോലി. സാവധാനത്തിൽ ടൈപ്പ് ചെയ്യാനും അവൾക്ക് സാധിക്കാറുണ്ട്. ഷീ ലൈക്സ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അവൾക്ക് പച്ചക്കറികളും പഴങ്ങളും ഇഷ്ടമാണ്. ഷീ ലൈക്സ് പീച്ചസ്, പിയേഴ്സ്, ആപ്പിൾസ് ആൻഡ് ആർട്ടിച്ചോക്സ്. അവൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള പഴങ്ങളായ പീച്ചസ്, പിയേഴ്സ്, ആപ്പിൾസ് എന്നിവയും ആർട്ടിച്ചോക്സും ഇഷ്ടമാണ്. ആർട്ടിച്ചോക്സ് എന്നത് ഒരു തരം പച്ചക്കറിയാണ്. ആൻഡ് ഷീ ഹാസ് ബ്യൂട്ടിഫുൾ ഹെയർ ആൻഡ് ബ്ലൂ ഐസ്. അവൾക്ക് മനോഹരമായിട്ടുള്ള മുടിയും നീല കണ്ണുകളുമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ഗ്രറ്റയെക്കുറിച്ച് മനസ്സിലാക്കാം. ദ നെക്സ്റ്റ് ക്യാരക്ടർ, ഗ്രറ്റാസ് ഫാദർ. ഗ്രറ്റയുടെ അച്ഛൻ. ഗ്രറ്റാസ് ഫാദർ ലൈക്സ് ഹെർ വെരി മച്ച്. ഗ്രറ്റയുടെ പിതാവിന് ഗ്രറ്റയെ വളരെ ഇഷ്ടമാണ്. ആൻഡ് ഹി ഹാസ് മച്ച് അറ്റാച്ച്മെൻറ്റ് വിത്ത് ഗ്രറ്റ. ഗ്രറ്റയുമായി അദ്ദേഹത്തിന് വളരെയധികം അടുപ്പമുണ്ട്. ഹി വാണ്ടഡ് ടു എൻ്റർടൈൻ ആൻഡ് എൻഗേജ് ഗ്രറ്റ ഫോർ സം ടൈം. ഗ്രറ്റയെ രസിപ്പിക്കാനും അവളുമായിട്ട് ഇടപഴകാനും അദ്ദേഹം സമയം കണ്ടെത്തുന്നുണ്ട്. ഇൻ ദി സ്റ്റോറി ഗ്രറ്റാസ് ഫാദർ ട്രൈ ടു മേക്ക് ഹെർ ഹാപ്പി വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ഈ ഒരു കഥയിൽ ഗ്രറ്റയുടെ അച്ഛൻ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടെ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്രറ്റയുടെ അച്ഛനെക്കുറിച്ച് മനസ്സിലാക്കാം. ദ നെക്സ്റ്റ് ക്യാരക്ടർ, ഗ്രറ്റാസ് മദർ. ഗ്രറ്റയുടെ അമ്മ. ഷി ഡസൻറ്റ് ഹാവ് മച്ച് അറ്റാച്ച്മെൻറ്റ് വിത്ത് ഗ്രറ്റ. അവളുടെ അമ്മക്ക്, ഗ്രറ്റയുടെ അമ്മക്ക് ഗ്രറ്റയുമായിട്ട് കൂടുതൽ അടുപ്പമില്ല. അതായത് ഗ്രറ്റയോട് ഗ്രറ്റയുടെ അച്ഛൻ കാണിക്കുന്ന അത്ര അടുപ്പം അമ്മ കാണിക്കുന്നില്ല. ആൻഡ് ഷീ ലൈക്സ് ടു സ്പെൻഡ് ദ ഈവനിങ് ഇൻ ദ ഗാർഡൻ. വൈകുന്നേരങ്ങളിൽ പൂന്തോട്ടത്തിൽ ചെലവഴിക്കാനാണ് അവൾ ഇഷ്ടപ്പെടുന്നത്. ദ നെക്സ്റ്റ് ക്യാരക്ടർ, ഗ്രറ്റാസ് ബ്രദർ. ഗ്രറ്റയുടെ സഹോദരൻ. ഹിസ് നെയിം ഈസ് ജോൾ. അവൻ്റെ പേര് ജോയൽ എന്നാണ്. ഹി ഡസൻറ്റ് ഹാവ് മച്ച് അറ്റാച്ച്മെൻറ്റ് വിത്ത് ഗ്രറ്റ. ഗ്രറ്റയുമായിട്ട് അവന് കൂടുതൽ അടുപ്പമില്ല. അതായത് ഗ്രറ്റയുടെ സഹോദരനായിട്ടുള്ള ജോയലിന് ഗ്രറ്റയുമായിട്ട് അമ്മയെപ്പോലെ തന്നെ കൂടുതൽ അടുപ്പമില്ല. ഹി നോസ് ഹൗ ടു പ്രോഗ്രാം കമ്പ്യൂട്ടേഴ്സ് ബട്ട് ഹീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. കമ്പ്യൂട്ടറുകൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്നത്, അതായത് കമ്പ്യൂട്ടറുകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളത് അവന് അറിയാമെങ്കിലും അവനതിൽ താല്പര്യമില്ല. ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ കരാട്ടെ. അവന് കരാട്ടയിലാണ് താല്പര്യമുള്ളത്. അതായത് ഗ്രറ്റയുടെ സഹോദരനായിട്ടുള്ള ജോയലിന് കരാട്ടയിലാണ് താല്പര്യമുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്രറ്റയുടെ സഹോദരനായിട്ടുള്ള ജോയലിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും 4 കഥാപാത്രങ്ങളാണ് ഈ ഒരു കഥയിലുള്ളത്. അതായത് ഗ്രറ്റ, ഗ്രറ്റാസ് മദർ, ഗ്രറ്റാസ് ഫാദർ ആൻഡ് ഗ്രറ്റാസ് ബ്രദർ. ഇത്രയും 4 കഥാപാത്രങ്ങളാണ് ഈ ഒരു കഥയിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കഥയിലേക്ക് പ്രവേശിക്കാം. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ ഗ്രറ്റാസ് ഹൗസ്. ഗ്രറ്റയുടെ വീട്ടിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. വെൻ ദ സ്റ്റോറി ബിഗിൻസ്, ഗ്രറ്റാസ് ഫാമിലി ഈസ് സിറ്റിംഗ് അറൗണ്ട് ദ ടേബിൾ. ഈ ഒരു കഥ തുടങ്ങുമ്പോൾ ഗ്രറ്റയുടെ കുടുംബം, അതായത് ഗ്രറ്റ, ഗ്രറ്റയുടെ അച്ഛൻ, ഗ്രറ്റയുടെ അമ്മ, ഗ്രറ്റയുടെ സഹോദരൻ, ഇവർ 4 പേരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നതാണ് ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ നാം കാണുന്നത്. അതായത് ദേ ആർ ഹാവിങ് ഫുഡ്. അവർ ഭക്ഷണം കഴിക്കുകയാണ്. ഗ്രറ്റാസ് ഫാദർ ടോക്സ് അബൌട്ട് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഗ്രറ്റയുടെ അച്ഛൻ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുന്നു. ഹി ടെൽസ് ഹിസ് ഫാമിലി അബൌട്ട് എ വെബ്സൈറ്റ് ഓൺ ദ ഇൻ്റർനെറ്റ് വെയർ വൺ ക്യാൻ ക്രിയേറ്റ് എ വെർച്വൽ സ്ട്രീറ്റ്. ഒരു വെർച്വൽ സ്ട്രീറ്റ് സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഇൻ്റർനെറ്റിലെ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് സംസാരിക്കുന്നത്. ദാറ്റ് വെർച്വൽ സ്ട്രീറ്റ് വൺ ക്യാൻ ക്രിയേറ്റ് എ വെർച്വൽ ഹൗസ്. അങ്ങനെ ഇവിടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെർച്വലായിട്ട് ഒരു വീടും ഉണ്ടാക്കാൻ സാധിക്കും എന്നും അദ്ദേഹം കുടുംബത്തോട് പറയുന്നു. അതായത് കുടുംബത്തോടു കൂടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഗ്രറ്റയുടെ അച്ഛൻ
കമ്പ്യൂട്ടറിലെ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതായത് വെർച്വലായിട്ട് ഒരു തെരുവുണ്ടാക്കാനും അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്ത് ഒരു വീടുണ്ടാക്കാനും സാധിക്കുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഗ്രെറ്റാസ് മദർ ആൻഡ് ബ്രദർ വെയർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ് ടോക്ക്. ഗ്രെറ്റയുടെ അമ്മയും അതുപോലെ തന്നെ ഗ്രെറ്റയുടെ ബ്രദറും സഹോദരനും അച്ഛൻ്റെ ആ ഒരു സംസാരത്തിൽ താല്പര്യമില്ലായിരുന്നു. അങ്ങനെയുള്ള സംസാരത്തിലൊന്നും അവർക്ക് താല്പര്യമില്ലായിരുന്നു. ബട്ട് ഗ്രെറ്റ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. എന്നാൽ ഗ്രെറ്റയ്ക്ക് ആ ഒരു സംസാരത്തിൽ, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ആ ഒരു സംസാരത്തിൽ ഗ്രെറ്റയ്ക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. ഹെർ മദർ ലൈക്സ് ടു സ്പെൻഡ് ദാറ്റ് ഈവനിങ് ഇൻ ദ ഗാർഡൻ. അവളുടെ അമ്മയ്ക്ക് അന്ന് വൈകുന്നേരം പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കാനായിരുന്നു അവളുടെ ആഗ്രഹം. ഹെർ ബ്രദർ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. അവളുടെ സഹോദരന് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ താല്പര്യമില്ലായിരുന്നു. ആൻഡ് ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ കരാട്ടെ. അവന് താല്പര്യം കരാട്ടയിലുമായിരുന്നു. അതായത് ഗ്രെറ്റയുടെ അച്ഛൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഗ്രെറ്റയുടെ അമ്മയ്ക്കോ ഗ്രെറ്റയുടെ സഹോദരനോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിലോ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കാനോ താല്പര്യമില്ലായിരുന്നു. ഗ്രെറ്റയ്ക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ താല്പര്യം തോന്നിയത്. ദെൻ സീയിങ് ഗ്രെറ്റാസ് ഇൻട്രസ്റ്റ് ഹെർ ഫാദർ ടുക്ക് ഗ്രെറ്റ ടു ദ കമ്പ്യൂട്ടർ. അങ്ങനെ ഗ്രെറ്റയുടെ താല്പര്യം കണ്ട സമയത്ത് അവളുടെ അച്ഛൻ ഗ്രെറ്റയെ കമ്പ്യൂട്ടറിനടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഹെർ ഫാദർ ടെൽസ് ഹെർ അബൌട്ട് എ വെബ്സൈറ്റ് വെയർ വൺ ക്യാൻ മേക്ക് വെർച്വൽ സ്ട്രീറ്റ്സ്, വെർച്വൽ ഹൗസസ്, വെർച്വൽ ലൈബ്രറി എറ്റ്സെട്ര. അങ്ങനെ അവളുടെ അച്ഛൻ വെർച്വലായിട്ടുള്ള സ്ട്രീറ്റുകളും വെർച്വലായിട്ടുള്ള വീടുകളും വെർച്വലായിട്ടുള്ള ലൈബ്രറികളും നിർമ്മിക്കാൻ സാധിക്കുന്ന വെബ്സൈറ്റിനെ കുറിച്ച് ഗ്രെറ്റയുടെ അച്ഛൻ ഗ്രെറ്റയോട് സംസാരിക്കുന്നു. ദെൻ ഗ്രെറ്റാസ് ഫാദർ ക്രിയേറ്റ്സ് എ വെർച്വൽ സ്ട്രീറ്റ് നെയ്മഡ് ഗ്രെറ്റാസ് സ്ട്രീറ്റ് ആൻഡ് എ വെർച്വൽ ഹൗസ് നെയ്മഡ് ഗ്രെറ്റാസ് ഹൗസ് ടു ഹെർ ഇൻ ദ കമ്പ്യൂട്ടർ. അങ്ങനെ ഗ്രെറ്റയുടെ പിതാവ് അവൾക്ക് കമ്പ്യൂട്ടറിൽ ഗ്രെറ്റാ സ്ട്രീറ്റ് എന്ന പേരിൽ ഒരു വെർച്വലായിട്ടുള്ള ഒരു സ്ട്രീറ്റും ദെൻ ഗ്രെറ്റാസ് ഹൗസ് എന്ന പേരിലുള്ള ഒരു വീടും ഗ്രെറ്റയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഹി റൈറ്റ്സ് ഹെർ നെയിം ഓൺ ദാറ്റ് ഹൗസ്. അങ്ങനെ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീടിന് മുകളിൽ ഗ്രെറ്റയുടെ പേരും അദ്ദേഹം എഴുതുന്നു. ഗ്രെറ്റ വാണ്ട്സ് ടു ഫിൽ ദ ഹൗസ് വിത്ത് ബൗൾസ് ഓഫ് ഫ്രൂട്ട്സ്. അങ്ങനെ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീട് നിറയെ ഫ്രൂട്ട്സ് കൊണ്ട് നിറയ്ക്കാൻ ഗ്രെറ്റ ആഗ്രഹിക്കുന്നു. ഷീ ലൈക്സ് ബ്ലൂ ബൗൾസ്. നീല നിറത്തിലുള്ള പാത്രങ്ങളായിരുന്നു ഗ്രെറ്റയ്ക്ക് ഇഷ്ടം. Then Greta's father and Greta decide to put peaches in the kitchen at first. അങ്ങനെ ഗ്രെറ്റയും ഗ്രെറ്റയുടെ അച്ഛനും ആദ്യം തന്നെ അടുക്കളയിൽ പീച്ചുകൾ കൊണ്ട് നിറയ്ക്കാൻ തീരുമാനിക്കുന്നു. For that her father makes a virtual kitchen which is named as Greta's kitchen. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഗ്രെറ്റയുടെ പേരിൽ ഗ്രെറ്റാസ് കിച്ചൺ എന്ന പേരിൽ ആ ഒരു വീട്ടിൽ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീട്ടിൽ ഒരു അടുക്കളയും അവർ ഉണ്ടാക്കുന്നു. And her father tells her that Greta can decorate her rooms with apples, pears and flowers. ഗ്രെറ്റയ്ക്ക് ആപ്പിൾ കൊണ്ടും പിയേഴ്സ് കൊണ്ടും പൂക്കൾ കൊണ്ടും അവളുടെ മുറികൾ അലങ്കരിക്കാൻ സാധിക്കുമെന്ന് അവളുടെ അച്ഛൻ ഗ്രെറ്റയോട് പറയുന്നു. ഷി വാണ്ട്സ് 11 വിൻഡോസ് ആൻഡ് കർട്ടൻ ഇൻ ഹെർ ഹൗസ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീട്ടിൽ 11 വിൻഡോകളും 11 കേർട്ടനുകളും വേണമെന്ന് ഗ്രെറ്റ ആവശ്യപ്പെടുന്നു. ഗ്രെറ്റാസ് ഫാദർ തിങ്സ് ദാറ്റ് ഇൻ ആക്ച്വൽ ലൈഫ് ഗ്രെറ്റ വുഡ് നെവർ ഹാവ് എ ഹൗസ് ഓഫ് ഹെർ ഓൺ ബിക്കോസ് ഷി മേ ലിവ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഹൗസ് വിത്ത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ലൈക്ക് ഹെർ. ഗ്രെറ്റയുടെ യഥാർത്ഥ ജീവിതത്തിൽ ഗ്രെറ്റയ്ക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതും ദെൻ അവളെപ്പോലെയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ കൂടെയായിരിക്കും അവളുടെ ഭാവി ജീവിതം എന്നുള്ളതും അദ്ദേഹം ചിന്തിക്കുകയാണ്. അതായത് ഗ്രെറ്റയുടെ അച്ഛൻ ചിന്തിക്കുകയാണ്. ദെൻ ഹെർ ഫാദർ ഹോപ്സ് ഗ്രെറ്റ വുഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ് വിത്ത് എവറിത്തിങ് വിച്ച് ഗ്രെറ്റ ഹാസ് വിഷ് ഫോർ. ഗ്രെറ്റ ആഗ്രഹിച്ചതെല്ലാം ഉള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് ഗ്രെറ്റയ്ക്ക് ലഭിക്കുമെന്ന് അവളുടെ അച്ഛൻ പ്രതീക്ഷിക്കുകയാണ്. And he hopes that the house would be large with white curtains in all rooms. ഗ്രെറ്റ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാ മുറികളിലും വെളുത്ത കർട്ടനുകളുള്ള വലിയ ഒരു വീടായിരിക്കും ഗ്രെറ്റയ്ക്ക് ലഭിക്കുക എന്നുള്ളത് ഗ്രെറ്റയുടെ അച്ഛൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. He also hopes the house would have an orchard with fruits, apples, pears, peaches, etc. ഗ്രെറ്റ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു വീട്ടിൽ അവൾക്ക് ലഭിക്കുന്ന ആ ഒരു വീട്ടിൽ ആപ്പിളുകളും പിയേഴ്സുകളും പീച്ചസുകളുമുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും അതായത് ഒരു പഴത്തോട്ടവും ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദ ഓഥർ ഹൈലൈറ്റ്സ് ദ ബോണ്ട് ബിറ്റ്വീൻ ഗ്രെറ്റ ആൻഡ് ഫാദർ. ഗ്രെറ്റയും അവരുടെ പിതാവും തമ്മിലുള്ള നല്ല ഒരു ബന്ധത്തെ രചയിതാവ് ഈ ഒരു കഥയിലൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. ആൻഡ് ദിസ് സ്റ്റോറി ഷോസ് ഹൗ ടെക്നോളജി ഹെൽപ്സ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെ എങ്ങനെയാണ് സാങ്കേതിക വിദ്യ സഹായിക്കുന്നത് എന്നതാണ് ഈ ഒരു കഥ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിലെ 1ാം ചാപ്റ്ററായ സൈബർ സ്പേസ് എന്ന ആർട്ടിക്കിളിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ദ സൈബർ സ്പേസ്, സൈബർ ലോകം, അതായത് ഇൻ്റർനെറ്റും അതുമായി ബന്ധപ്പെട്ട ഒരു ലോകത്തെയാണ് നാം സൈബർ സ്പേസ് എന്ന് വിളിക്കുന്നത്. ദ സൈബർ സ്പേസ് ഇസ് എൻ ആർട്ടിക്കിൾ റിട്ടൺ ബൈ എസ്തർ ഡൈസൺ. എസ്തർ ഡൈസൺ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് സൈബർ സ്പേസ്. ദിസ് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സൈബർ സ്പേസ്.
സൈബർ സ്പേസിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ലോകത്തെക്കുറിച്ചാണ് ഈ ഒരു ലേഖനം ചർച്ച ചെയ്യുന്നത്. ഇറ്റ് ഡിസ്കസസ് ദ പോസിബിലിറ്റീസ് ആൻഡ് ചലഞ്ചസ് ഇൻ യൂസിങ് സൈബർ സ്പേസ്. സൈബർ സ്പേസ് ഉപയോഗിക്കുമ്പോഴുള്ള സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ഇത് ചർച്ച ചെയ്യുന്നു, ഈ ഒരു ലേഖനം ചർച്ച ചെയ്യുന്നു. The discovery of the World Wide Web brought a revolutionary change in the spreading of information. വേൾഡ് വൈഡ് വെബിൻ്റെ കണ്ടെത്തൽ വിവരങ്ങളുടെ വ്യാപനത്തിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നു. അതായത് ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ് വിവരങ്ങളുടെ വ്യാപനത്തിൽ വലിയ ഒരു മാറ്റമാണ് കൊണ്ടുവന്നത്. അതായത് there is a change from printed space to the cyber space. പ്രിൻ്റഡ് സ്പേസിൽ നിന്നുള്ള സൈബർ സ്പേസിലേക്കുള്ള വലിയ ഒരു മാറ്റം. ആൻഡ് ഇറ്റ് reduced the world into a small village. അത് ലോകത്തെ ഒരു ചെറിയ ഒരു ഗ്രാമമാക്കി മാറ്റുകയും ചെയ്തു. അതായത് ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ് ലോകത്തെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ഇൻ ദ ബിഗിനിങ് ഓഫ് ദിസ് ആർട്ടിക്കിൾ ദ റൈറ്റർ ടെൽസ് ദാറ്റ് മോഡേൺ പീപ്പിൾ ആർ ഗോയിങ് ആഫ്റ്റർ ന്യൂ ഫീൽഡ്സ്, എക്സ്പ്ലോറിംഗ് ന്യൂ തിങ്സ്, ഫ്രീഡം ആൻഡ് ഈഗർ ടു മേക്ക് റൂൾസ് ബട്ട് ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ഫോളോയിങ് ദം. ഈ ഒരു ലേഖനത്തിൻ്റെ തുടക്കത്തിൽ എഴുത്തുകാരി പറയുന്നത് ആധുനിക ലോകത്തുള്ള ആളുകൾ പുതിയ മേഖലകൾക്ക് പിന്നാലെ പോവുകയും പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും സ്വതന്ത്രവും അതുപോലെ തന്നെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും എന്നാൽ നിലവിലുള്ള നിയമങ്ങൾ പാലിക്കാൻ താല്പര്യമില്ലാത്തവരുമാണ് ആധുനിക ലോകത്തുള്ള ആളുകൾ എന്നാണ് എഴുത്തുകാരി ഈ ഒരു ആർട്ടിക്കിളിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഷീ സേയ്സ് സൈബർ സ്പേസ് ഈസ് വൺ എമംഗ് ദം. അങ്ങനെയുള്ള ഒരു സംഭവമാണ് സൈബർ സ്പേസ്. സൈബർ സ്പേസ് ഈസ് എ നോഷണൽ വേൾഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺസ്. കമ്പ്യൂട്ടറുകളുടെയും മൊബൈൽ ഫോണുകളുടെയും ഒരു സാങ്കല്പിക ലോകമാണ് സൈബർ സ്പേസ്. സൈബർ സ്പേസ് ഈസ് എ പ്ലേസ് വെയർ വി ക്യാൻ ഗോ അവർ സെൽഫ് വിതൗട്ട് വറിയിങ് ദ നൈബേഴ്സ്. നമുക്ക് ചുറ്റുമുള്ളവരെയും അയൽക്കാരെയും വിഷമിപ്പിക്കാതെ നമുക്ക് സ്വയം പോകാൻ സാധിക്കുന്ന ഒരിടമാണ് സൈബർ സ്പേസ്. ദ മോഡേൺ പീപ്പിൾ ലൈക്ക് ദിസ് പ്ലേസ്. ആധുനിക കാലത്തുള്ള ആളുകൾ ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടുന്നു. അതായത് ആധുനിക കാലത്തുള്ള ആളുകൾ ഇൻ്റർനെറ്റിനെ ഇഷ്ടപ്പെടുന്നു. ഫോർമലി സൈബർ സ്പേസ് വാസ് യൂസ്ഡ് ബൈ കമ്പ്യൂട്ടർ എക്സ്പേർട്സ്. മുൻകാലങ്ങളിൽ സൈബർ സ്പേസ് ഉപയോഗിച്ചിരുന്നത്, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്നത് കമ്പ്യൂട്ടർ വിദഗ്ധരായിരുന്നു. But now almost all the people are using cyberspace, such as children, teenagers, adults, elders, including school children. എന്നാൽ ഇക്കാലത്ത് എല്ലാ ആളുകളും സൈബർ സ്പേസ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ചിൽഡ്രൻ കുട്ടികൾ, ടീനേജേഴ്സ് കൗമാരപ്രായമുള്ളവർ, അഡൽട്സ്, എൽഡേഴ്സ് മുതിർന്ന ആളുകൾ, ഇൻക്ലൂഡിങ് സ്കൂൾ ചിൽഡ്രൻ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഇന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. ദെൻ വാട്ട് ഈസ് സൈബർ സ്പേസ്? എന്താണ് സൈബർ സ്പേസ്? അതായത് എന്താണ് സൈബർ സ്പേസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. To understand cyberspace, the author compares cyberspace to a real estate world. സൈബർ സ്പേസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് എഴുത്തുകാരി സൈബർ സ്പേസിനെ ഒരു റിയൽ എസ്റ്റേറ്റുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. എന്താണ് റിയൽ എസ്റ്റേറ്റ് എന്ന് മനസ്സിലാക്കാം. റിയൽ എസ്റ്റേറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് ഇൻ്റലക്ച്വലി കൺസ്ട്രക്റ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ ലാൻഡ്. ഭൂമിയുടെ മുകളിൽ ബുദ്ധിപരമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലോകമാണ് റിയൽ എസ്റ്റേറ്റ്. അതായത് ഇൻ റിയൽ എസ്റ്റേറ്റ് വി ക്യാൻ സീ മെനി പ്ലേസസ്, സ്കൂൾസ്, പാർക്സ്, ഹോസ്പിറ്റൽസ്, ഷോപ്പിംഗ് മാൾസ്, മോസ്ക്, ടെമ്പിൾ, ചർച്ച്, ഡ്രഗ് സ്റ്റോർ എക്സെട്ര. ഒരു റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് സ്കൂളുകൾ, പാർക്കുകൾ, ആശുപത്രികൾ, ഷോപ്പിംഗ് മാളുകൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, മരുന്നുകടകൾ തുടങ്ങി എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റിൽ കാണാൻ സാധിക്കും. ദെൻ അതുപോലെ തന്നെയുള്ള ഒരു ഇടമാണ് സൈബർ സ്പേസ് എന്നാണ് എസ്തർ ഡേസൺ പറയുന്നത്. She says, cyberspace is a big and unbounded world of virtual real estate, which contains many destinations. നിരവധി ലക്ഷ്യസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന വെർച്വൽ റിയൽ എസ്റ്റേറ്റിൻ്റെ വലുതും അതിരുകളില്ലാത്തതുമായിട്ടുള്ള ഒരു ലോകമാണ് സൈബർ സ്പേസ് എന്നാണ് എഴുത്തുകാരി പറയുന്നത്. അതായത് ധാരാളം ലക്ഷ്യസ്ഥാനങ്ങളുള്ള അതിരുകളില്ലാത്ത വലിയ ഒരു ലോകമാണ് സൈബർ സ്പേസ് എന്നാണ് എഴുത്തുകാരി പറയുന്നത്. അതായത് സൈബർ സ്പേസ് എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് സൈബർ സ്പേസിനെ റിയൽ എസ്റ്റേറ്റുമായിട്ട് എഴുത്തുകാരി കമ്പയർ ചെയ്യുകയാണ്, താരതമ്യം ചെയ്യുകയാണ്. റിയൽ എസ്റ്റേറ്റ് എന്താണ് എന്ന് നമുക്കറിയാം. ധാരാളം സ്കൂളുകളും പാർക്കുകളും ആശുപത്രികൾ, ഷോപ്പിംഗ് മാളുകൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ തുടങ്ങി ധാരാളം ലക്ഷ്യസ്ഥാനങ്ങളുള്ള ഒരു വലിയ ഒരു സ്ഥലമാണ് റിയൽ എസ്റ്റേറ്റ്. ദെൻ അതിനേക്കാളൊക്കെ വലുതും അതിരുകളില്ലാത്തതുമായിട്ടുള്ള ധാരാളം ലക്ഷ്യസ്ഥാനങ്ങളുള്ള വെർച്വലായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ആണ് ഇൻ്റർനെറ്റ്, അതായത് സൈബർ സ്പേസ് എന്നാണ് എഴുത്തുകാരി പറയുന്നത്. ആൻഡ് സം വെബ്സൈറ്റ്സ് ആർ പ്രൈവറ്റ്ലി ഓൺഡ് ആൻഡ് റെൻറ്റഡ് ഔട്ട്. നമുക്കറിയാം ഇൻ്റർനെറ്റിലുള്ള ചില വെബ്സൈറ്റുകൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും പണം കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നതുമാണ്. ദെൻ അതർ പ്രോപ്പർട്ടി ഈസ് കോമൺ ലാൻഡ്. എന്നാൽ മറ്റു ചില സ്ഥലങ്ങൾ പൊതു ഇടമാണ്, അതായത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ചില ഇടങ്ങളും ഇൻ്റർനെറ്റിലുണ്ട്. ദെൻ സം പ്ലേസസ് ആർ സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ.
ചില സ്ഥലങ്ങൾ കുട്ടികൾക്ക് യോജിച്ച സ്ഥലവുമാണ് ഇൻ്റർനെറ്റിലുള്ളത്. ബട്ട് സം പ്ലേസസ് ആർ ബെസ്റ്റ് അവോയ്ഡഡ് പ്ലേസസ്. എന്നാൽ ഇൻ്റർനെറ്റിലുള്ള ചില സ്ഥലങ്ങൾ നിർബന്ധമായിട്ടും നാം ഒഴിവാക്കേണ്ട സ്ഥലങ്ങളാണ്. ദേ മേക്ക് സൈബർ സ്പേസ് ലൈക്ക് എ നാസ്റ്റി പ്ലേസ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് സൈബർ സ്പേസിനെ വളരെ മോശം സ്ഥലമാക്കുന്നത്. അതായത് ഇറ്റ്സ് എ നാസ്റ്റി പ്ലേസ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് ഇൻ്റർനെറ്റിലുള്ള മോശം സ്ഥലങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി ദീസ് പ്ലേസസ് ക്യാപ്ചർ ദ പോപ്പുലർ ഇമാജിനേഷൻ. എന്നാൽ നിർഭാഗ്യവശാൽ ഇൻ്റർനെറ്റിലുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, അതായത് ഇൻ്റർനെറ്റിലുള്ള മോശ സ്ഥലങ്ങളെയാണ് ആളുകളുടെ ഭാവനയെ ആകർഷിക്കുന്നത്. അതായത് റിയൽ എസ്റ്റേറ്റിനെ പോലെ തന്നെ ധാരാളം ലക്ഷ്യസ്ഥാനങ്ങളുള്ള ഒരിടം തന്നെയാണ് സൈബർ സ്പേസ്. റിയൽ എസ്റ്റേറ്റിനെ പോലെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന, എല്ലാവർക്കും പോകാൻ പറ്റാവുന്ന ഇടങ്ങളുണ്ട്. ദെൻ കുട്ടികൾക്ക് പറ്റാവുന്ന ഇടങ്ങളുണ്ട്. ദെൻ ബെസ്റ്റ് അവോയ്ഡ്, നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ പറ്റാവുന്ന ഇടങ്ങളും സൈബർ സ്പേസിലുണ്ട്. ദെൻ ഗുഡ് സിറ്റിസൺസ് ജംപ് ടു എ കൺക്ലൂഷൻ, ബെറ്റർ റെഗുലേറ്റ് ഇറ്റ്. നല്ല പൗരന്മാർ ഒരു നിഗമനത്തിലെത്തുന്നു. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല പൗരന്മാർ ഒരു തീരുമാനമെടുക്കുന്നു. എന്താണത്? ബെറ്റർ റെഗുലേറ്റ് ഇറ്റ്. സ്വയം നിയന്ത്രണമാണ് ഏറ്റവും നല്ലത്. The general misconception about cyberspace is that it is a world where innocent children are trapped by evil people. നിരപരാധികളായ കുട്ടികൾ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുടെ കെണിയിൽ അകപ്പെടുന്ന ഒരു ലോകമാണ് സൈബർ സ്പേസ് എന്ന ഒരു തെറ്റിദ്ധാരണ സൈബർ സ്പേസിനെ കുറിച്ചുണ്ട്. So, using censorship to counter and silence cyberspace fundamentally misinterprets the nature of cyberspace. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സൈബർ സ്പേസിനെ പ്രതിരോധിക്കാനും നിശബ്ദമാക്കാനും സെൻസർഷിപ്പ് പോലെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് സൈബർ സ്പേസിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനപരമായിട്ട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ബട്ട് വാട്ട് മേക്സ് സൈബർ സ്പേസ് ഡിഫറെൻറ്റ് ഫ്രം അതർ പ്ലാറ്റ്ഫോംസ് ഈസ് ദാറ്റ് ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം വെയർ ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ചൂസ് and access any website, can see any videos and can do any activity. സൈബർ സ്പേസിനെ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒരു വ്യക്തിക്ക് ഏത് വെബ്സൈറ്റ് സന്ദർശിക്കാനും തിരഞ്ഞെടുക്കാനും ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ ഏത് വീഡിയോസ് കാണാനും ഏത് പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സൈബർ സ്പേസ് എന്നുള്ളതാണ് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സൈബർ സ്പേസിനെ വ്യത്യസ്തമാക്കുന്നത്. യൂസേഴ്സ് ക്യാൻ ചൂസ് വേർ ദേ വിസിറ്റ് ആൻഡ് വാട്ട് ദേ സീ. സൈബർ സ്പേസ് ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് എന്ത് കാണണം, എവിടെ സന്ദർശിക്കണം എന്നതൊക്കെ അവർക്ക് തീരുമാനിക്കാം. ഇറ്റ് ഈസ് ഓപ്ഷണൽ. അത് തീർച്ചയായിട്ടും ഓപ്ഷണലാണ്, അതായത് ആരും നമ്മെ നിയന്ത്രിക്കുന്നില്ല. സോ സൈബർ സ്പേസ് ഈസ് എ വോളണ്ടറി ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് തന്നെ സൈബർ സ്പേസ് ഒരു വോളണ്ടറി ഡെസ്റ്റിനേഷൻ, അതായത് സ്വമേധയാ നമുക്ക് പോകാൻ പറ്റാവുന്ന ഒരിടമാണ്. അതായത് ആരും നമ്മെ കമ്പൽ ചെയ്യുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് സ്വമേധയാ പോകാൻ പറ്റാവുന്ന ഒരിടമാണ് സൈബർ സ്പേസ്. ആൻഡ് ദർ ആർ മെനി ഡെസ്റ്റിനേഷൻ ഓൺ നെറ്റ്. നെറ്റിൽ ധാരാളം നിരവധി ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്. പീപ്പിൾ ക്യാൻ ചൂസ് വെയർ ടു ഗോ ആൻഡ് വാട്ട് ടു സീ. എന്ത് കാണണം, എവിടേക്ക് പോകണം, ഏത് സൈറ്റ് സന്ദർശിക്കണം എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, സൈബർ സ്പേസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീരുമാനിക്കാം. ബട്ട് വി നീഡ് സെൽഫ് കൺട്രോൾ ദാൻ കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ്. സൈബർ സ്പേസ് ഉപയോഗിക്കുന്ന സമയത്ത് പുറത്തു നിന്നുള്ള നിയന്ത്രണക്കാൾ ആവശ്യം ആത്മനിയന്ത്രണമാണ്, അതായത് സ്വയം നിയന്ത്രണമാണ് ഒരു സൈബർ സ്പേസ് ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യമുള്ളത്. ദ മേജർ ഏരിയാസ് ഓഫ് സർവീസസ് അവൈലബിൾ ഇൻ സൈബർ സ്പേസ് ആർ 3. സൈബർ സ്പേസിൽ ലഭ്യമായ സേവനങ്ങളുടെ പ്രധാന മേഖലകൾ 3 അതായത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സർവീസുകളാണ് സൈബർ സ്പേസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ്, ദർ ആർ പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ. ആദ്യത്തെ സർവീസാണ് സ്വകാര്യ ഇമെയിൽ സംഭാഷണങ്ങൾ, അതായത് ഇമെയിൽ സർവീസ്. സെക്കൻഡ്, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസസ്. സൈബർ സ്പേസ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സേവനമാണ് വിവരങ്ങളും വിനോദ സേവനങ്ങളും നമുക്ക് നൽകുക എന്നുള്ളത്. Then users can download anything such as movies, music, book, research thesis, paper presentation, etc. നമുക്ക് ആവശ്യമുള്ള ഏത് തരത്തിലുള്ള വിവരങ്ങളും നമുക്ക് സൈബർ സ്പേസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതായത് സിനിമകൾ, സംഗീതങ്ങൾ, പുസ്തകങ്ങൾ, ഗവേഷണ തീസീസുകൾ, പേപ്പർ പ്രസൻറ്റേഷനുകൾ തുടങ്ങി നമുക്ക് ആവശ്യമുള്ള പലതും ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇൻ്റർനെറ്റ് നൽകുന്ന രണ്ടാമത്തെ സേവനം. Then third, there are real communities. Groups of people who communicate among themselves, like WhatsApp or Facebook. Then cyberspace നൽകുന്ന മൂന്നാമത്തെ സേവനമാണ് പരസ്പരം ആളുകൾ കൂട്ടമായിട്ട് നടത്തുന്ന ആശയവിനിമയങ്ങൾ, അതായത് വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയവ. ദെൻ പ്രധാനമായിട്ടും ഇത്തരം 3 സർവീസുകളാണ് ഇൻ്റർനെറ്റ്, അതായത് സൈബർ സ്പേസ് നമുക്ക് നൽകുന്നത്. അതായത് ഫസ്റ്റ് ഇമെയിൽ സർവീസ്, ദെൻ ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസസ്, ദെൻ റിയൽ കമ്മ്യൂണിറ്റീസ്. ദെൻ സൈബർ സ്പേസിന് മെറിറ്റായിട്ട് അനുകൂലമായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്ന ചില കാര്യങ്ങളാണ്: സൈബർ സ്പേസ് ലിബറേറ്റ്സ് അസ് ഫ്രം ദ tyranny ഓഫ് പവർ സ്ട്രക്ചേഴ്സ്. അധികാരത്തിൻ്റെ സ്വജാധിപത്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന ഒന്നാണ് സൈബർ സ്പേസ്. അതായത് ഇറ്റ് അലൗസ് കമ്മ്യൂണിറ്റീസ് ഓഫ് എനി സൈസ് ആൻഡ് എനി കൈൻഡ് ടു ഫ്ലറിഷ്.
അതായത് ഏതു തരത്തിലുള്ള കമ്മ്യൂണിറ്റികളെയും സമൂഹങ്ങളെയും വളരാൻ അനുവദിക്കുന്നതാണ് സൈബർ സ്പേസ്. അതായത് ഇറ്റ് അലൗസ് ടോട്ടൽ ഫ്രീഡം ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ്. അതായത് ഇത് എല്ലാ ആളുകളെയും ഒരേ രീതിയിലാണ് പരിഗണിക്കുന്നതും എല്ലാ ആളുകൾക്കും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ആളുകൾക്കും സൈബർ സ്പേസ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള പരിഗണനയാണ് ലഭിക്കുന്നത്. ഇൻ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീസ് ആർ ചൂസൺ ബൈ യൂസേഴ്സ്. സൈബർ സ്പേസിൽ കമ്മ്യൂണിറ്റികൾ തിരഞ്ഞെടുക്കുന്നത് അത് ഉപയോഗിക്കുന്ന ആളുകളാണ്. അതായത് ദേ ആർ നോട്ട് ഇമ്പോസ്ഡ് ഓൺ ദം, ഒരിക്കലും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. അതായത് നമുക്കറിയാം, നാം ജീവിക്കുന്ന ലോകത്ത് പല കാര്യങ്ങളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. എന്നാൽ ഇൻ്റർനെറ്റിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള പരിഗണനയാണ് ലഭിക്കുന്നത്. വി ക്യാൻ ലവ് ഇറ്റ് ഓർ ലിവ് ഇറ്റ്. നമുക്ക് സൈബർ സ്പേസിനെ ഇഷ്ടപ്പെടാം, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യാം. അതായത് ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ റൂൾസ് ഓഫ് സൈബർ സ്പേസ് യു ക്യാൻ ജസ്റ്റ് സൈൻ ഔട്ട്. സൈബർ സ്പേസിലുള്ള ഇൻ്റർനെറ്റിലുള്ള നിയമങ്ങൾ നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ നമുക്ക് സൈൻ ഔട്ട് ചെയ്ത് അത് ഒഴിവാക്കാം, ഉപേക്ഷിക്കാം. ആൻഡ് അവർ സൊസൈറ്റി നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ നോ പെർഫെക്റ്റ് ആൻസേഴ്സ് ഓർ ഓൾ പേർപ്പസ് സൊല്യൂഷൻസ് ഫോർ എനി പ്രോബ്ലം. ഒരു പ്രശ്നത്തിനും പൂർണ്ണമായിട്ടുള്ള ഉത്തരങ്ങളോ പൂർണ്ണമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പരിഹാരങ്ങളോ ഇല്ല എന്ന് സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ലൈക്ക് ദിസ് സൈബർ സ്പേസ് ഈസ് ഓൾസോ നോട്ട് പെർഫെക്റ്റ്. അതുകൊണ്ട് തന്നെ സൈബർ സ്പേസും പെർഫെക്റ്റ് അല്ല, ധാരാളം പോരായ്മകളും അതിനുമുണ്ട്. ബട്ട് വി ക്യാൻ ഹാവ് ഇൻഡിവിജ്വൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഇൻ സൈബർ കമ്മ്യൂണിറ്റീസ്. എന്നാൽ സൈബർ കമ്മ്യൂണിറ്റികളിൽ നമുക്ക് വ്യക്തിഗത തിരഞ്ഞെടുപ്പും വ്യക്തിഗത ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും. അതായത് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യവും വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും സൈബർ സ്പേസിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഇൻ ദിസ് ആർട്ടിക്കിൾ എസ്തർ ഡെയ്സൺ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദർ ഈസ് നോ നീഡ് ഓഫ് കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ് ഓവർ ഈ കമ്മ്യൂണിറ്റീസ്. ഈ ഒരു ലേഖനത്തിൽ എസ്തർ ഡെയ്സൺ പറയുന്നത് ഈ കമ്മ്യൂണിറ്റികൾക്ക് പുറമേ നിന്നുള്ള നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എസ്തർ ഡെയ്സൺ ഈ ഒരു ലേഖനത്തിലൂടെ പറയുന്നത്. അതായത് വി നീഡ് സെൽഫ് കൺട്രോൾ ദാൻ കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ് വൈൽ യൂസിങ് സൈബർ സ്പേസ്. അതായത് നാം സൈബർ സ്പേസ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് സ്വയം നിയന്ത്രണമാണ് വേണ്ടത്, അതല്ലാതെ പുറമേ നിന്നുള്ള നിയന്ത്രണങ്ങളല്ല. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ സൈബർ സ്പേസ് എന്ന ആർട്ടിക്കിളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിലെ 2ാം ചാപ്റ്ററായ ഈ സൊസൈറ്റി ഡെഡ് എന്ന റൈറ്റപ്പിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ഈ സൊസൈറ്റി ഡെഡ്, സമൂഹം മരിച്ചോ? ഈ സൊസൈറ്റി ഡെഡ് ഇസ് എ റൈറ്റപ്പ് റിട്ടൺ ബൈ ആൻഡ്രൂ സളിവൻ. ആൻഡ്രൂ സളിവൻ എഴുതിയിട്ടുള്ള ഒരു റൈറ്റപ്പാണ് ഈ സൊസൈറ്റി ഡെഡ്. ഇൻ ദിസ് റൈറ്റപ്പ് ഹി ടോക്സ് അബൌട്ട് ദ ഐപോഡ് ജനറേഷൻ. ഈ ഒരു റൈറ്റപ്പിലൂടെ അദ്ദേഹം പറയുന്നത് ഐപോഡ് ജനറേഷനെ കുറിച്ചാണ്. അതായത് ഐപോഡ് തലമുറയെക്കുറിച്ചാണ് ഈ ഒരു റൈറ്റപ്പിലൂടെ അദ്ദേഹം പറയുന്നത്. അതായത് ദിസ് റൈറ്റപ്പ് ഈസ് അബൌട്ട് ഐപോഡ് ജനറേഷൻ. ഈ ഒരു റൈറ്റപ്പ് ഐപോഡ് ജനറേഷനെ കുറിച്ചാണ്. An iPod is a portable music player developed by Apple. ആപ്പിൾ കമ്പനി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് പ്ലെയർ ആണ് ഐപോഡ്. The author tells us that how the iPod has blocked our ears to the sounds of the world and voice of other human beings. ലോകത്തിൻ്റെ ശബ്ദത്തിലേക്കും അതുപോലെ തന്നെ മറ്റു ആളുകളുടെ ശബ്ദത്തിലേക്കും ഐപോഡ് നമ്മുടെ കാതുകളെ ബ്ലോക്ക് ചെയ്തത്, അതായത് തടഞ്ഞത് എങ്ങനെയാണ് എന്നാണ് രചയിതാവ്, എഴുത്തുകാരൻ നമ്മോട് പറയുന്നത്. When the author visited New York, he saw some strange things. എഴുത്തുകാരൻ ന്യൂയോർക്ക് നഗരം സന്ദർശിച്ച സമയത്ത് പല വിചിത്രമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം കണ്ടു. എന്താണ് അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിൽ കണ്ട വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ? People had iPods that were attached with white wires and were directly connected to their ears. അവിടെയുണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ ഐപോഡുകൾ ഉണ്ടായിരുന്നു. അത് വെളുത്ത വയറുകൾ ഘടിപ്പിച്ചതും അവരുടെ ചെവികളുമായിട്ട് നേരിട്ട് ബന്ധിപ്പിച്ചതുമാണ്. അതായത് ഐപോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇയർഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളെയാണ് അദ്ദേഹം കണ്ടത്. They were listening to music and shunned away from society. അവർ സംഗീതങ്ങൾ കേൾക്കുകയും സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. The writer calls these people iPod people. ഇങ്ങനെയുള്ള ആളുകളെയാണ് അദ്ദേഹം iPod people എന്ന് വിളിക്കുന്നത്. He felt that the trend of using iPod was increasing tremendously. iPod ഉപയോഗിക്കുന്ന പ്രവണത വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. And the author sees iPod generation everywhere. എല്ലായിടത്തും അദ്ദേഹം ഐപോഡ് ഉപയോഗിക്കുന്ന ആളുകളെ കാണുകയും ചെയ്തു. He could see iPod people in airports, roads and subways. വിമാനത്താവളങ്ങളിലും റോഡുകളിലും സബ്വേകളിലും ഐപോഡ് ഉപയോഗിക്കുന്ന ആളുകളെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. And there were little wires in their ears. അവരുടെ ചെവികളിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന വെള്ള വയറുകൾ ഉണ്ടായിരുന്നു, അതായത് ഇയർഫോണുകൾ അവരുടെ ചെവികളിൽ ഉണ്ടായിരുന്നു.
They were listening to the songs. അവർ പാട്ടുകൾ കേൾക്കുകയായിരുന്നു. അതായത് ഐപോഡ് ഉപയോഗിക്കുന്ന ആളുകൾ വ്യത്യസ്തകരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്ന ആളുകളായിരുന്നു. And they don't listen to the environment around them. അവർക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിയെ അവർ ശ്രദ്ധിക്കുന്നേയില്ല. They neglect the world around them. അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ അവർ അവഗണിക്കുന്നു. And they only listen to the songs. അവർ കേൾക്കുന്ന ആ ഒരു പാട്ടുകളിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. And they make some meaningless sounds. അവർ പാട്ട് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ അർത്ഥരഹിതമായിട്ടുള്ള പല ശബ്ദങ്ങളും അവരുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. They move their arms and legs on the base of the songs. അവർ കേൾക്കുന്ന പാട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ കൈകളും കാലുകളും അവർ ചലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. When one observed them, one would feel that they were like lifeless souls who were missing the everyday conversation, others' talk and observation. ആരെങ്കിലും ഒരാൾ ഇങ്ങനെയുള്ള ആളുകളെ നിരീക്ഷിക്കുന്ന സമയത്ത്, അതായത് ഐപോഡ് ഉപയോഗിക്കുന്ന ആളുകളെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ദൈനംദിന സംഭാഷണങ്ങളും മറ്റുള്ളവരുടെ സംസാരവും നിരീക്ഷണവും നഷ്ടപ്പെടുന്ന ജീവനില്ലാത്ത ആത്മാക്കളെ പോലെയാണ് ഐപോഡ് ജനറേഷൻ, ഐപോഡ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദീസ് ആർ ഐപോഡ് പീപ്പിൾ. ഇവരാണ് ഐപോഡ് ഉപയോഗിക്കുന്ന ആളുകൾ. Though technology has given us everything, it isolated everyone from society. സാങ്കേതിക വിദ്യ നമുക്ക് എല്ലാം നൽകിയിട്ടുണ്ട് എങ്കിലും അത് സമൂഹത്തിൽ നിന്ന് എല്ലാവരെയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും അത് സമൂഹത്തെ ഒറ്റപ്പെടുത്തുകയും ആളുകളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് നൗ ദ സൊസൈറ്റി ഈസ് നോട്ട് സോഷ്യൽ. ഇപ്പോഴുള്ള സമൂഹം സാമൂഹികമല്ല, സോഷ്യലായിട്ടുള്ള സമൂഹമല്ല. He says that our generation is totally disconnected from the society around them. നമ്മുടെ തലമുറ, ഇപ്പോഴുള്ള തലമുറ അവർക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെട്ട രീതിയിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് നാം ജീവിക്കുന്ന സമൂഹവുമായി തീരെ ബന്ധമില്ലാത്ത ആളുകളാണ് പുതിയ തലമുറ എന്ന് അദ്ദേഹം പറയുന്നു. From the olden time onwards, people love to hear music for getting relaxation. പണ്ടുകാലം മുതലേ ആളുകൾ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് സംഗീതം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് പണ്ട് കാലം മുതലേ തന്നെ ആളുകൾ പാട്ടുകളും സംഗീതങ്ങളും ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. ആൻഡ് പീപ്പിൾ ഹു ലവ് എ സിമിലർ മ്യൂസിക് ജാൻറ ഷെയർഡ് എ സ്പെഷ്യൽ ബോണ്ട്. സമാനമായ സംഗീത വിഭാഗത്തെ ഇഷ്ടപ്പെട്ട ആളുകൾ ഒരു പ്രത്യേക ബന്ധം പങ്കിടുകയും ചെയ്തിരുന്നു. അതായത് ഒരേ തരം മ്യൂസിക്കുകളും പാട്ടുകളും ഇഷ്ടപ്പെട്ട ആളുകൾ തമ്മിൽ നല്ല ഒരു ബന്ധവും ഉണ്ടായിരുന്നു. ബട്ട് ടുഡേ നോബഡി നോസ് വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് എ പേഴ്സൺ ഈസ് ലിസണിങ് ടു. എന്നാൽ ഇന്ന് ഒരാൾ ഏത് തരം സംഗീതമാണ് കേൾക്കുന്നത് എന്ന് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? അവർ ഇയർഫോണുകൾ ഉപയോഗിച്ചിട്ടാണ് പാട്ടുകൾ കേൾക്കുന്നത്. ദേ ആർ കൺഫൈൻഡ് ഇൻ ടു ദെയർ ലിറ്റിൽ വേൾഡ്. അവർ അവരുടേതായിട്ടുള്ള ചെറിയ ലോകത്തിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഹി സേസ് ദാറ്റ് സച്ച് പീപ്പിൾ മിസ് ദ ഫൺ ഓഫ് മേക്കിംഗ് ഫ്രണ്ട്സ്. സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു രസം അത്തരക്കാരായ ആളുകൾക്ക് നഷ്ടപ്പെടുന്നു എന്നും അദ്ദേഹം പറയുന്നു. ദ ഓതർ കൺഫസസ് ദാറ്റ് ഹീ ഈസ് ഓൾസോ വൺ എമംഗ് ദം. അങ്ങനെ എഴുത്തുകാരൻ കുറ്റസമ്മതം നടത്തുകയാണ്. അദ്ദേഹവും അത് ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ്. അതായത് ഐപോഡ് ഉപയോഗിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അദ്ദേഹവും. He says that he joined that group of iPod people. ഐപോഡ് ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹവുമുണ്ട്. He says first he bought a Walkman. ആദ്യം തന്നെ അദ്ദേഹം ഒരു വാക്ക്മാൻ ആയിരുന്നു വാങ്ങിയത്. മ്യൂസിക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാക്ക്മാൻ ആയിരുന്നു വാങ്ങിയിരുന്നത്. Then changed into MP3. അതിനുശേഷം MP3യിലേക്ക് അദ്ദേഹം മാറി. Now he is using iPod. അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഐപോഡാണ്. Likes it. ആ ഒരു ഐപോഡിനെ അദ്ദേഹം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. He says it gives him a collection of music. ഒരു സംഗീതത്തിൻ്റെ ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ ഐപോഡ് അദ്ദേഹത്തിന് നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ബട്ട് ഹി മിസ്സസ് മെനി സൗണ്ട്സ് ഫ്രം ദ എൻവയോൺമെൻറ്റ്, ദ സൗണ്ട് ഓഫ് ദ ചിൽഡ്രൻ, ബേർഡ്സ്, വെദർ, എയർപ്ലെയിൻ എറ്റ്സെട്ര. എന്നാൽ ഐപോഡ് ഉപയോഗിക്കുന്ന സമയത്ത് പരിസ്ഥിതിയിൽ നിന്നുള്ള പല ശബ്ദങ്ങളും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. അതായത് കുട്ടികളുടെ ശബ്ദങ്ങൾ, പക്ഷികളുടെ ശബ്ദങ്ങൾ, കാലാവസ്ഥ, വിമാനം തുടങ്ങിയവയുടെ ശബ്ദങ്ങളെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഈവൻ ദോ ടെക്നോളജി ഗേവ് പീപ്പിൾ എവറിത്തിങ്, ഇറ്റ് ടുക്ക് അവേ എ ഫ്യൂ തിങ്സ് ഫ്രം ദം, such as thinking about an overheard conversation, going back into childhood memories after seeing a child, bird song, weather, accents, and looking at others' laughs. സാങ്കേതിക വിദ്യ ആളുകൾക്ക് എല്ലാം നൽകുന്നുണ്ട് എങ്കിലും അത് അവരിൽ നിന്ന് പലതും എടുത്തു കളയുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അതായത് പല വിധത്തിലുള്ള ആളുകളുടെ വ്യത്യസ്തകരമായിട്ടുള്ള സംഭാഷണങ്ങൾ, ചെറിയ കുട്ടികളെ കാണുന്ന സമയത്ത് നമ്മുടെ ബാല്യകാല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, പക്ഷികളുടെ ശബ്ദങ്ങൾ, കാലാവസ്ഥ തുടങ്ങിയ അതുപോലെ തന്നെ മറ്റു ആളുകളുടെ ചിരികൾ തുടങ്ങി പല വിധത്തിലുള്ള കാര്യങ്ങളും സാങ്കേതിക വിദ്യകൾ നാം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് എഴുത്തുകാരൻ പറയുന്നു. അതായത് ഇയർഫോണുകൾ ചെവികളിൽ വെച്ച് പല വിധത്തിലുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട്, പല രൂപത്തിലുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ അവഗണിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് പല വിധത്തിലുള്ള കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് എഴുത്തുകാരൻ പറയുന്നു. ആൻഡ് ദ ഓതർ കൺക്ലൂഡ്സ് ഹിസ് റൈറ്റപ്പ് citing an incident from his life
തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് എഴുത്തുകാരൻ തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നു. എന്ത് സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം. വൺസ് ഹി ഫോഗോട്ട് ടു ടേക്ക് ഹിസ് ഐപോഡ്. ഒരിക്കൽ തൻ്റെ ഐപോഡ് എടുക്കാൻ അദ്ദേഹം മറന്നുപോയി. അറ്റ് ദാറ്റ് ടൈം ഹി നോട്ടീസ് ദ പീപ്പിൾ അറൗണ്ട് ഹിം. ആ ഒരു സമയത്താണ് തൻ്റെ ചുറ്റുമുള്ള ആളുകളെ അദ്ദേഹം ശ്രദ്ധിച്ചത്. അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഐപോഡ് മറക്കുകയും ആ ഒരു സമയത്താണ് ചുറ്റുമുള്ള ലോകത്തെ അദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഹി ഫൗണ്ട് ഫൺ വിത്ത് ദ റിതം ഓഫ് പീപ്പിൾ. ആളുകളുടെ സംസാരങ്ങളിലുള്ള താളങ്ങൾ അദ്ദേഹം അനുഭവിച്ചു. ആൻഡ് ഹി കുഡ് ഹിയർ ദ സൗണ്ട് ഓഫ് എയർപ്ലെയിൻസ് ആൻഡ് ദ ഒപ്പീനിയൻസ് ഓഫ് ടാക്സി ഡ്രൈവേഴ്സ്. അതുപോലെ തന്നെ വിമാനങ്ങളുടെ ശബ്ദങ്ങളും ടാക്സി ഡ്രൈവർമാരുടെ സംസാരങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു. ആൻഡ് ഹി കുഡ് ഹിയർ ദ സൗണ്ട്സ് ഫ്രം ദ നേച്ചർ. അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്നുള്ള ധാരാളം ശബ്ദങ്ങളും അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു. ആൻഡ് ഹി ലേൺ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺ ദാറ്റ് ദ ഔട്ട്സൈഡ് വേൾഡ് ഹാസ് എ സൗണ്ട് ട്രാക്ക് ഓഫ് ഇറ്റ്സ് ഓൺ. ആ ഒരു അനുഭവത്തിലൂടെ പുറം ലോകത്തിന് അതിൻ്റേതായ ഒരു ശബ്ദ ട്രാക്ക് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഹി അഡ്വൈസസ് അസ് ടു ട്രൈ ദിസ്. ഈ ഒരു കാര്യം പരീക്ഷിക്കാൻ അദ്ദേഹം നമ്മോട് ഉപദേശിക്കുന്നു. അതായത് എല്ലാ ദിവസവും ഐപോഡ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളോട്, ഇയർഫോണുകൾ വെച്ച് നടക്കുന്ന ആളുകളോട് അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം അതെല്ലാം കളഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ അദ്ദേഹം അങ്ങനെയുള്ള ആളുകളോട് ഉപദേശിക്കുകയാണ്. ആസ് ദ റൈറ്റർ പെൻസ്, ആൻഡ്രൂ സളിവൻ ടെൽസ് ദാറ്റ് എവറിവൺ ഷുഡ് കം ഔട്ട് ഓഫ് ദ ഹൈപ്പർ റിയൽ വേൾഡ് and try to touch with the real world where one could enjoy lots of things. ഈ ഒരു റൈറ്റപ്പ് അവസാനിപ്പിക്കുന്ന സമയത്ത് എഴുത്തുകാരനായിട്ടുള്ള ആൻഡ്രൂ സളിവൻ പറയുന്നത്, എല്ലാവരും ഹൈപ്പർ റിയൽ ലോകത്തിൽ നിന്ന് പുറത്തു വരണമെന്നും ഒരാൾക്ക് ധാരാളം കാര്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ ലോകവുമായി ഒരു ബന്ധമുണ്ടാകണമെന്നും ആൻഡ്രൂ സളിവൻ ഈ ഒരു ലേഖനത്തിൻ്റെ, ഈ ഒരു റൈറ്റപ്പിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ, ഈ സൊസൈറ്റി ഡെഡ് എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ടെക്നോളജിയെയും മനുഷ്യനെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ടെക്നോളജിയുടെ ശക്തിയെയും വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ പ്രതിപാദിക്കുന്നതാണ് ഈ ഒരു ലേഖനം.